ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു നിമിഷം ഇവിടെ സാധ്യമാകുന്നതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാദര പ്രണാമം അർപ്പിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം മോഹൻജിയുണ്ട്. മോഹൻജിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മനോഹരമായ ഒരു കോട്ടാണ്. ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഈസ് വാട്ട് വി ഗിവ് ടു ദ എർത്ത്, നോട്ട് വാട്ട് വി ടേക്ക് ഫ്രം ഇറ്റ്. നമ്മൾ എന്താണോ ഭൂമിക്ക് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഭൂമിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതല്ല യഥാർത്ഥ സമ്പത്ത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വാക്യം, അത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒന്നാണ്. അപ്പോൾ ആ ഒരു ചിന്താധാരയിലേക്ക് എങ്ങനെയാണ് മോഹൻജി എത്തിച്ചേർന്നത് എന്നുള്ള ചോദ്യം കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അത് ഒരു നാച്ചുറൽ പ്രോഗ്രഷനായിട്ട് പറയാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് എന്തൊക്കെ ഈ ഭൂമിയിൽ നേടിയാലും ഒരിക്കലും ഒരു തൃപ്തി വരില്ല. പക്ഷേ എപ്പോഴും നമുക്കൊരു ദാരിദ്ര്യം ഫീൽ ചെയ്യും. ദരിദ്രത എന്ന് പറയില്ലേ, ദാരിദ്ര്യം. നമ്മൾ എന്തൊക്കെ എത്ര കിട്ടിയാലും കുറച്ചുകൂടെയൊക്കെ കിട്ടാമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യും വേറെ ആൾക്കാരായിട്ട്. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, കണ്ടൻറ്റ്മെൻറ്റ് എന്നുള്ള ഫാക്ടർ വളരെ കുറവായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് നമ്മൾ കുറച്ച് ആൾക്കാരെ സഹായിച്ചു, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നോക്കണ്ട, ആരാന്നറിയണ്ട, ജാതി മത ഭേദമന്യേ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് അതിൽ ഒരു ഗുണം വരുമ്പോൾ നമുക്കുള്ളിൽ തന്നെത്താൻ റിച്ച്നെസ് ഫീൽ ചെയ്യും, കുറച്ചൊരു ധന്യത ഉള്ളിൽ വരും. അങ്ങനെ നമ്മൾ കൂടുതലും പുറത്തുള്ള ലോകത്തുള്ള കാര്യത്തിൽ നമ്മുടെ സഹായം നമുക്ക് പറ്റുന്നത് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്റ്റെബിലിറ്റി വരും, നല്ല സ്റ്റേബിളായിരിക്കും. നമുക്ക് വ്യക്തിത്വത്തിന് സ്റ്റെബിലിറ്റി വരും. നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു പകുതി പേഴ്സണാണ്, ഒരിക്കലും സന്തോഷമില്ല ഫുള്ളായിട്ട്. പക്ഷേ നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ എനിക്കൊരു വാല്യൂ ഉണ്ടില്ലേ ഈ ലോകത്ത് എന്നുള്ളൊരു ചിന്ത വരും. ഈ ഒരൊറ്റ ചിന്ത മതി നമ്മുടെ പർപ്പസ് ബിൽഡപ്പ് ചെയ്യാൻ. എനിക്ക് എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ട് ലോകത്ത്, എനിക്കൊരു സ്പേസ് ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ 8 ബില്യൺ ആൾക്കാർക്ക് അവരോരോ സ്പേസ് ഉണ്ട്. പക്ഷെ അവരോരോ സ്പേസ് അവർക്ക് ഫീൽ ചെയ്യാത്തത് അവർ വേറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ള ചിന്തിക്കുന്നുണ്ട്. ഇത് രണ്ടുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കുറവ് തോന്നുള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് കഴിവനുസരിച്ച് ചെയ്യുള്ളൂ. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം സമയമാണ്. സമയം. കാരണം സമയം എല്ലാവർക്കും കുറവാണ്, അത്ര സമയമൊന്നുമില്ല. ഇപ്പോൾ 80 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ 29,000 ദിവസമുള്ളൂ. അപ്പോൾ ആ സമയത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു തൃപ്തി വരിക. ഇവിടെ വന്നതുകൊണ്ടൊക്കെ കാര്യമുണ്ട്, ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട്, ശരീരമുള്ളതുകൊണ്ട് കുറച്ച് കാര്യമുണ്ടെന്നുള്ള അങ്ങനെ ഫീലിംഗ് വരും. അപ്പോൾ ആ ഒരു ചിന്തയാണ് എന്നെ കൂടുതൽ ഇതിലേക്ക് വന്നത്. ഞാൻ 2012 വരെ ഷിപ്പിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്യായിരുന്നു, പല കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു സാലറിയോ അല്ലെങ്കിൽ പൈസ കൊണ്ട് കിട്ടാവുന്ന കാര്യങ്ങളോ സംതൃപ്തി തരില്ല എന്നുള്ള തീരുമാനമായി. കാരണം അത് പല ലെവലിലേക്കും ഏത് ലെവലിലെടുത്താൽ തന്നെ നമുക്ക് തൃപ്തി കിട്ടില്ല. അപ്പോൾ അതിനോട് കൂടെ കുറേ ട്രാജഡീസും ഉണ്ടായി ജീവിതത്തിൽ. മോള് നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ഫാമിലിയിൽ നിന്ന് ഡിവോഴ്സ് ഉണ്ടായി, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഇതൊക്കെ അതെല്ലാം നടക്കുന്ന സമയത്ത് ഒരു കാര്യം അറിയാൻ പറ്റും, നമ്മുടെ ഒറ്റപ്പെട്ട ജീവിതം തന്നെയാണ്. നമ്മളെല്ലാവരും ഉണ്ടല്ലോ, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒറ്റയ്ക്കാണ്. പിന്നെ പക്ഷേ നമുക്ക് എന്തോ ഒരു കാര്യമുണ്ട്, ഇവിടെ എന്തോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ പ്രവർത്തിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിനെയോ ഒരു സമയത്തിനോ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഗ്രിപ്പിലില്ല അത്. അങ്ങനെ വരുമ്പോൾ ഓണർഷിപ്പ് എന്നുള്ള ആസ്പെക്റ്റേ കുറയും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചറിവുണ്ടായത്. അതായത് ഞാനൊന്നും ഓൺ ചെയ്യുന്നില്ലല്ലോ, മോള് മരിച്ചു, അപ്പോൾ എൻ്റെ മകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ മുറിഞ്ഞുപോയി, കാരണം അവൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ രാമായണത്തിൽ പറയുന്ന പോലെ ഏറ്റവും വലിയ ജീവിതത്തിലൊരു ദുഃഖം അവനവൻ്റെ പുത്രൻ്റെയോ പുത്രിയുടെയോ വിയോഗമാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു ഹാർഡ് ഹിറ്റായിരുന്നു, അത് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. മുഖത്തൊരു നല്ലൊരു അടി വന്ന പോലെ. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, ഒന്നും നമ്മൾ ഓൺ ചെയ്യുന്നില്ല, എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്തെങ്കിലും ലോകത്തിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അപ്പോൾ അതിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? നമ്മളെ തന്നെ. വേറെ ഒന്നും ഇതിലും വാല്യൂബിൾ ഇല്ല, ഒതൻറ്റിക്കും ഇല്ല, കയ്യിലുള്ളൊരു സാധനം ഇല്ലല്ലോ. നമ്മൾ ശേഖരിച്ചു എന്നുള്ള സാധനമൊക്കെ പോയി. ആ സമയത്ത് നമുക്ക് കൊടുക്കാവുന്ന നമ്മൾ തന്നെയുള്ളൂ. ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ്. ഏറ്റവും ഓതൻറ്റിക്കായിട്ടുള്ളത്, ഒറിജിനലായിട്ടുള്ളത് നമുക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മളെ മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ധനം എന്ന് പറയുന്നത് സമയം മാത്രമേ ഉള്ളൂ.
ബാക്കിയുള്ള ധനമൊക്കെ വരും പോവും, ഫ്രണ്ട്ഷിപ്പ് വരും പോവും, പൈസ വരും പോവും, എല്ലാം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ അടുത്തുള്ള സമയം വന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സ്പെൻഡ് ചെയ്യുന്ന സമയം കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഒരു സംതൃപ്തി വരും. ഈ സംതൃപ്തി ഉള്ളൂ നമ്മുടെ ഉള്ളിലെ സമ്പാദ്യം. അതെ അതെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞു വന്നാൽ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പിരിച്വൽ ലാക്കിംഗ് എല്ലാ ആളുകൾക്കും തോന്നുന്ന ഒരു തരം പോവർട്ടി, സ്പിരിച്വൽ പോവർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പോൾ രണ്ടാമത് വി ഹാവ് കം അലോൺ ആൻഡ് വി ഷുഡ് ഹാവ് ടു ഗോ അലോൺ. ബാക്കി ആ ഒരു സമയം വരെ മാത്രം നമ്മുടെ ഉള്ളിൽ എല്ലാവരും ചുറ്റാകെ എല്ലാവരും ഉണ്ടെന്ന് അന്നമാചാര്യ എഴുതിയ ഒരു കൃതിയിൽ പറയുന്നുണ്ട്, ജനനവും മരണവും മാത്രമേ സത്യമുള്ളൂ, ഇതിനിടയിൽ നടക്കുന്നതെല്ലാം നാടകമാണ്. അപ്പൊ ഈ ഒരു ഇല്യൂഷനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിലേക്ക് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അറിയുന്നത്. അപ്പൊ അങ്ങ് ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്പാർക്ക് എങ്കിലും ഉണ്ടായിരുന്നുവെന്ന് ഞാനത് വായിച്ചു. കാരണം അങ്ങയോട് ആരോ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത്, അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് ഐ വോണ്ട് ടു ബി അലോൺ എന്നാണ്, ഒറ്റയ്ക്ക് ആവണം എന്ന് പറഞ്ഞ ആ ഒരു കമന്റ് വളരെ. പക്ഷെ അതൊന്നും അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. അന്നത്തെ സമയത്ത് 5 വയസ്സിലെത്തിയത്. അതെ. അപ്പം നമ്മൾ ചിലപ്പോൾ എനിക്ക് എന്താണ് ആ ഫീലിംഗ് പോലും എനിക്ക് ഓർമ്മയില്ല. അവർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വാട്ട് ഡു യു വോണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ്, നിങ്ങൾ വലുതാവുമ്പോൾ എന്താവണം. അപ്പം ഞാനതിൽ എഴുതി ഐ വോണ്ട് ടു ബി അലോൺ എന്ന്. അങ്ങനെ ഒരു വലിയൊരു ഗഹനമായിട്ടുള്ള ഒരു എഴുതിയതാണ്, അറിയില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതിയതാണ്. പക്ഷെ അതൊരു ബീയിങ് അലോൺ എന്നുള്ളത് ഒരു ഇത്രയും ഒരു അമൂല്യമായ ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് അന്നറിയില്ല. പിന്നീട് മനസ്സിലായി. എൻ്റെ ഹിമാലയൻ യാത്രകളിലാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായത്. കാരണം എനിക്ക് ഫസ്റ്റ് ഫീലിംഗ്, മോള് മരിച്ചതിന് ശേഷം പോയത്, ആദ്യത്തെ ഫീലിംഗ് എന്തായിരുന്നു വെച്ചാൽ നോബഡി കെയർസ് അബൌട്ട് യു. ആരും നമ്മളെ അന്വേഷിക്കുന്നില്ല ആരാന്ന്, കാശുണ്ടോ ചോദിക്കണില്ല, ഈ ടൈയും ജാക്കറ്റുള്ള ജോലിയുടെ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ഒന്നുമില്ല അവിടെ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഫീലിംഗ്, ദാറ്റ് ഫീലിംഗ് ഓഫ് ഫ്രീഡം. ഓർ യു ക്യാൻ ബി യു. അത് സൊസൈറ്റി സമ്മതിക്കില്ല അല്ലേ. നമുക്കൊരു പേര് തന്നിട്ടുണ്ട്, ഒരു സ്വഭാവ രീതികളുണ്ട്, ഒരു ബൗണ്ടറി ഒക്കെ തന്നിട്ടുണ്ട്. ഈ ബൗണ്ടറിക്ക് അകത്ത് നിന്നോണം, നിന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് പക്ഷേ നമ്മൾ ഒരു ഹിമാലയം പോലത്തെ ഒരു സ്ഥലത്ത്, അതാണ് ഭാരതത്തിൻ്റെ ഒരു പുണ്യം. കാരണം നമുക്ക് ഇതേപോലത്തെ ലൊക്കേഷൻസും പ്ലേസസും ഉണ്ട് വേർ യു ക്യാൻ ബി യുവർ സെൽഫ്. എല്ലാവർക്കും ഹിമാലയത്തിൽ പോകാൻ പറ്റില്ല, പോകണമെന്നല്ല പറയണം. എല്ലാവരും ആത്മീയത പറയുന്നത് അവരവരുടെ ലെവലിലുമാണ്. അതൊക്കെ വേറെ കാര്യങ്ങൾ, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ആ ഒരു ഫീലിംഗ് ഓഫ് ബീയിങ് അലോൺ ആൻഡ് ദ വാല്യൂ ഓഫ് ബീയിങ് അലോൺ. കാരണം എപ്പോഴും നമ്മളെ കണ്ടുപിടിക്കണോ, ഒറ്റയ്ക്കിരിക്കണം. വേറെ ആര് കൂടി നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റില്ല. ഒരുപാട് പിന്നെ പഠനങ്ങളും പ്രവചനങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ ഏത് പാത്തെടുത്താലും വിരോധമൊന്നുമില്ല. ഭക്തിയാണെങ്കിലും ജ്ഞാനാണെങ്കിലും കർമ്മയാണെങ്കിലും ഒന്നും വിരോധമില്ല. അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ഇത് ചേർന്നതുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ എന്തെങ്കിലും നേടുന്നുള്ളൂ. അതൊരു 5 വയസ്സിൽ ഐ വോണ്ട് ടു ബി അലോൺ എഴുതിയതാണെങ്കിലും ഇപ്പം അത് ഒരു പ്രാവശ്യം കൂടെ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നത്. ലോൺലിനെസ് ഇല്ല. എനിക്ക് ലോൺലിനെസ് തീരെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് മറ്റുള്ളവരുടെ, എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ജീവിതത്തിൽ ഞാൻ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. എലോൺനെസ് ഞാൻ ആഗ്രഹിച്ചിട്ട് അത് പെർസ്യൂ ചെയ്തിട്ടുണ്ട്. അതെ, എലോൺനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു, അത് ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയും, നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കണം. ആ ഒരു സമയത്തിൻ്റെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഒരു പൂർണ്ണത അതെന്ത് പ്രാക്ടീസിനും കിട്ടില്ല. അത് നമ്മൾ ജീവിക്കുമ്പോൾ ചെയ്യാം. സാക്ഷിഭാവത്തിൽ ജീവിതത്തിനെ കാണാനെല്ലാം ചെയ്യാം. അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഈ പേരും നാളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു നേക്കഡ് ഹ്യൂമൺ ആയിട്ട് കുറച്ച് നേരം ഇരിക്കുക. അത് അവനവൻ്റെ സ്ഥലത്തിരിക്കുക, എവിടെ വേണേ ഇരിക്കാം. ഇപ്പോൾ ജിതു കൃഷ്ണമൂർത്തി ഇങ്ങനെ ഫ്രീഡത്തിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വലിയ തിരക്ക് ഉള്ള ഒരു സ്ഥലത്തൂടെ നമ്മൾ പോകുന്നു, ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റാൻ പോകുന്നു, പക്ഷേ അവർക്ക് ആർക്കും നമ്മെ അറിയില്ല, നമുക്ക് അവരാരെ അറിയില്ല. ആ മൊമെന്റിൽ നിങ്ങൾ എന്താണോ അറിയുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് ഫ്രീഡം എന്ന് അദ്ദേഹം പറയുന്നു അല്ലേ. അപ്പോൾ അങ്ങ് ഈ പറയുന്ന ആ ഒരു എലോൺനെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വലന്റ് ടു ഫ്രീഡം, ദ റിയൽ ഫ്രീഡം ഒരു സ്റ്റേറ്റ് ആണ്, ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ, പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ മനസ്സിൻ്റെ ബൈൻഡിങ് വിട് തന്നെ വേണം. ഫ്രീഡം എന്നറിയണമെങ്കിൽ അതുവരെയുള്ള ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് കുറച്ച് നേരമെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമുള്ള ഫ്രീഡം എന്നുള്ളൂ നമുക്കറിയുന്നുള്ളൂ. പക്ഷേ ആക്ച്വലി ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം ഉണ്ടല്ലോ, അത് വളരെ പവർഫുള്ളാണ്. അതറിയണമെങ്കിൽ മൈൻഡ് നമ്മൾ തീരെ ബോധറിയരുത്. സ്റ്റേറ്റ് ഓഫ് നോ മൈൻഡ് വേണം. അത് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത്, ഞാൻ ഗംഗയിൽ പോയി ഇരുന്നിട്ട് തണുപ്പിലൊക്കെ ഇരുന്നിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫൂളിഷ്നെസ്സാണ് ഇപ്പം നോക്കുമ്പോൾ. കാരണം അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇഫ് യു ജസ്റ്റ് ഡിറ്റാച്ച് മെൻ്റലി, അല്ലെങ്കിൽ ഇപ്പോൾ പല ഇന്ദ്രിയ സംഹാരം അങ്ങനത്തെ ക്രിയകളൊക്കെ ഉണ്ട്.
എനിക്കങ്ങനെ ഞാൻ ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഞാൻ ഐ വാസ് പ്രാക്ടീസിങ് ഓൺ മൈ ഓൺ. സ്പൈനിൽ കണക്ട് ചെയ്തിട്ടും ബ്രെത്തിൽ പല പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആ ലെവലിലേക്ക് എത്തിയത്. ഒരു സിംഗിൾ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് എഫേർട്ട് എന്ന് പറഞ്ഞത് കണക്ഷൻ ടു സ്പൈൻ ആയിരുന്നു. അത് കണക്ഷൻ ടു സ്പൈൻ മെഡിറ്റേഷനും ആയിരുന്നില്ല. ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ എനിക്ക് നട്ടെല്ലുണ്ടെന്നുള്ളൊരു ബോധ്യം, ഒരു ഓർമ്മ. ആ ഒരു ഓർമ്മയിൽ നമ്മളെപ്പോഴും ഡിറ്റാച്ച്ഡാണ്. അപ്പം മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ ഞാൻ ഇടപെടുന്നുണ്ട്, പക്ഷെ ഞാൻ ഇടപെടുന്നില്ല, ശരി, അല്ലെങ്കിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല അത്രയധികം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഓണർഷിപ്പ് ആസ്പെക്റ്റ് കുറയാണ് നമ്മൾ സ്പൈനിൽ ഇരിക്കുമ്പോൾ. കാരണം 360 ഡിഗ്രി ഇരിക്കുന്ന യൂഷ്വൽ ഓപ്പറേറ്റിംഗ് ലെവൽ 120 ഡിഗ്രിയല്ലേ നമ്മൾ ഈ തലതിരിക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. ഇതിൽ 180 കൂടെ കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലാർജർ സ്കോപ്പ് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു സെൻറ്ററിങ് വരുമല്ലോ. ആ സെൻറ്ററിങ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പൈൻ ഓറിയൻറ്റഡ്നെസ് എന്നുള്ളത് പറയുന്നത് നല്ലൊരു പവർഫുൾ ഒരു പ്രാക്ടീസാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഗുരു ഒന്നും വേണ്ട. നമുക്ക് നട്ടെല്ലുണ്ട്, അത് സ്ട്രെയിറ്റ് ആണ്, അത് വെർട്ടിക്കലാണ്. ഈ വെർട്ടിക്കൽ ഒരു ആസ്പെക്റ്റ് നമ്മൾ എപ്പോഴും ബോധവാന്മാരായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടൽ ആസ്പെക്റ്റ് കുറയും. പിന്നെ എപ്പോൾ നമ്മൾ കണ്ണടച്ച് നട്ടെല്ലിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴും തേർഡ് ഐയിൽ ഇവിടെ വൈബ്രേഷൻ വരും. അപ്പോൾ ഇതിൻ്റെ ആ കണക്ടിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഈതർ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, മൈൻഡ് ലെവലിൽ നിന്ന് ഈതർ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വിക്ക് ഫിക്സ് റെമഡിയാണ് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും സ്പൈൻ. അത് ദൈവദത്തമായിട്ടുള്ള, അത് ആർക്കും അതിന് ഒരു ഗുരു ഒന്നും വേണ്ടല്ലോ. ബീങ് അവെയർ ഓഫ് സ്പൈനാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് മെഡിറ്റേഷനോ പ്രാണായാമോ കുംഭകോ ഒന്നുമില്ല. ബീങ് അവെയർ ഓഫ് സ്പൈൻ, അത് കുറേ കാലം അത് നല്ല ഇഫക്റ്റ് കിട്ടിയിട്ടുണ്ട് അന്ന്. ഇപ്പോൾ ചിത്രകലയുടെ മേഖലയിലാണെങ്കിൽ നമുക്കിപ്പോൾ ഈ പിക്കാസോ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഈ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബ് ആർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അതിനകത്ത് ഈ 360 ആംഗിളിൽ നിന്നുകൊണ്ട് ഒരാളിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് വി സീ, 3 ഗിറ്റാർസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള ഒരു ഗേളിക്ക തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങത് ഹ്യൂമൻ ബോഡിയുമായിട്ടും പിന്നെ നമ്മൾ ഈ പറഞ്ഞൊരു സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ പോകുന്നു. സൂഫിസത്തിൽ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ എപ്പിക് സെന്ററിലേക്ക് പോകുന്ന ആ ഒരു കോൺസെപ്റ്റ് വളരെ മനോഹരമായിട്ടാണ് അങ്ങ് അവതരിപ്പിച്ചിരിക്കുന്നത്. 360 ഡിഗ്രി ആംഗിളിലുള്ള ആ ഒരു നമ്മൾ ആക്ച്വലി അങ്ങനെയാണ്. നമ്മൾ എന്താ ആവാത്തതെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഓറിയന്റഡ് ടു ഐഡന്റിറ്റി, ഞാൻ ഇന്ന വ്യക്തിയാന്നുള്ള ഒരു എന്താ പറയുക, ഒരു നമുക്കതിന് വിടാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഇതുണ്ടല്ലോ. ഞാൻ മോഹൻജിയാണ്, ഇതാണ് എൻ്റെ രൂപം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ബൗണ്ടറി എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ചാണ് നമ്മൾ ലോകത്തിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ബൗണ്ടറിക്ക് അകത്തു നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് ആക്ച്വലി നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഈ ബൗണ്ടറി ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സ്പൈനാണ്. കാരണം നമുക്ക് ഈ ഒരു ഇപ്പോൾ ഡ്രീം സ്റ്റേറ്റ് പോലെ, സ്വപ്നാവസ്ഥ പോലെ, അതിൽ നമ്മുടെ ബൗണ്ടറി മാറിയില്ലേ ഓട്ടോമാറ്റിക്കലി. കാരണം നമ്മളിപ്പോൾ ഈ വ്യക്തിത്വം എന്നുള്ള ബൗണ്ടറി മാറിയല്ലോ. അപ്പോൾ അതേപോലെ തന്നെ സ്പൈനിലേക്ക് വരുമ്പോൾ തന്നെ വൈ ഷുഡ് ഐ ബി മോഹൻജി, ഐ ക്യാൻ ബി ബിജു, ഐ ക്യാൻ ബി എനിബഡി, ഓർ ഐ ക്യാൻ ബി നോബഡി മീൻസ് ഒരു പേരും നാളും ഇല്ലാത്ത ഒരാളാവാലോ. അപ്പോൾ ആ സ്പൈനിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ചൊരു ഈ ഡിറ്റാച്ച്മെൻറ്റ് തനതാൻ വരും അതിൻ്റെ കൂടെ തന്നെ, ആ ഒരു ഫീലിംഗ് തന്നെ. അത് ശാശ്വതമായി നിൽക്കില്ല അൺലെസ് യു ലൂസ് യുവർ മൈൻഡ്, അല്ലെങ്കിൽ മൈൻഡ് അങ്ങനെ ഡിസോൾവ് ചെയ്യണവരെ ആ ഒരു ഫീലിംഗ് ശാശ്വതമൊന്നുമല്ല. പക്ഷേ ടേസ്റ്റ് കിട്ടും. ഒരു തുള്ളി തേന് നാവിൽ വീണ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും തേൻ എന്താണ്. അപ്പോൾ അതേപോലെ വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ അത് പിടിച്ചാൽ മതി. അത് ഇറ്റ്സ് എ പേഴ്സണൽ ജേർണി ഓഫ് കോഴ്സ്. പിന്നെ മാത്രമല്ല പേഴ്സണൽ ഇഫക്റ്റ്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഗുരു പോലും ആവശ്യമില്ല. അതായത് ഇഫ് യു റിയലി ആൻഡ് സിൻസിയർലി വോണ്ട് ടു കണക്ട് ടു യുവർ സെൽഫ്, അതിന് പറ്റിയിട്ടുള്ള തോട്ട്സ് വരും, ഗൈഡൻസ് വരും. ഞാൻ വസിഷ്ഠ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു പ്രാക്ടീസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സംബഡി കെയിം ആൻഡ് ടോൾഡ് മീ ക്യാച്ച് യുവർ സ്പൈൻ, നട്ടെല്ലിന് ശ്രദ്ധിക്കാൻ. ആ ഒരൊറ്റ ഇത് വെച്ച് ഞാൻ പിടിച്ചത്. അതിൻ്റെ മുകളിലാണ് ഞാൻ പിന്നെ അത് ഡെവലപ്പ് ചെയ്തതെന്നല്ല, ഡെവലപ്പ് ആയതാണ്. അതെ, അതിൽ ഡുവർഷിപ്പില്ല. പിന്നീട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 കമ്മ്യൂണിയൻ ഉണ്ടായി ബാബാജിയായിട്ട്. 2 മേജർ കമ്മ്യൂണിയൻസ് ഉണ്ടായി. അത് അതിൻ്റെ കഥയൊക്കെ പറയണം. ഓക്കെ, ഒരു പ്രാവശ്യം ഞാൻ അന്ന് ഒരു കമ്പനിയുടെ GM ആണ് ദുബായിൽ. ഞാൻ അന്ന് ഈ വാട്സപ്പും മറ്റേ ഫേസ്ബുക്കും ഒന്നും വന്നിട്ടില്ല. അതൊക്കെ ഒരു മുന്നെയാണ്. അന്ന് നമ്മൾ ഓർമ്മയുണ്ടോ അറിയില്ല, നമുക്ക് ഈ മെസ്സഞ്ചർ ഉണ്ടായിരുന്നു.
മെസ്സഞ്ചർ, അതേപോലെ ഗൂഗിൾ അല്ല മെസ്സഞ്ചർ, ഈ MSN ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ ഇമെയിലും ജിമെയിലും തുടങ്ങിയിട്ടില്ല, അതിന് മുന്നേ യാഹൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് സ്പാം വരും. അപ്പോൾ അങ്ങനെ എനിക്കൊരു മെസ്സേജ് കിട്ടി, ഒരു ഇന്റർ ഗാലക്റ്റിക് മാസ്റ്റർ വാണ്ട്സ് ടു സ്പീക്ക് ടു യു, കോൾ ദിസ് നമ്പർ ആൻഡ് ദിസ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ നമ്പറാണ്. അതിട്ട് അപ്പം ഞാൻ അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. അതിൽ കുറേ നമുക്ക് മെസ്സേജ് വരില്ല, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു ഇതൊക്കെ പറഞ്ഞു. ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല, എന്നാലും ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അത് സ്പാമാണ്. അപ്പോൾ ഞാൻ ഇത് സ്പാം എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല. അത് ഐ ജസ്റ്റ് ഇഗ്നോർഡ് ഇറ്റ്. ഓഫ് കോഴ്സ് ഐ വാസ് വെരി ബിസി ഓൾസോ. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഇതന്നെ മെസ്സേജ് വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സ്ത്രീയുടെ പേര് ലിൻഡ ബ്രൗൺ എന്നാണ്. അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, കാരണം ഞാൻ പിന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ എന്നിട്ട് മെസ്സേജ്, ഐ നോ ദാറ്റ് യു ഡിലീറ്റഡ് മൈ മെസ്സേജ്, ദിസ് ഇസ് സീരിയസ്, സംബഡി വാണ്ട്സ് ടു സ്പീക്ക് ടു യു ആൻഡ് ഹീ ഈസ് നോട്ട് ഫ്രം എർത്ത്. അപ്പോൾ എനിക്കിതൊക്കെ ഒരു വൂഡു പോലെയൊക്കെ തോന്നിയത്, ഒരു എന്താ പറയുക, ഒരു മാജിക്കോ എന്താ ഒരു ഇല്യൂഷൻ പ്ലേ ഓഫ് ഇല്യൂഷൻ. ഞാൻ കുറേ അധികം സ്ട്രക്ചറലായിരുന്നു, അല്ലെങ്കിൽ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ സ്കെപ്റ്റിക്കായിരുന്നു. അപ്പോൾ കൂടുതൽ ആ സ്കെപ്റ്റിസിസം ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ലെറ്റർ ഒന്നും, അപ്പോൾ ഞാൻ തിരിച്ചയച്ചു, ഹൗ മച്ച് മണി. ഞാൻ വിചാരിച്ചത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരിക്കും. അപ്പോൾ അവർ റിപ്ലൈ ചെയ്തു, ഐ നെവർ ആസ്ക്ഡ് യു മണി, ക്യാൻ യു കം ഓൺ ലൈൻ ആൻഡ് സ്പീക്ക് ടു ദിസ് പേഴ്സൺ. ഒരു കൈൻഡ് ഓഫ് കുറച്ച് റൂഡ് പോലത്തെ ഒരു റിപ്ലൈ. ഞാൻ പറഞ്ഞു ഓക്കെ ഷുവർ, വാട്ട് ടൈം. അപ്പോൾ സൺഡേ 10 AM. ഞാൻ അപ്പോൾ ആ സമയത്ത് വിളിച്ചപ്പോൾ ഒരു വളരെ വയസ്സുള്ള സ്ത്രീയുടെ ഒച്ചയാണ് കേട്ടത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഡു യു ഹാവ് ഇനഫ് ക്രെഡിറ്റ് ഇൻ യുവർ ഫോൺ, ദിസ് മേ ഗോ ഓൺ ഫോർ സം ടൈം. അതായത് പ്രീപെയ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ പാടില്ല, ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ വിളിച്ചോളാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിസ് ഇസ് എ ഫോൺ വിച്ച് ഐ പേ ലേറ്റർ, മന്ത്ലി ഐ പേ, വി ക്യാൻ സ്പീക്ക്. അപ്പോൾ അങ്ങനെ സംസാരം തുടങ്ങി. അപ്പോൾ മേ ഐ കോൾ ഹിം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ വളരെ ഫീബിൾ, ഒരു വയസ്സായ സ്ത്രീയില്ലേ, കുറച്ച് വിറച്ച് സംസാരിക്കും, അങ്ങനെയാണ് തുടങ്ങിയത്. കുറച്ച് കഴിയുമ്പോൾ ഈ ടോൺ മാറി ഒരു ഡീപ്പ് മെയിൽ വോയിസ് ആയി. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സൺ. എന്നിട്ട് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട്. അത് എൻ്റെ പാരൻസിനോ ക്ലോസ് ഫ്രണ്ട്സിന് പോലും അറിയില്ല, അത്രയും ഡീറ്റെയിൽസ്. പ്ലസ് മോളുടെ മരണവും പല കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് വൈ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മീ, എന്താ? അപ്പോൾ എന്നോട് പറഞ്ഞു, യു ഹാവ് ബിഗ് ജോബ് ടു ഡു ഹിയർ, ദർ ഇസ് വർക്ക് ടു ഡു. ഞാൻ പറഞ്ഞു ശരി, വാട്ട് ഈസ് ദ വർക്ക് എന്നൊന്നും ഇറ്റ് വാസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ടൈം. അതൊന്നും ഡീറ്റെയിലും ചോദിച്ചില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഞാൻ പറ്റുന്നിടത്തോളം ഞാൻ വർക്ക് ചെയ്യും, ആൻഡ് ഐ ഹാഡ് ഗുഡ് സാലറി ആൻഡ് അതർ തിങ്സ്. അപ്പോൾ അത് വെച്ച് കംഫർട്ടബിൾ, എൻ്റെ സ്പിരിച്വലും നടക്കും, വർക്കും നടക്കും, ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഞാൻ പബ്ലിക് ലൈഫിൽ പ്ലാനേ ഇല്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ലൈഫിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഗോൾഡൻ പാത്തിനെ പറ്റി പറഞ്ഞു, റഫ്ലി പറഞ്ഞു. ഗോൾഡൻ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഓഫ് ഡിസൊല്യൂഷൻ, എൻലൈറ്റൻമെൻ്റ് അല്ല, അത് കഴിഞ്ഞ് സമ്പൂർണ്ണമായിട്ടുള്ള ലയനം, അതാണ് പാത്ത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ രാജയോഗ പാത്തിൻ്റെ ഗൈഡ് ലൈൻസ് പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് അപ്പം ഞാൻ ചോദിച്ചു, ഡു യു ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ മീ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാണ് അമ്മു വന്നത്, മൈ ഡോട്ടർ, ആൻഡ് വൈ ഡിഡ് ഷീ ലീവ് ഇൻ ദിസ് വേ, റോഡ് ആക്സിഡൻറ്റിൽ. അപ്പോൾ പറഞ്ഞു, യു വിൽ ബി സക്സസ്ഫുൾ ഇൻ ബിസിനസ്, യു മൈറ്റ് ബി റിച്ച് ഓൾസോ, ബട്ട് ടു ടേക്ക് യു ഓഫ് ദ ട്രാക്ക് ആൻഡ് പുട്ട് യു ഇൻ അനദർ ട്രാക്ക് ഷീ ഹാഡ് ടു ലീവ് ഇൻ ദിസ് വേ. അപ്പോൾ അതിലൊരു കാര്യമുണ്ട് പറഞ്ഞു, ബട്ട് ഡോണ്ട് വറി, യു വിൽ മീറ്റ് ഹർ അഗെയിൻ. അങ്ങനെ അത് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, അദ്ദേഹം ചോദിച്ചു, ഈസ് ദർ സംതിങ് എൽസ് യു വോണ്ട് ഫ്രം മീ? ഞാൻ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ടു ടോക്ക് ടു പീപ്പിൾ ലൈക്ക് യു ഓർ ഇൻ യുവർ റെലം, ഐ വിൽ അറേഞ്ച് ദാറ്റ്. നിന്നു, കോൺവെർസേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ സ്ത്രീക്ക് ഒരു മെസ്സേജ് അയച്ചു, പിന്നെ അവർ റിപ്ലൈ ചെയ്തിട്ടില്ല. അവർ ജോലി കഴിഞ്ഞു. സോ ഷീ വാസ് എ പ്യൂർ ഇൻസ്ട്രുമെൻറ്റ്. അല്ല, ഐ ഡോണ്ട് നോ, അതിപ്പോഴും അറിയില്ല. അതൊരു ഇന്റർ ഗാലക്റ്റിക് മാസ്റ്റർ എന്നാണ് പറഞ്ഞത്. ഒരു വളരെ ഡീപ്പ് വോയിസ് ആയിരുന്നു, മാറ്റർ ഓഫ് ഫാക്ടർ ആയിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്നെ ഈ ട്രാക്കിൽ ഒന്ന് കൊണ്ടുവരിക എന്നുള്ള അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, അതായത് വേരിയസ് മാസ്റ്റേഴ്സ് ഓർ വേരിയസ് ഹയർ ബീയിങ്സ് ക്യാൻ ടോക്ക് ടു യു ഈവൻ വിതൗട്ട് വേർഡ്സ്, ദേ ക്യാൻ ഗൈഡ് യു. ഒന്ന്. രണ്ടെന്താ വെച്ചാൽ ഒരു വാക്ക് പോലും അനാവശ്യമായിട്ട് സംസാരിക്കില്ല, പറയാനുള്ളത് പറയും. അത് കഴിഞ്ഞാൽ അത് എനിക്ക് സെക്കൻഡ് കമ്മ്യൂണിയൻ്റെ ബാബാജിയായിട്ടുണ്ടായപ്പോൾ ഒരു സമയത്ത് എനിക്ക് ഹാർട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനോട് എനിക്ക് അഗാധമായിട്ടുള്ള ഒരു സ്നേഹം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബാജി
ഞാൻ എപ്പോഴും ഇത് ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് എനിക്ക് ഈ സംഭാഷണം വരികയുള്ളൂ. ഞാൻ പറഞ്ഞു ബാബാജി യു നോ വാട്ട് ഐ റിയലി ലവ് യു. അപ്പോൾ ബാബാജി പറഞ്ഞു കട്ട് ദാറ്റ് നോൺ സെൻസ്. കാരണം ഇതൊന്നും അതിലില്ല. ജസ്റ്റ് വർക്ക് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കച്ചവടമല്ല. ഞാൻ പറഞ്ഞത് ഡു യുവർ തിങ്, യു കർത്തവ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, വലിയ ഡയലോഗൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് വലിയൊരു റെവലേഷനായിരുന്നു. അതല്ല, അത് കമ്മ്യൂണിറ്റി ആയിരുന്നു. സെക്കൻഡ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ അത് വ്യത്യാസമില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഒരു ആശ്രമം കഴിഞ്ഞ് സെറ്റപ്പിലായിരുന്നു. അപ്പോൾ ഞാനുണ്ട്, എനിക്ക് പരിചയമുള്ളൊരു അമേരിക്കക്കാരനുണ്ട്. ഈ അമേരിക്കക്കാരൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ബിജു നോക്കിക്കോളൂ. ബാബാജി ബിയോണ്ട് ഡെഫിനേഷൻ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ബാബാജി ബിയോണ്ട്, അതിൽ ആ ഫുൾ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രീഫായിട്ട് പറയാം. അപ്പോൾ ഈ അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വരാൻ കാരണം തന്നെ ബാബാജിയാണ്. കാരണം അദ്ദേഹം ഒരു സ്ട്രീറ്റ് ഫൈറ്ററൊക്കെ ആയിരുന്നു കാലിഫോർണിയയിൽ, പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഷർട്ട് ഇടാത്ത ഒരാളെ ഒരു ബുക്ക് ഷോപ്പിൽ വെച്ച് കാണുകയാണ്. ഇയാൾക്ക് കൗതുകം തോന്നി. അവിടെ പിന്നെ ഷർട്ട് ഇടാത്ത ആൾക്കാർ ഇഷ്ടംമാതിരി നടക്കും. പക്ഷേ ഇയാൾക്കൊരു പ്രത്യേകത തോന്നി. കാരണം ഇയാൾ ഒരു സായിപ്പല്ല, അവിടുത്തുകാരനല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി ഉണ്ടായതും. അങ്ങനെ അപ്പോൾ ആ ബുക്കിൽ അയാളുടെ പടം കണ്ടു. ബാബാജിയുടെ ഒരു പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു, ആ ആളിനെയത്. അപ്പോൾ ഇദ്ദേഹം അന്ന് വിചാരിച്ചത് ഇദ്ദേഹം ബുക്ക് ഇറക്കിയിട്ട് അത് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇരിക്കുമല്ലോ, അതായിരിക്കും വിചാരിച്ചു. അപ്പോൾ അതൊന്നുമല്ല ബാബാജി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ അയാൾ ഇവിടെ വരാൻ കാരണം. അപ്പോൾ ഹീ സ്റ്റിൽ ഹാഡ് കമ്മ്യൂണിയൻ ബാബാജിയായിട്ട്. ബാബാജി സംസാരിക്കും അദ്ദേഹത്തിനോട്. അങ്ങനെ അപ്പോൾ ഞാനും അദ്ദേഹം കൂടെ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ സ്ഥലത്ത്. അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് എനിക്കൊരു മെസ്സേജ് പോലെ വന്നു, കം ടു ദ പൂജാ റൂം. അപ്പം ഞാൻ അപ്പോഴൊക്കെ സിൻസിയറായി കണക്ട് ചെയ്യുന്നത് ഷിർദി ബാബയായിട്ടാണ്. എനിക്കങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അത്രയധികം. പക്ഷേ ബാബയുടെ ഒരു സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. അത് മാസ്കുലിനാണ്, മാറ്റർ ഓഫ് ഫാക്റ്റഡ് ആണ്, നോൺസെൻസ് ആണ്. അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ബാബയായിരിക്കും പറയുന്നത്. അപ്പം ഞാൻ നേരെ അവരുടെ ഒരു ചെറിയ പൂജാ റൂമുണ്ട്, അവിടെ പോയിരുന്നു. എന്നിട്ട് ഞാൻ പത്മാസനത്തിലിരുന്നിട്ട് ബ്രെത്ത് വെച്ച് തുടങ്ങി. അപ്പോൾ പറഞ്ഞു ഡോണ്ട് ഡു എനിത്തിങ്, ഐ എം വർക്കിംഗ് ഓൺ യു. ഒന്നും ചെയ്യല്ലേ, ഞാൻ വർക്ക് ചെയ്യണം പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ സോഡ കുപ്പി തുറന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുകയാണെങ്കിൽ ബബിൾസ് വരില്ല, അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഉള്ളിൽ. ഇങ്ങനെ കുറേ ബബിൾസ് വരുന്നുണ്ട്, അത് പൊട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു ഇഫക്റ്റ്. ആസ് ഇഫ് ഐ എം ലൈക്ക് എ ഗ്ലാസ്, ഒരു ക്രിസ്റ്റലോ എന്തോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംതിങ് ഈസ് മൂവിങ്, സംതിങ് ഈസ് ഹാപ്പനിങ്, ആസ് ഇഫ് ഓർഗൻസൊക്കെ റിയലൈൻ ചെയ്യണ പോലെ സംതിങ് വാസ് ഗോയിങ് ഓൺ. അപ്പം ഞാൻ ഒരു ഹാഫ് ആൻ അവർ വെൻ ബൈ ലൈക്ക് ദിസ്. അത് കറക്റ്റ് സമയം അറിയില്ല, പക്ഷേ ഞാൻ അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ ഒരു 4 മണിക്കൂർ അവിടെ ഇരുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അതിനകത്ത് നടന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് എനിക്ക് അപ്പം കുറേ നേരം മൈൻഡ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ആ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തോട്ട് വന്നു, ഹൂ ഈസ് ഡൂയിങ് ദിസ്, ആരത് ചെയ്യണേ? അപ്പോൾ ഞാൻ ചോദിച്ചു, ബാബ ഈസ് ദാറ്റ് യു? അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു ഗ്ലിംസ് പോലെ ബാബാജിയുടെ പത്മാസനത്തിലെ പടം, അത് 2 സെക്കൻഡേ ഉള്ളൂ, ജസ്റ്റ് ടു കൺവേ. അത് വന്നു പോയി. എന്നിട്ട് ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ ബാബാജിയോട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ. ഐ നെവർ റിയലി കോൺഷ്യസ്ലി കണക്റ്റഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ബാബാജി വന്നത്? അപ്പോൾ ഞാൻ മറന്നുപോയിരുന്നു ഈ ഇൻ്റർ ഗാലക്റ്റിക് ഒരു മാസ്റ്ററായിട്ടുള്ള അന്നത്തെ ആ കോൺവെർസേഷൻ ഞാൻ മറന്നുപോയി. കാരണം അത് കഴിഞ്ഞ് കുറേ കുതിസ്തിക ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സ്ത്രീ എനിക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമില്ല. സോ അങ്ങനെ ഞാൻ പിന്നെ ബാബാജിയോട്, ബാബാജി ഐ നെവർ പ്രേഡ് ടു യു, ഹൗ കം യു കെയിം? സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യനാണ്, പക്ഷെ ആ സമയത്തെ മാനസികാവസ്ഥ അതായിരുന്നു. അങ്ങനെ അത് ഒന്നും റെസ്പോണ്ടൊന്നും ചെയ്തില്ല, ആൻസറൊന്നുമില്ല. ഈ പണി നടക്കുന്നുണ്ട്, ഈ ജോലി നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ബാബാജി ഈസ് ദാറ്റ് റിയലി യു? പിന്നെയും ഡൗട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം നിന്ന് തുടങ്ങി, എല്ലാം സ്റ്റില്ലായി, ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ നത്തിങ് ഈസ് ഹാപ്പനിങ്, നോബഡി ഈസ് ടെല്ലിങ് മീ എനിത്തിങ്. ഞാൻ പോയി. അപ്പോഴേക്ക് ഈ സാഹിബിനോട് ഞാൻ പറഞ്ഞിരുന്നില്ല എവിടേക്കാണ് ഞാൻ പോണേന്നുള്ളത്, ഈ അമേരിക്കക്കാരനോട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ നമ്മുടെ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 300 ഫീറ്റ് അപ്പുറത്താണ് ഗേറ്റ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ. അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നത്, അടുത്തടുത്ത റൂമിൽ. അപ്പോൾ അതേ അവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇയാളോടൊന്നും ഞാൻ പറയണില്ല, കാരണം ചിലപ്പോൾ അയാൾക്ക് ഹലൂസിനേഷനാ തോന്നിയാലോ. അപ്പം ഞാൻ അയാളുടെ അടുത്ത് പഠിച്ചു, സോ യു ഡൗട്ടഡ് ഇറ്റ്സ് ബാബാജി? അപ്പോൾ അയാൾക്ക് അറിയായിരുന്നു അത്. അതുപോലെ നിങ്ങൾ ഡൗട്ട് ചെയ്തു ബാബാജിയാണോ എന്ന്. അതെ.
അപ്പോൾ അതൊരു വലിയൊരു റെവലേഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരോ ടേണിംഗ് പോയിന്റ്സ് പലപ്പോഴും ഈ ഇന്റർഗാലക്റ്റിക്, അതിന് ശേഷം പിന്നെ ഷിർദി ബാബ ഒരു മീറ്റിംഗ് എൻകൗണ്ടർ ഉണ്ടായി. അതിലോട്ട് വരുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങയുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ഇവന്റ് സംഭവിച്ചു. അതുവരെ അങ്ങയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മെത്തേഡിലായിരുന്നു. അത് അതിന് മുമ്പ് ഇങ്ങനെയുള്ള സ്പിരിച്വൽ അല്ല, ഇൻക്യൂസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ലൈഫ് എന്നുള്ളത് അതിപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ അന്ന് എനിക്ക് ആരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള മാരേജാണ് ലൈഫെന്നും, സ്ഥൂലത്തുനിന്ന് സൂക്ഷ്മം വിടുമ്പോൾ അത് ഡെത്ത് എന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ പലരോടും ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ ഈവൻ ചില സ്വാമിമാരെയൊക്കെ ഞാൻ അന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഒരു ഫോളോവർ എന്നുള്ള നിലയ്ക്കല്ലെങ്കിലും പലരും പൈസയുടെ മുകളിലാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സെറ്റപ്പും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി വായിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ബാബാജിയായിട്ട് കണക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പൊതുവേ ഒരു ബൗണ്ടറിക്കകത്തുള്ള ഒന്നും ചെയ്തിട്ടില്ല. അതെ. ഈ ഒരു ശരിക്കുള്ള സീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം അങ്ങ് കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച്, കുറച്ച് അൺടുവേർഡ് ഇൻസിഡൻസ് ഒരുമിച്ച് സംഭവിച്ചു. ആഫ്റ്റർ ദാറ്റ് ഐ ഹേർഡ് ദാറ്റ് യു ഹാവ് ഗോ ടു ഹിമാലയാസ്. അല്ല, ഹിമാലയത്തിൽ ഞാൻ 2000 മുതൽ പോയി തുടങ്ങി. 2000 ആണ്ടിലാണ് മോള് മരിച്ചു പോയത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് റീസൺ ടു ഗോ, എനിക്ക് നാട്ടിൽ നിൽക്കാനൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു. അന്ന് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യാണ്. നാട്ടിൽ വന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് നാട്ടിൽ ഈ ഒരു ദുഃഖത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കാനും പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ഹിമാലയത്തിൽ പോയത്. അപ്പോൾ അത് ഒരു ഫർദർ ട്രിപ്പൊന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇനിയും പോകുന്നോ അല്ലെങ്കിൽ ഇനിയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഹിമാലയ എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് ഫസ്റ്റ് ട്രിപ്പിൽ പോയപ്പോൾ 2000 വസിഷ്ഠ ഗുഹയിൽ പോയി. വസിഷ്ഠ ഗുഹയിൽ പോയപ്പോൾ അന്ന് അവിടെ ചൈതന്യാനന്ദ ഉണ്ട്, അദ്ദേഹം അവിടെ ഉണ്ട്, ഇപ്പം സമാധിയായി. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഞാനിവിടെ താമസിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ കുറേ അങ്ങനെ നോക്കി, കമയ്ക്കേൻ പിന്നെ വരാൻ പറഞ്ഞു. എന്നുവെച്ചാൽ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, സമയമായിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ കൊല്ലം പോയപ്പോൾ അപ്പോഴേക്കും ഞാൻ വേറെ ജോലി കയറി, ഞാൻ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ട് പിന്നെയാണ് പോണത്. ഞാൻ എല്ലാ കൊല്ലം പോയിരുന്നു പല പ്രാവശ്യമായിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇവിടെ താമസിച്ചൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് പറ്റില്ല സ്വാമിജി, ഞാൻ ഓൾറെഡി ഒരു കമ്മിറ്റ്മെൻറ്റിലായി. അപ്പോൾ ലൈഫിൽ നമ്മളങ്ങനെ ഒരു പ്ലാനൊന്നും ചെയ്തിട്ട് എന്നല്ല, അതിൻ്റേതായിട്ടുള്ള ലെവലിൽ ഫ്ലോ ചെയ്യണം. പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളൊരു ക്രൈറ്റീരിയ, മാനദണ്ഡം അല്ലെങ്കിൽ ഒരു ബൗണ്ടറി, ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് സ്പിരിച്വാലിറ്റി മീറ്റ് ചെയ്താൽ അത് നമ്മൾ വെറും മെക്കാനിക്കൽ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ മാത്രമേ നടക്കുകയുള്ളൂ. അവിടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മളിതെല്ലാം വിടണം. നമ്മളൊരു അജണ്ട പ്ലാൻ ഒന്നും പാടില്ല. എന്നിട്ട് നമ്മൾ ആ ഫ്ലോയിൽ പോകുമ്പോൾ അതോടുകൂടി മൈൻഡിന് റോളില്ലാണ്ടായി, അപ്പോൾ മൈൻഡ് വീക്കാവും. അതല്ലെങ്കിൽ നമ്മളെല്ലാ പ്ലാൻസും, അത് ഈവൻ പ്രാക്ടീസസ് തന്നെ, പലപ്പോഴും ചില പ്രാക്ടീസസ് മൈൻഡിനെ റീഇൻഫോഴ്സ് ചെയ്യുക ചെയ്യണം. അത് ചിലർ പറയും, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണ്ട, എനിക്ക് ഇത് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ തന്നെ മൈൻഡ് അവിടെ സ്ട്രോങ് ആയല്ലോ. ഓഷോയും പറയുന്നുണ്ട്, കാരണം പലപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ കീഴടക്കിയെന്ന് നമ്മുടെ മനസ്സ് പറയും, പക്ഷെ അത് മനസ്സിൻ്റെ തന്നെ ഒരു ഗിമ്മിക്കാണെന്ന് ഓഷോ പറയുന്നത്. മനസ്സിൻ്റെ ഗിമ്മിക്സ് ആണത്. കാരണം നമ്മൾ ഒരു ഇല്യൂഷനിൽ പെടാൻ ഒരു വിഷമവുമില്ല. ഇല്യൂഷൻ മാത്രമല്ല, അതിൽ നമുക്ക് ഞാനിപ്പോൾ ഒരു ഗുരുവാണല്ലേ, അല്ലെങ്കിൽ ഇതെന്താ പറയുക, പല ട്രാപ്പുകളുണ്ട്, പല ട്രാപ്പ്. ആൾക്കാർക്ക് നമുക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നൊക്കെ തോന്നി. ഇതൊക്കെ മൈൻഡിൻ്റെ ഗെയിമാണ്. നമ്മളൊരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഒരു ഹൈ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് വരാം, പല കണക്ഷൻസും പല കാര്യങ്ങളും വരാമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബി യു, നമ്മളായിട്ട് നിൽക്കുക. എന്നിട്ട് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക. ഒരു മാനദണ്ഡമോ അജണ്ടയോ ഒന്നും വേണ്ട. അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോയാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, സൊസൈറ്റി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധിക്കരുത്, ആ ബലം പിടിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല. കുറേ പേര് ആക്സെപ്റ്റ് ചെയ്യും, കുറേ പേര് ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മൈൻഡ് വല്ലാണ്ട് സ്ട്രോങ് ആവും. പിന്നെ നമ്മൾ അത് മാത്രമേ നോക്കുന്നുള്ളൂ. ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടോ, അതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇഫ് യു ആർ അഫക്റ്റഡ് ബൈ പീപ്പിൾ, നമ്മൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ അഫക്റ്റഡ് ആയാൽ ദേ ഹാവ് ഡിഫീറ്റഡ് യു. If you are affected by a space, the space has defeated you. If you are affected by a person, the person has defeated you.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ അങ്ങിപ്പോൾ പറഞ്ഞു നിർത്തിയതിൽ നമുക്ക് ഇന്ത്യൻ വേദാന്തമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ താമരയുടെ അല്ലെങ്കിൽ എതളിൽ പറ്റിയിരിക്കുന്ന ജലം പോലെ ജീവിക്കുക എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റിന്റെ ഒരു സംഗതി പറയുന്നു. ശ്രീകൃഷ്ണൻ നിൽക്കുന്ന ഒരു പ്രത്യേക പോസ്റ്റർ ഉണ്ട്, ഭംഗി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ. ഒരു കാലത്ത് അറിയാൻ ഉറപ്പിച്ച് നിൽക്കുന്നു, ബിക്കോസ് യു ഹാവ് ടു ഡു യുവർ ഡ്യൂട്ടി, ബട്ട് അറ്റ് ദ സെയിം ടൈം മറ്റേ കാലത്ത് തൊട്ടിട്ടേ ഉള്ളൂ യു ഹാവ് ടു ഗോ അവേ ഫ്രം ദിസ് വേൾഡ്. അപ്പോൾ ഈ ഒരു കാര്യം ഇഫ് ദ പേഴ്സൺസ് റിയലൈസ്, ഈ ലോകത്തിനെ നമുക്കൊരു വലിയ ഹെവനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണോ അങ്ങ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ ടീച്ചിങ്, സ്കോർ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ബി യുവർ സെൽഫ് എന്നുള്ള. ബി യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക. നിങ്ങളുടെ ഒരു വ്യക്തിത്വമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ജനിക്കാൻ ഒരു റീസൺ ഉണ്ട്. എന്തോ ആവട്ടെ റീസൺ, അതിപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ റീസൺ അറിയണമെങ്കിൽ എന്താണോ ഡെയിലി സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിനൊക്കെ വേണ്ടിയാണ് വന്നതെന്ന്. നമ്മുടെ ഡെയിലി ഹാപ്പനിങ്സ് തന്നെയാണ് റീസൺ. പക്ഷേ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എൻ ഇൻകാർണേഷൻ സമ്പൂർണ്ണമായിട്ട് ജീവിക്കാൻ സാധിക്കണം. അത് കുറേ ചെയ്യാന്നുള്ളതല്ല. ഇപ്പോൾ ഒരു ഫുൾ നമ്മളെ ലൈഫുമായിട്ട് താതാത്മ്യം കൊണ്ടുവരാൻ പറ്റുക വിചാരിക്കുക. ഫുൾ ആക്സെപ്റ്റൻസ്. ഞാൻ പറഞ്ഞ ഒരൊറ്റ സ്റ്റെപ്പേ നിങ്ങൾ എടുക്കണ്ടു. അതിന് സെൽഫ് ആക്സെപ്റ്റൻസ്. വേറെ ഒരു സ്റ്റെപ്പ് കൊടുക്കണ്ട. നമ്മൾ പിന്നെ അതിൽ നിന്ന് കമ്പാരിസൺസ്, കോമ്പറ്റീഷൻസ്, ഇമിറ്റേഷൻസ് ഒക്കെ എടുത്ത് കളയണം. ഒരാളായിട്ടും കമ്പയർ ചെയ്യണ്ട. നിങ്ങളെ പോലെ വേറെ വ്യക്തിയില്ല. ഇനി വേറൊരു വ്യക്തിക്ക് നിങ്ങളാവാനും പറ്റൂല. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്, അതായത് ഈ വക കാര്യങ്ങളിൽ നിന്ന് മാറുക. കോമ്പറ്റീഷൻ. കാരണം ഇന്നത്തെ ലോകത്തിൽ വളരെയേറെ ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം, ആങ്സൈറ്റി സിൻഡ്രോം വളരെയേറെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ശരിക്കും അങ്ങ് പറഞ്ഞ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇപ്പോൾ വൈ ഐ എം ഹിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇത് അറിയില്ല. ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. ദേ ആർ കമ്മിറ്റിംഗ് സൂയിസൈഡ്. അത് മാത്രമല്ല മേക്കിംഗ് സോ മച്ച് ഓഫ് ക്രൈംസ് ആൻഡ് ഓൾ ദ കൈൻഡ് ഓഫ് തിങ്സ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ്, ഞാൻ എന്തിനൂടെ വന്നു എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞ വളരെ ലളിതവും ഏറ്റവും സുന്ദരമായിട്ടൊരു ആൻസറാണ്. കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിന് നിങ്ങളൊരു കാരണക്കാരനായിട്ടുണ്ട്. സോ യു ആർ ദ പേഴ്സൺ. അതാണ് റീസൺ എന്ന് പറയുന്നത്. മനോഹരമായിട്ടാണ് അങ്ങ് ഈ സമയത്ത് നമ്മുടെ ഈ സന്ദർഭത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ. നമ്മൾ എന്ത് അനുഭവിക്കുന്നോ, എന്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നോ അത് മാത്രമേ നമ്മുടെ ഉള്ളൂ. ഇപ്പോൾ ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഇൻഫർമേഷൻ നമ്മുടെ അല്ലല്ലോ, പുറത്തുനിന്ന് വരുന്നതാണ്. അത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്താലേ അത് നോളജ് ആവുകയുള്ളൂ. ഒരു ഇൻഫർമേഷൻ കിട്ടി, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പഠിച്ചാലേ അത് നമുക്ക് നോളജായി മാറുകയുള്ളൂ. ഈ നോളജ് എക്സ്പീരിയൻസ് ആയി ചെയ്താലേ വിസ്ഡം ആവുകയുള്ളൂ. അപ്പോൾ ഇൻഫർമേഷൻ വിസ്ഡം നേരിട്ടാവില്ല. ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യണം, എന്നാലേ അത് നോളജ് ആവുകയുള്ളൂ, വിവരം അല്ലെങ്കിൽ വിജ്ഞാനമാവുകയുള്ളൂ. വിജ്ഞാനം കഴിഞ്ഞിട്ട് അത് പിന്നെ വിസ്ഡം ആവണമെങ്കിൽ എക്സ്പീരിയൻസിൽ കൂടെ പറ്റുള്ളൂ. എത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമുക്ക്? അത്രയൊന്നും പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ 80 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ 80 സമ്മർ, 80 വിൻ്റർ, 80 റെയിനി സീസണൊക്കെ ഉള്ളൂ, 80 ബർത്ത്ഡേ ഉള്ളൂ. നമുക്ക് കുറേ സമയമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം എപ്പോഴും. എന്താ കാരണം വെച്ചാൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഒരു അബാൻഡനിൽ പോയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പ്രാക്ടിക്കലായിരിക്കണം. ബീയിങ് പ്രാക്ടിക്കൽ. ഞാൻ എപ്പോഴും പറയുന്ന ആൾക്കാരോട്, ബിഫോർ ബീയിങ് സ്പിരിച്വൽ ബി പ്രാക്ടിക്കൽ. അത് ശ്രീകൃഷ്ണൻ അതിൻ്റെ ലിവിങ് എക്സാമ്പിളായിരുന്നു. അതെ, ഭയങ്കര പ്രാക്ടിക്കാലിറ്റി. അപ്പോൾ അങ്ങനെ ഉള്ള അപ്പം ഞാൻ ഇതിൽ ഒരു കാര്യമുള്ളൂ, ഈ എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവാം, സുഖം ഉണ്ടാവാം, രണ്ടും ആവാം. അത് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ അതൊരു സാധനയായില്ലേ? അതന്നെ ഒരു പ്രാക്ടീസാണ്. ഡെയിലി എക്സ്പീരിയൻസ് അത് ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ചിലത് സുഖം ദുഃഖം എല്ലാം വരും. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ ജീവിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇതാ നടക്കണല്ലേ. അപ്പോൾ നമ്മുടെ ഓറിയൻറ്റേഷൻ തന്നെ ഒരു വണ്ടറാവും, വണ്ടർ ബേസ്ഡ് ആവും. അങ്ങനെ നേരത്തെ പറഞ്ഞാൽ 360യിലേക്ക് വളരെ. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഈ വി മേക്ക് അവർ ഓൺ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങ് അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓരോ മൊമെന്റിലും നമുക്ക് ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസിനും ആക്ച്വലി നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാരായിട്ട്. അപ്പോൾ അങ്ങയുടെ കർമ്മ ഡൈനാമിക്സിനെ കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? അങ്ങയുടെ കോൺസെപ്റ്റ്? നമ്മൾ ഇൻപുട്ട് ഉണ്ടല്ലോ, പിന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതാണ് ഇത്രയും കൂടുതൽ ഹെവിനെസ്. നമ്മുടെ ഇപ്പോഴത്തെ കുറേ സൈക്കോസൊമാറ്റിക് ഡിസീസസിൻ്റെ കാര്യം ഈ കളക്ഷനാണ്. കുറേ അൺനെസസറി ഡാറ്റ സ്റ്റോറി ഉണ്ട്. എനിക്കെപ്പോഴും തോന്നാറുള്ളത് ഷെർലക് ഹോംസിൻ്റെ ആർതർ കോണൻ ഡോയലിൻ്റെ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഷെർലക് ഹോംസിനോട് വാട്സൺ ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ബുദ്ധി, ഒരുപാട് ബുദ്ധി ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഒരു കേസ് വരുമ്പോൾ അത് ഇന്നതാണെന്ന് പറയാൻ പറ്റണ്ടല്ലോ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എൻ്റെ തലയിൽ അനാവശ്യമായിട്ടൊരു കാര്യം ഒന്നുമില്ല, നിൻ്റെ തലയിൽ മുഴുവൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഒന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആവശ്യമുള്ള ഡാറ്റ എനിക്ക് എപ്പോഴും റിട്രീവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്കിക്കോളാം, എത്രയും ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്,
ഡിമെൻഷ്യ മുതലായ കാര്യങ്ങളിൽ കാരണം ഇത്രയും ഓവർലോഡഡ് ബ്രെയിനാണ്, ആവശ്യമുള്ളത്തേക്കാളും കൂടുതൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ജീവിതത്തിൽ, ഇത് മുഴുവൻ നമ്മൾ ഉള്ളിലുള്ള ഇൻപുട്ട് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കളക്ഷൻ അനുസരിച്ചാണ്. വാട്ട് യു സ്റ്റോർഡ് ബിക്കംസ് യുവർ റിയാലിറ്റി. അപ്പോൾ നമ്മൾ ഒരു ഫ്രഷായിട്ട് ലോകത്തിനെ കാണുന്ന പ്രശ്നമില്ല. നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും അതിൻ്റെ ഹാങ് ഓവറും പ്ലസ് ഈ കളക്റ്റഡ് കാര്യങ്ങളും അതിൻ്റെ മിക്സ്ചർ എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ലോകത്തിനെ കാണുന്നത്. പലപ്പോഴും ഫിയറാണ്. അപ്പോൾ പേടിയോടെ കാണുന്നത്. ഇൻസെക്യൂരിറ്റി വളരെ കൂടുതലാണ്. കാരണം എന്താവും എന്നറിയില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ വാട്ട് സെൽസ് ഈസ് ബാഡ് ന്യൂസ് അല്ലേ, പത്രത്തിലൊക്കെ ബാഡ് ന്യൂസല്ലേ സെല്ല് ചെയ്യും. അപ്പോൾ അടിയുണ്ടായി തല്ലുകൊണ്ടു ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി എന്ന് പറയുമ്പോൾ ആൾക്കാർ വായിക്കും അത്. എന്നാൽ ഒരു നല്ല കാര്യം പറയുമ്പോൾ കേൾക്കില്ലല്ലോ. അത് അതെപ്പോഴും അങ്ങനെ ആ ഒരു ലെവലിലേക്ക് വരുന്ന എന്താ വെച്ചാൽ ഈ കണക്ഷൻ അവനോട് ഇല്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളായിട്ട് കണക്ട് ചെയ്ത് വിചാരിക്കോ. വരുന്ന ഒരു വികാരം അഹിംസയാണ്. എന്നെ ആരും ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട അല്ലേ. നമ്മൾ ഒരു വിവേകത്തിൻ്റെ ലക്ഷണം അഹിംസയാണ്. മറ്റത് പിന്നെ ഈ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് രണ്ട് ടൈപ്പ് ബുദ്ധിയല്ലേ നമ്മൾ യൂസ് ചെയ്യണേ. ഒന്ന് ഈ പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഇൻ്റലിജൻസ്. രണ്ട് നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് നമ്മുടെ തന്നെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ലോകം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ഡാറ്റ പ്രോസസ്സിങ് മാത്രമാണ്. അതാണ് ഞാൻ എൻ്റെ എന്ന് പറയുന്നത് അല്ലേ. കളക്റ്റഡ് ഇൻഫർമേഷനാണ്, നോട്ട് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ. ഈ ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ലോജിക്കൽ മൈൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഇൻ്റലക്ട് എന്നുള്ളത് കുറവാണ്. ഈ കളക്റ്റഡ് അല്ലെങ്കിൽ സോഴ്സ്ഡ് ഇൻഫർമേഷനാണ് നമ്മളെന്ന് പറയണേ. അപ്പോൾ ഇന്നാൾ ഇന്ന ബുക്കിൽ ഇന്ന മാതിരി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോൾ അത് എൻ്റെ ആയി. അതേ സമയത്ത് ഈസ് ഇറ്റ് യുവർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡു യു ആക്ച്വലി ബിലീവ് ഇൻ ഇറ്റ്? അതിന് ആൻസർ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതിന് ഓതൻറ്റിക്കായിട്ട് ആൻസർ പറയാൻ പറ്റില്ല. ബുക്കിലുള്ള കാര്യം ബുക്കിലുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടാണ് പലതും ചെയ്യണേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്രയും നോക്കണ്ടു. യു ഷുഡ് നോട്ട് ബി ഹേർട്ട്, യു ഷുഡ് നോട്ട് ഹേർട്ട് അതേഴ്സ്. അത് ഇൻ തോട്ട്സ് വേർഡ്സ് ആക്ഷൻ. അപ്പോൾ നമ്മൾ റീസണബിളി ക്ലീൻ ആണ്. എൻ്റെ കാഴ്ചപ്പാട് കാർമിക് സ്ട്രക്ചറിനെ പറഞ്ഞാൽ അത് ഇനവിറ്റബിലിറ്റി എന്ന് ഒറ്റ വാക്കിൽ പറയാം. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം. വെദർ വി ബിലീവ് ഇൻ കർമ്മ, വെദർ വി ഡോണ്ട് ബിലീവ് ഇൻ കർമ്മ, ഒന്നും കാര്യമില്ല ഇതിൽ. നമ്മൾ കർമ്മത്തിൽ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി കർമ്മം നടക്കും. അതെ, അതിപ്പോൾ ഈ സയൻസിൽ പറയുന്ന പോലെ എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ അത് നടക്കും, അതിൻ്റെ രീതിയിൽ നടക്കും. പക്ഷേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളൂ, ഹൗ ആർ യു എഫക്റ്റഡ് ഇതിൽ. ഇപ്പോൾ സുഖം വരുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ദുഃഖം വരുമ്പോഴുള്ള ഇഫക്റ്റ് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ യു ഗോട്ട് ടു ഡു സംതിങ്. അവിടെയാണ് ഈ ഇക്വാനിമിറ്റിയാണ് ഞാൻ ഒരൊറ്റ വാക്കിൽ പറയാം, സ്റ്റെബിലിറ്റി ഈസ് യുവർ ബർത്ത് റൈറ്റ്. സ്റ്റെബിലിറ്റി, ആ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേച്ചറിലേക്ക് ഇറങ്ങിപ്പോണം. സ്വന്തം അവനവനൊരു നേച്ചറുണ്ട്, സ്വഭാവ രീതികൾ അല്ലെങ്കിൽ നേച്ചറായിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള നേച്ചർ. ആ നേച്ചർ ബേസ്ഡാണ് നമ്മൾ ഓരോ സബ്ജക്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേബിൾ ആവണമെങ്കിൽ അത് ബേസ് നേച്ചർ നമ്മുടെ നേച്ചറിലാവണം. അപ്പോൾ വേറൊരാളുടെ നേച്ചറായിട്ട് നമ്മളത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത് അയാളുടെ നേച്ചറാണ്, എനിക്ക് എൻ്റെ നേച്ചറാണ്. അപ്പോൾ ഈ നേച്ചറിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് സ്റ്റെബിലിറ്റി ഉള്ളൂ. അതിന് ഒറ്റ മാർഗ്ഗമുള്ളൂ, ടോട്ടൽ ആക്സെപ്റ്റൻസ് ഓഫ് യുവർ സെൽഫ്. ഇപ്പോൾ ബിജു വേറൊരാളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബിജുവിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു ലൂസ് യു അല്ലേ, അവനവനെ മിസ് ചെയ്ത് പോകും. നമ്മളിപ്പോൾ എന്താ കാണിക്കുന്നത്, എല്ലാം പുറത്തുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനല്ലേ. അതാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എല്ലാത്തിലും യു ആർ ആസ്ക്ഡ് ടു കോമ്പീറ്റ് ഓർ യു ആർ ആസ്ക്ഡ് ടു ബിലീവ് ഇൻ സംതിങ്. യു ഷുഡ് നോട്ട് ബിലീവ് ഇൻ എനിത്തിങ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു യു അല്ലേ. അങ്ങനെയൊന്നും നമ്മൾ ഒരുപാട് വിശ്വസിക്കുക, അങ്ങനെ അതൊന്നുമല്ല. അതെ അതെ, ഇപ്പൊ ലക്ഷണോപദേശത്തിൽ പറയുന്നുണ്ട്, നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഈ സന്തോഷം, പക്ഷെ ദുഃഖം വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ദുഃഖം എങ്ങനെ ഉണ്ടാവും. അതെ അതെ ശരി. അപ്പൊ അതുപോലെ ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മൾ എല്ലാത്തിനെയും റീഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോഴേ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദ ഫിറ്റസ്റ്റ് ക്യാൻ സർവൈവ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സമരം ജീവിതം എന്ന് പറയുന്നത് ഒരു മത്സരമാണ്, അത് എപ്പോഴും ജയിക്കാനുള്ളതെന്നാണ്. കോമ്പറ്റീവ് മെന്റാലിറ്റി നമ്മളിലേക്ക് വളരെയേറെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അവനവന് ആത്മസുഖത്തിന് ആചരിക്കേണ്ടത് മറ്റുള്ളവനും കൂടി ഒരു സന്തോഷം നൽകുന്നതാകണം എന്നുള്ള ആപ്തവാക്യം നമ്മൾ മറക്കാൻ തുടങ്ങി. ബിബ്ലിക്കൽ ആയിട്ടുള്ള ഒരു കമന്റിൽ പറയുന്നുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം നമ്മൾ മറന്നിട്ട് നമ്മുടെ മറ്റെന്തോ ഒരു ഈ നിമിഷം മാത്രമേ ഉള്ളൂ നമ്മൾ സത്യമായിട്ട്, അടുത്ത നിമിഷം നമ്മൾ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ എത്രയോ തലമുറയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ സമ്പാദ്യം മെറ്റീരിയലായിട്ടുള്ള പല കാര്യങ്ങളും നേടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ശരിക്കും ഒരു അന്ധത ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അവിടെ
പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ വരാനായിട്ട് എന്താണ് ഒരു പോം വഴി, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഒരു മാർഗം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? അത് ഞാൻ പറഞ്ഞ പോലെ റീകണക്ഷന് സമയമായി. നമ്മളോട് കണക്ട് ചെയ്യണം. ഇപ്പോൾ കലിയുഗമാണ്. കലിയുഗം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അൺകോൺഷ്യസ് ഇറ. ഈ ഒരു ഇറ ഈ ഒരു യുഗം അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാന്നറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ പേഴ്സണാലിറ്റിയാണെന്നാണ്. അങ്ങനെയാണ് സൊസൈറ്റി ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. സൊസൈറ്റി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ പേഴ്സണാലിറ്റികളാണ്. ഈ പേഴ്സണാലിറ്റികൾ ഒത്തൊരുമോടെ ഈ ബൗണ്ടറിക്കകത്ത് ജീവിച്ചോണം. എസ്പെഷ്യലി കോർപ്പറേറ്റ് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടിയുണ്ട്, ഈ ഐഡന്റിറ്റി കാർഡ്. ഇപ്പോൾ സ്കൂളുകളിൽ പോലും തൂക്കിയിട്ടുണ്ട്, വരുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല ഈ സമയത്ത്. പക്ഷേ ദ്വാപരയുഗം ഇപ്പോഴുണ്ട്, ത്രേതായുഗവും ഇപ്പോഴുണ്ട്, സത്യയുഗവും ഇപ്പോഴുണ്ട്. അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട്, അതായത് സത്യയുഗത്തിൻ്റെ സ്റ്റേറ്റിൽ അതായത് ഫുള്ളി കോൺഷ്യസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ത്രേതായുഗത്തിൻ്റെ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അതേപോലെ ദ്വാപരയുഗത്തിൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഫ്രീക്വൻസിക്കും പറ്റും ജീവിക്കാൻ. ദർ ഇസ് റൂം ഫോർ എവറിബഡി. എല്ലാവർക്കും അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്, എല്ലാവർക്കും പറ്റും. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി യു ക്യാൻ ഗോ ടു സത്യയുഗ ലെവൽ, അതായത് ഫുള്ളി കോൺഷ്യസ്. യു ആർ അവെയർ ഓഫ് എവറിഥിങ്. അവെയർ ഓഫ് എവറിഥിങ് മീൻസ് നോട്ട് ജസ്റ്റ് യുവർ ലൈഫ്, യു അവെയർ ഓഫ് എവറിഥിങ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് മൾട്ടി ഡയമെൻഷനാലിറ്റി നമുക്ക് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റും ഇപ്പോൾ. അത് സാധിക്കും. അതിനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട്. കാരണം നമ്മുടെ എന്ത് ചെയ്യുന്നതും അത് ഇൻറ്റൻസിറ്റി വരുന്ന സമയമാണ്. വി ഹാവ് ഗ്രേറ്റ് ഇൻറ്റൻസിറ്റി ഇൻ അവർ ആക്ടിവിറ്റി. പലപ്പോഴും നമ്മുടെ ഈ സാധനങ്ങൾക്കൊക്കെ പൂർണ്ണത ഇപ്പോൾ മറ്റത് അറിയാലോ. ഇപ്പോൾ രാവണൻ 10,000 വർഷം മറ്റേ തപസ് ചെയ്തിട്ടാണ് ശിവനെ കണ്ടത്, ഓരോ തല വെട്ടി ഇതാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ബ്രഹ്മ തത്വത്തിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ടൈം. നമ്മൾ നെഗറ്റീവായി മാത്രം കാണരുത്. പക്ഷേ അതർ സൈഡിൽ അൺകോൺഷ്യസ് ആണ്. ഈ ഇറയുടെ ബേസിക് ഓപ്പറേറ്റിംഗ് ലെവൽ അൺകോൺഷ്യസ് ആണ്. ഈ കാലഘട്ടത്തിൽ നാമജപം കൊണ്ട് മാത്രം നമുക്ക് ഈശ്വര സാക്ഷാത്കാരം മതി. ഓർമ്മ കൊണ്ട് ചെയ്താൽ മതി. മെമ്മറി ഓർമ്മ കൊണ്ട് ചെയ്താൽ മതി. അത് അങ്ങയുടെ ഒരു ടോക്കിൽ ഞാൻ കേട്ടു. കലികാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ: റിമംബറൻസ്, അക്സെപ്റ്റൻസ് ആൻഡ് സറണ്ടർ. സറണ്ടർ ബൈ പ്രോഡക്റ്റ് ആണ്. സറണ്ടർ നമ്മൾ സറണ്ടർ എന്ന് പറയുന്നത് മനസ്സ് വെച്ചിട്ടാണ്. പക്ഷെ മനസ്സ് സറണ്ടർ ചെയ്യാൻ പറ്റില്ല. മനസ്സിൻ്റെ മനസ്സൊരു പ്രൊജക്ടറാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ അത് മനസ്സ് വഴി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പം മനസ്സിന് പ്രൊജക്റ്റ് ചെയ്യാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മൈൻഡിനുണ്ട്. മൈൻഡിന് 3 ആസ്പെക്റ്റ് ഉണ്ട്. ഈഗോ ഉണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, ഇൻ്റലക്റ്റ് ഉണ്ട്, മൈൻഡും ഉണ്ട്. അപ്പോൾ ഇമോഷനും പ്രോസസ്സ് ചെയ്യാം, ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ ഈ പേഴ്സണാലിറ്റിയുടെ നമ്മൾ ആരാണോ ഐഡൻറ്റിറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊക്കെ മൈൻഡിന് പറ്റും. ആ മൈൻഡിന് സറണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആർക്ക് സറണ്ടർ ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഹെൽപ്ലെസ്സായി സറണ്ടർ ചെയ്യും. അത് സറണ്ടർ അല്ല. അത് അവനവന് ഒരു സമയത്ത് കംപ്ലീറ്റ് ഹെൽപ്ലെസ്സായി ഒന്നും ചെയ്യാൻ വയ്യ, അപ്പം ഞാൻ നമസ്കരിക്കണു പറയുമ്പോൾ അത് കാര്യമില്ല. ആ സ്ഥിതി മാറിയാൽ ഇതും മാറും. ആ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രഹ്മമാണ്. ഇപ്പോൾ ഹനുമാൻജി സറണ്ടർ പോലെ ഈ ശ്രീരാമൻ ആരാന്നുള്ളത് 100% അറിഞ്ഞുകൊണ്ട് ഇത് വാക്കിംഗ് കോൺഷ്യസ്നെസ് ആണ്, നടക്കുന്ന പരബ്രഹ്മമാണ്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങേലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാറ്റമില്ല. അതിന് അത് പൂർണ്ണമായ അറിവുകൊണ്ടാണ്. കാരണം ഹനുമാൻ പറഞ്ഞല്ലോ, ഐ പ്രിഫർ ടു ബി യുവർ സെർവൻറ്റ് നോയിങ് ഫുള്ളി വെൽ ദറ്റ് യു ആൻഡ് ഐ ആർ വൺ. അതെ, കാണിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ആ ലെവലിൽ നമുക്ക്, അപ്പോൾ അല്ലാണ്ട് ഭക്തി നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന ട്രാൻസാക്ഷണൽ ഭക്തിയല്ലേ. അതായത് അമ്പലത്തിൽ പോവുക, വഴിപാട് കഴിക്കുക, എന്തെങ്കിലും വേണം പറയാം. അപ്പോൾ ഡിമാൻഡ്, അത് ഒരു ട്രാൻസാക്ഷൻ ആ ലെവലിൽ വന്നു. അത് അൺകോൺഷ്യസ്നെസ്സിൻ്റെ അതാണ്, നമ്മൾ അറിവില്ലാതെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ശ്രുതബുദ്ധി ഉണ്ടല്ലോ, അതായത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ബുദ്ധിയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. യുക്തബുദ്ധി തന്നെ യൂസ് ചെയ്യണില്ല. പിന്നെ ഋതംബര ബുദ്ധി പറയാണ്ടോ. ഋതംബര ബുദ്ധി എന്ന് പറഞ്ഞാൽ അവയർനെസ് ബേസ്ഡ് ആണ്, ഫുള്ളി അവയർനെസ് ആണ് ബേസ്ഡ്. അപ്പോൾ അവയർനെസ് എന്ന ലെവലിൽ വരണമെങ്കിൽ ആക്സെപ്റ്റൻസ് വരണം. സെൽഫ് ആക്സെപ്റ്റൻസ് വന്നാലേ നമുക്ക് 100% അവയർനെസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ശ്രുതബുദ്ധിയിൽ നിൽക്കാനേ പറ്റുള്ളൂ. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ കേട്ടറിവുള്ള ഇത്. അപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ അടിപിടിയും വഴക്കും വക്കാണോ പിന്നെ ചേരിതിരിവുകളൊക്കെ വരുന്നത് ഈ ശ്രുതബുദ്ധിയുടെ പ്രശ്നം കൊണ്ടാണല്ലോ.
ഞാൻ കേട്ടുള്ള അറിവ് വെച്ച് അത് ശരിയാണെന്ന് ഞാൻ പറയാണ്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, യുക്തബുദ്ധി പോലും ഇല്ല. അതായത് ലോജിക്കലി അത് വരുന്നില്ല. അപ്പോൾ പിന്നെ അവയർനെസ്സും വരില്ല. അപ്പോൾ അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന റിമെമ്പറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇന്നർ കോൺഷ്യൻസിൽ ഉള്ള അല്ലെങ്കിൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഈ ആദ്യത്തെ ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശുദ്ധബോധത്തെക്കുറിച്ചുള്ള അറിവിനെയാണോ? അതിന്റെ ശുദ്ധബോധം അങ്ങനെ അറിയാൻ പറ്റില്ല. ശുദ്ധബോധം അറിയാൻ പറ്റില്ല എന്ന് കാരണം നമ്മുടെ ഈ ഐഡന്റിറ്റിയിൽ നമ്മൾ വല്ലാണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ജനിച്ച മുതൽ ഏകദേശം അറിവ് വെച്ച മുതൽ നീ ഇന്ന ആളാന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ സൂക്ഷ്മ ലെവലിൽ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കറിയില്ലല്ലോ. അത് പലപ്പോഴും വല്ലവരും പറഞ്ഞു തരുമ്പോഴും അറിയണം നിനക്കൊരു ആത്മാവ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലേ, ഓക്കെ, ആസ് ലോങ് ആസ് ഇറ്റ് ഡസൻറ്റ് ബോദർ മീ ഐ ഹാവ് നോ പ്രോബ്ലം എന്നുള്ള ലെവൽ. അപ്പോൾ നമ്മൾ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പരബ്രഹ്മ എന്നുള്ളത് അറിയണത് അങ്ങനെ കുറവാണ്. ഇനിയിപ്പോൾ അതറിയൊന്നും വേണ്ട, നമ്മൾ റിമെമ്പർ ചെയ്താൽ മതി, ദർ ഈസ് സംതിങ് ഇൻ മീ വിച്ച് ഈസ് റണ്ണിങ് മൈ ഷോ. അങ്ങനെ ഒരു ആ ഓർമ്മ മതി. അപ്പം നമ്മുടെ സ്വഭാവ രീതികളിൽ തന്നെ മാറ്റം വരും. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ബിസിയാണ്, വർക്ക് ചെയ്യാണ്, മക്കളും കുട്ടികളും മറ്റേ ആക്ടിവിറ്റിയും പല കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ഈ ഒരു ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഐലൻഡ്സ് ഓഫ് റിമെമ്പറൻസ് മതി. കുറേ ദ്വീപായിട്ട് റിമെമ്പർ ചെയ്താൽ തന്നെ മതി. അതിന് തന്നെ ഇഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ. പിന്നെ റിജിഡായിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും നടക്കാത്ത സമയത്ത് നടക്കും, പ്രൊവൈഡഡ് അതാണ് പ്രയോറിറ്റി എങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ 8 ബില്യൺ ആൾക്കാരുണ്ടല്ലോ, 8 ബില്യൺ ആൾക്കാർക്കും ഒരു കോൺഷ്യസ് ആയിട്ട് വലിയൊരു ഹാർഡ് പ്രാക്ടീസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, കുറവായിരിക്കും. അതുപോലെ അങ്ങ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ പ്രത്യേകിച്ച് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം നമ്മളല്ലാതെ അക്കാഡമിക്കലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്, നമ്മളെല്ലാം നിയർ ആക്ടേഴ്സ് മാത്രമാണ്. അപ്പോൾ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന വലിയ പാഠങ്ങളുണ്ട്. അതേസമയം വോയിസ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് തരുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഷെല്ലി പറഞ്ഞിട്ടുണ്ട്, വി ആർ ദ സ്ലേവ്സ് ഓഫ് വാട്ട് വി ആർ ടോട്ട്. അപ്പോൾ ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്? അത് അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ വി ആർ സ്ലേവ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മളെ ബൗണ്ടറികളാണ് എഡ്യൂക്കേഷൻ തന്നിട്ടുള്ളത്, ബൗണ്ടറി ഫ്രീഡം അല്ല. എഡ്യൂക്കേഷൻ നമുക്ക് കുറേ അറിവുണ്ട് തോന്നുമ്പോൾ തന്നെ നമ്മൾ സ്റ്റക്കായി. എപ്പോഴൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ തോന്നിയോ നമ്മൾ സ്റ്റാഗ്നേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ സൈനാത്. ഒരു സമയത്ത് ഇപ്പം എനിക്കുള്ള എക്സ്പീരിയൻസ്, അതായത് ഒരുപാട് സമയമെടുത്തു, 5-6 കൊല്ലമൊക്കെ. പക്ഷേ ആ ലെവൽ ഓഫ് സൈലൻസിൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോൾ, അതായത് ഒറ്റ തോട്ടുമില്ല, ഒന്നുമില്ല, സ്റ്റിൽനെസ്, സൈലൻസ്, അതിൽ തോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്നത് ഐ നോ നത്തിങ് എന്നാണ്. ഐ ഹാവ് നോ ഐഡിയ, ഐ ഡോണ്ട് നോ എനിത്തിങ് എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. പിന്നെ ആൾക്കാർ വന്നിട്ട് ഐ ലൈക്ക് ടു ബി വിത്ത് യു, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നല്ലൊരു സന്തോഷം വരുന്നുണ്ട്, അതൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഇവരോട് എന്താ ഇവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അന്നൊന്നും ഞാൻ ഒന്നും അധികം പറയാറില്ല, ഞാനും വെറുതെ ഇരിക്കും, അവരും ഇരിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ സെറ്റപ്പ് ആദ്യമൊക്കെ 2000s. പിന്നീടാണ് ഇതൊക്കെ സംസാരിച്ചു തുടങ്ങിയതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഈ ഒരാളെ കാണുമ്പോൾ ഇയാൾ സമ്പൂർണ്ണമായിട്ടൊരു വ്യക്തിയാണല്ലോ, അയാൾക്ക് എനിക്കൊന്നും കൊടുക്കാനില്ല, അങ്ങനെയുള്ളൊരു ഫീലിംഗാണ് കൂടുതൽ. അതായത് നമുക്ക് അപൂർണമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണാൻ പറ്റണില്ല ലോകത്ത്. പിന്നെ നമുക്കൊന്നും അങ്ങനെ ഒരു അജണ്ടയും പ്ലാനൊന്നും ആവശ്യമില്ല. പറയാനുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് വരും, വന്നിട്ടില്ലെങ്കിൽ പറയണ്ട. അപ്പോൾ നമുക്കതിന് സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഓരോ ആൾക്കാർ വരുന്നവർ, ഇപ്പം നമ്മളെ അറിഞ്ഞു വരുന്ന ഒരാളെ വിചാരിക്കുക, അവർ നമ്മളെ വിട്ടുപോകില്ല, അല്ലാത്തവർ വിട്ടുപോകും. ഞാനിത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ഗുരു ഇന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മൈൻഡിൻ്റെ കളിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അജണ്ടയും വേണ്ട, ഒരു പ്ലാനും വേണ്ട, ഒരു പ്രിപ്പറേഷനും വേണ്ട. ലെറ്റ് ഇറ്റ് ഫ്ലോ. ആ ഫ്ലോ ചെയ്യുന്നതിന് അതിൻ്റെയാണ് ബ്യൂട്ടി. പിന്നെ ഓരോ വ്യക്തി നമ്മളോട് കണക്ട് ചെയ്യുന്നത് അവർക്ക് എന്താണോ അപൂർണത ആ ബേസിസിലാണ്. അപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും അബണ്ടൻസിലുണ്ട്, അതാണ് നമ്മുടെ ശക്തി. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് സമയമുണ്ട്, അത് അവരുടെ ശക്തി, സമയമാണ്. ചിലർക്ക് കുറേ പൈസയുണ്ട്, ഈ പൈസയാണ് അവരുടെ കയ്യിലുള്ളതിൽ ഏറ്റവും കൂടുതൽ അബണ്ടൻറ്റ്. ചിലർക്ക് ഭയങ്കരമായ സ്കില്ലുണ്ടാവും, ചിലർക്ക് നോളജ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു സമ്പൂർണ്ണതയുണ്ട് ഏതെങ്കിലും ലെവലിൽ. അവരതേ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടു. അത് കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ അവർക്ക് ചെയ്യേണ്ടതായി, അവരുടെ ലൈൻ ക്ലിയറായി. അപ്പോൾ എനിക്ക് പൈസ ഇല്ലല്ലോ, അപ്പം ഞാൻ പൈസ ഉണ്ടാക്കാൻ നോക്കട്ടെ പറയുമ്പോഴാണ് ഈ പ്രോബ്ലം. പണം തന്നെ വരും, നമ്മുടെ അനന്തശയനത്തിൻ്റെ പ്രിൻസിപ്പിൾ പോലെ. അതായത് നമ്മൾ സമ്പൂർണ്ണമായ കോൺഷ്യസ്നെസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ വെൽത്ത് തന്നെ വരും. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ അങ്ങ് പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ
നമ്മൾ വി ആർ ടീച്ചിങ് പീപ്പിൾ ടു ഡു സംതിങ് ഇൻ ലൈഫ്. അങ്ങനെയല്ല, വി ഷുഡ് ടീച്ച് പീപ്പിൾ ടു ബി സംതിങ്. അത് ദേ ആർ ഓൾറെഡി ദെയർ. അതായത് ഒരു വ്യക്തിനെ അവനവൻ്റെ നേച്ചറിലേക്ക് തന്നെ തിരിച്ചു വിട്ടു വിചാരിക്കുക, കറക്റ്റ് എഡ്യൂക്കേഷൻ അതൊരിക്കലും വേസ്റ്റ് ആവില്ല. മറ്റേ എക്സ്റ്റേണൽ എഡ്യൂക്കേഷൻസ് എല്ലാം വരുന്നത് നീ അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. എന്നാലോ ഒരു ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുമില്ല. ഇപ്പോൾ ഒരു ഫ്യൂസ് പോയി അതെങ്ങനെ കെട്ടണം എന്ന് പഠിപ്പിക്കുന്നില്ല അല്ലേ. ഒരു ചെറിയ കാര്യങ്ങൾ, അതായത് ഒരു ഗ്യാസ് സിലിണ്ടർ എങ്ങനെ ഫിക്സ് ചെയ്യണം അതൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അവനവൻ്റെ ബേസിക് ഒരു ഹൗ ടു റൺ യുവർ ലൈഫ് എന്നൊന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാംസ് വിൻ ചെയ്യാനും അങ്ങനത്തെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ബേസ് ഇപ്പം ഈ സൂയിസൈഡൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലത്തെ കാര്യങ്ങൾ വരുന്നത് അവനവൻ്റെ നേച്ചറിൽ അധിഷ്ഠിതമാവത്തോണ്ടാണ്. ഇപ്പം എനിക്കൊരു നേച്ചറുണ്ട്. എൻ്റെ നേച്ചറിൽ സൈലൻസിന് വലിയ പ്രാധാന്യമുണ്ട് കൂട്ടുക. ഞാൻ വളരെ നോയ്സ് ആയിട്ടുള്ളൊരു ജോബ് എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ നെവർ ബി ഹാപ്പി. ഞാൻ ഒരു നോയ്സി ജോബിലാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. സൈലൻസ് എന്ന് പറഞ്ഞാൽ നോ തോട്ട്സ് സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. But I am taking up a job which I have to make a lot of noise. I will never be happy. അതല്ല ഇപ്പം ലോകത്ത് നടക്കുന്നത്. എല്ലാവരും ബിഗ് മണി ജോബാണ് നോക്കണേ. പക്ഷെ അവർ ഒരിക്കലും ആലോചിക്കുന്നില്ല, ആം ഐ ഹാപ്പി, ഈസ് ദർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് കണ്ടൻമെൻറ്റ് ഉണ്ടോ, ആരും ചിന്തിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അവിടെയാണ് ഈ പെട്ടെന്ന് വെച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ, അതായത് നമുക്ക് ഇവിടെ കണ്ടൻമെൻ്റ് ഇല്ല. അപ്പോൾ ആരാ എൻ്റെ കൂടെയുള്ളത്? ക്ലോസ് റിലേറ്റീവ്സ്. അപ്പോൾ അവരോട് ശത്രുത വരും, ആ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ ഇഷ്യൂസ് വരുന്നത് നമ്മുടെ സെറ്റിൽമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. വെൻ യു ആർ സ്റ്റേബിൾ നോബഡി ക്യാൻ ടിൽറ്റ് യു, നോബഡി ക്യാൻ അഫക്റ്റ് യു. ഇപ്പോൾ അരിസ്റ്റോട്ടലും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ ഫില്ലിംഗ് അപ്പ് ഓഫ് എ വെസൽ, ഇറ്റ്സ് എ കൈൻഡ്ലിംഗ് ഓഫ് എ ലാമ്പ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു തിരികൊളുത്തി വെക്കുകയാണ് യഥാർത്ഥത്തിൽ എല്ലാ വിദ്യാഭ്യാസവും ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് എന്തോ ഒരു പോരാട്ടത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങ് ഈ പറയുന്ന പോലുള്ള ഒരു ഇന്നർ സൈലൻസിനെ നമ്മൾ തിരിച്ചറിയാതെ പറ്റുന്നില്ല. അതുപോലെ തന്നെ സന്തോഷം എന്ന് പറയുന്നത് മെറ്റീരിയലൈസ്ഡ് ആണ്, എപ്പോഴും മാറി വരാം. അത് ശരിക്കും പറഞ്ഞാൽ ആപേക്ഷികമാണ്. അപ്പൊ ഈ ഉള്ളിലുള്ള ഈ ആനന്ദം എന്ന് പറയുന്ന ഒരു സംഗതിയും ആനന്ദത്തിന് തിരിച്ചറിയാനുള്ള വഴികളാണ്. അല്ല, അത് ശാശ്വതമായിട്ടുള്ള ആനന്ദം വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശാശ്വതാനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ 100% നമ്മുടെ ഉള്ളിലത്തെ എനർജി, അതായത് സൂക്ഷ്മത്തിലേക്ക് എത്തണം. അതായത് സ്ഥൂലത്തിന് സൂക്ഷ്മത്തിലേക്കുള്ള യാത്രയാണ് ആ ലെവലിലേക്ക്. അത് വേറെ സബ്ജക്റ്റാണ്. എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ഇതാണ്. ഇപ്പോൾ താങ്കളുടെ ഹാപ്പിനെസ്സും എൻ്റെ ഹാപ്പിനെസ്സും മാറണം, വേറെ ഇനിയായിരിക്കും. 8 ബില്യൺ ആൾക്കാരോട് വെച്ച് അവരുടെ ഒക്കെ ഹാപ്പിനെസ് സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാവും. അതായിരിക്കട്ടെ, അത് കുഴപ്പമില്ല. അതൊക്കെ പ്രഹസനമാണ്, അതൊക്കെ പ്രഹസനമാണ്. അതിലൊന്നും കാര്യമില്ല. ഞാൻ പോയിട്ടുണ്ട്, ഫിൻലൻഡിലും ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കുക. അതായത് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് ഇവിടെ കിട്ടും. ആ കംഫർട്ട് സോണിനകത്ത് നിന്നിട്ട് ഞാൻ ഐ എം ഹാപ്പി എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. നിങ്ങൾ ലൈഫിൽ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ട് എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ഈക്വൽ ആണെങ്കിൽ അതാണ് ഹാപ്പിനെസ്. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ ഇക്വേഷനൊക്കെ വളരെ വയലേറ്റഡ് ആണ്. പക്ഷെ കണ്ടൻമെൻറ്റ് വ്യത്യാസമുണ്ട്. സംതൃപ്തി, ആ സംതൃപ്തി ഒക്കെ എനിക്ക് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, അതിൽ ഞാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ അതന്നെ വലിയ കാര്യമായില്ലേ. അതാണ് വളരെ ഇപ്പം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് രാജ്യത്ത് ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്, ആക്ടിവിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് വലിയ പൈസക്കാരൊന്നുമല്ല. അവരുടെ കാര്യങ്ങൾ നോക്കി ബാക്കിയുള്ള സമയത്ത് വന്നിട്ടാണ് ചെയ്യണത്. അപ്പം ഇതിന് വേണ്ടത് ഒരു റിച്ച് മൈൻഡാണ്, നോട്ട് റിച്ച് പോക്കറ്റ് അല്ല. മഹാഭാരതത്തിൽ ഇതുപോലെ കൃഷ്ണൻ കുന്തിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചല്ലോ, അടുത്ത ജന്മത്തിൽ എന്ത് വേണം എന്ന് ചോദിക്കും, പറയുന്നുണ്ട് എനിക്ക് ദുഃഖം മാത്രം മതി കൃഷ്ണ, ദുഃഖത്തിൽ മാത്രമേ ഞാൻ നിന്നെ അറിയുള്ളൂ എന്ന് പറയുന്നത് ചേർത്ത് വായിക്കാൻ പറ്റും. അതെ 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 അല്ല, പക്ഷെ നമുക്ക് നമ്മുടെ എത്ര മഹത്തരമായിട്ടുള്ള ഒരു സംസ്കാരമല്ലേ. അതായത് ഇപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഇപ്പം നടക്കണേ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ അർജുനന് ദ്രോണര് ഈ പിന്നെ ആർച്ചറിനെ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ, നാളെ എന്നിട്ട് വേറെ ഒന്നും പഠിപ്പിക്കാമെന്ന് പറയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇത് ശരിയാവില്ല, ഇതിന് വലിയ പൈസ കിട്ടില്ല, അപ്പം നീ ഗതായുദ്ധം പഠിപ്പിക്കുന്ന അതല്ല ഇപ്പം നടക്കുക. മറ്റത് അർജുനൻ്റെ ഒരു പിന്നെ നേച്ചർ എന്താണ്, അപ്പം അതിന് പറ്റിയ ഇത് ആർച്ചറിയാണ്, ഈ ധനുർവിദ്യ. അതേ പഠിപ്പിച്ചുള്ളൂ. ഭീമന് ഗത യുദ്ധം പഠിപ്പിച്ചു. ആ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് അവരുടെ നേച്ചറും വെച്ചിട്ടും അവരുടെ ഓറിയൻറ്റേഷൻ വെച്ചിട്ടുമാണ്. അതിലവർ സക്സസ്ഫുൾ ആണ്. അപ്പോൾ അതല്ലെങ്കിൽ സക്സസ്ഫുൾ ആവില്ലല്ലോ. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് എഡ്യൂക്കേഷനിൽ? നേച്ചർ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അയാൾ ബൈ നേച്ചർ
ഒരു പെയിൻറ്ററാണ് വിചാരിക്കുക, എന്നുവെച്ചാൽ അയാൾക്ക് വലിയ ഇഷ്ടമുണ്ട്, അയാൾ ആ ലൈനിൽ തിരിച്ചു വിട്ടാൽ അയാൾ ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിരിക്കും അല്ലേ? അതില്ല, അത് ഓവർസീസൊക്കെ ഉണ്ട് കുറേ, ഇവിടെ ഇനിയും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സമാധാനം അന്വേഷിച്ച് അല്ലെങ്കിൽ ശാന്തത അന്വേഷിച്ച് ഹിമാലയത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. പക്ഷെ അങ്ങ് പറയുന്നത് അവിടെ പോയാൽ നമുക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ എന്താണ് എവേ ഫ്രം ദ മാഡനിങ് ക്രൗഡ് എന്ന് പറഞ്ഞിട്ട് നോവൽ പറയുന്ന പോലെ ദൂരോട്ട് ഒളിച്ചോടേണ്ട കാര്യമില്ല. നമ്മൾ ഈ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സൈലൻസിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അല്ല, ഹിമാലയന്റെ മിഷൻ എന്നങ്ങ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഹിമാലയം നമ്മുടെ ഉള്ളിൽ തന്നെ വരണം. കൈലാസത്തിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. കൈലാസം അതൊക്കെ എല്ലാം ഓരോ കാര്യങ്ങളുണ്ട്. അത് പല പല അനുഭൂതികളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ചെറിയ എക്സാമ്പിൾ ബാബാജിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു അമ്മയുണ്ട് ബാംഗ്ലൂർ, കേട്ടിട്ടുണ്ടാവും, ദേവിയമ്മ കേട്ടിട്ടുണ്ടോ? അഗസ്ത്യമുനിയുടെ ഡീപ്പായ കണക്ഷനാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം എനിക്ക് ബാബാജിയുമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഞാനും ദേവിയമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ബാബാജിയുടെ പ്രസൻസ് ഉണ്ടായി 2 തവണ. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു സമയവും സന്ദർഭം ഒരു അങ്ങനത്തെ പല പല കാര്യങ്ങൾ വരുമ്പോൾ ആ കറക്റ്റ് പ്രസൻസ് വരും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ വരും. അതേപോലെ ഒരു പ്രാവശ്യം പിന്നെ ഞാനിത് നമ്മുടെ ബുക്കുണ്ട്, ബാബ എന്നൊരു ബുക്കുണ്ട്, അതിൽ ഉള്ള കാര്യം അതൊക്കെ. ഞാൻ കാനഡയിലുള്ളപ്പോഴാണ് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്, കുറേ കൊല്ലം മുന്നേ കേട്ടത്. അദ്ദേഹം ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റാണ്. അദ്ദേഹം ഒരു സ്വാമിയെ കാണാൻ പോയി, സ്വാമിയെ കണ്ടു ഇവിടെ തമിഴ്നാട്ടിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിൻ്റെ ഗുരു ആരാന്ന് ചോദിച്ചു. അപ്പോൾ മോഹൻജി എന്ന് പറഞ്ഞു. അപ്പോൾ നമസ്കരിച്ചപ്പോൾ ആരാ ചോദിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കുറേ കണ്ണടച്ചിരുന്നു, എനിക്ക് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യണം, ഭോഗനാഥൻ എന്നോട് ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മന്ത്രം കൊടുക്കാണ്ട് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ സ്കെപ്റ്റിക്കലാണ്, പല ആൾക്കാരും കുറേ ഗിമ്മിക്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ സ്റ്റേ അവേ. അപ്പോൾ എനിക്ക് അത്രയും തൃപ്തി അല്ലെങ്കിൽ അങ്ങനെ തോന്നുമ്പോൾ മാത്രമേ ഞാൻ കണക്ട് ചെയ്യുള്ളൂ. കാരണം ലോകം അങ്ങനെയാണല്ലോ. അപ്പോൾ എന്നോട് ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഒരാളെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു കാനഡയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ തരൂ. അപ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു 2 ദിവസം കഴിഞ്ഞിട്ട്. ഞാനപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഭോഗനാഥർക്ക് ബാബാജി മുരുകൻ്റെ അവതാരമാണെന്ന് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ, സാന്ദീപനി മഹർഷിക്ക് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം എന്നറിയുന്ന പോലെ ഭോഗനാഥർക്ക് മുരുകൻ്റെ അവതാരമാണ് ബാബാജി എന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ആൻസർ എനിക്ക് വളരെ നല്ലൊരു ആൻസറായി തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് വന്ന് കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലൈഫിൽ അദ്ദേഹം ഭോഗനാഥരുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഗുരു ബായ്സാണ്, നമ്മൾ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഭോഗനാഥർ പറഞ്ഞു, ഈ ജന്മത്തിൽ ഞാൻ അവന് സപ്പോർട്ട് കൊടുക്കും, ഈ മന്ത്രം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇദ്ദേഹം കമ്മ്യൂണിയൻ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ലൈഫിൽ മഹാകാളിയുടെ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാളി ഉപാസനയാണ് രാവിലെ മുതലും കാര്യങ്ങൾ, അത് നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പോകാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു, അധികം ഞാൻ ഇന്ത്യയിലില്ല, പല രാജ്യത്താണ്, ഇവിടെ വരുമ്പോൾ വേറെ കാര്യങ്ങളും തിരക്കും. അപ്പോൾ അങ്ങനെ അത് വിട്ടുപോയി, വേണ്ട വെച്ചിട്ടല്ല. അപ്പോൾ ഇദ്ദേഹം മഹാകാളിയോട് പറഞ്ഞു, ഇന്നമാതിരി മോഹൻജി വരാമെന്ന് പറഞ്ഞു, വന്നിട്ടില്ല, ഞാൻ എത്ര കാലം ശരീരത്തിൽ ഉണ്ടാവും എന്നറിയില്ല, അപ്പോൾ ഈ മന്ത്രം എനിക്ക് കൊടുക്കണ്ടേ. അപ്പോൾ പറയും, ഇന്ന ദിവസം ഇന്ന സമയത്ത് വരുന്നു അമ്മ പറഞ്ഞു. അതേ ദിവസം അതേ സമയത്ത് ഞാൻ അവിടെ എത്തി. എന്നിട്ട് പിന്നെ ഇദ്ദേഹം പുറത്ത് വന്നിട്ട്, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, മുമ്പേ പടം പോലും കണ്ടിട്ടില്ല, പുറത്ത് വന്നിട്ട് എന്നെ ആലിംഗനം ചെയ്തു. എനിക്കത് 100% ഉറപ്പാണ്, ഒരു ആണല്ല ഫീലിങ്. അത് ഒരു സാരിയെ കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ഫീലിംഗ് ആയിരുന്നു. അദ്ദേഹം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത് ഇലൂഷനോ അലൂസിനേഷനൊക്കെ തോന്നും. പക്ഷേ ഇതേപോലത്തെ ലൈഫിൽ പല ഇതേപോലത്തെ എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ട്, പല മീറ്റിങ്സും പല കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ഞാൻ പെർസ്യൂ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ അവൈലബിൾ ആയിട്ടിരിക്കുക, ഈ ഫ്ലോയിൽ പോകുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ ശിർദി ബാബയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഇഫ് മോഹൻജി ഈസ് സിറ്റിംഗ് ഹിയർ ടുഡേ, ദിസ് ബിക്കോസ് ഓഫ് ഹിം. കാരണം അദ്ദേഹം ആണ് എന്നെ ഞാൻ എത്രയോ പ്രാവശ്യം എല്ലാം പബ്ലിക് ലൈഫ് വിഡ്രോ ചെയ്യണം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും തിരിച്ചു, അങ്ങനെ പോവാണ്. അപ്പോൾ ബാബയുമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ, ശരിക്കും ഞാനൊരു ബാബ ഡിവോട്ടിയാണ്, വളരെ ചെറിയ രീതിയിലുള്ള.
അപ്പോൾ മേ ബി ഇങ്ങനൊരു മൊമെന്റ് സാധ്യമായത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൃപ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ കൃപ. അപ്പോൾ അദ്ദേഹത്തിന്റെ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. രണ്ട് ബാബമാരുടെയും വളരെ വലിയ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അപ്പോൾ അതിൽ അങ്ങയുടെ ഒന്ന് രണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡൻസുകൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കുന്നു. ഒന്ന് ദ്വാരകമായി ടെമ്പിളിൽ. അതാണ് എൻ്റെ മേജർ. അത് ഞാൻ അന്ന് ദുബായിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഈ ഒരു കമ്പനിയുടെ GM ആണ്. അപ്പോൾ എനിക്ക് ആ കമ്പനിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് ബോംബെയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ബോംബെയിൽ മീറ്റിങ്ങിന് വരുമ്പോൾ ആദ്യം ചിർത്തി പോകും. ഞാൻ ഇപ്പോൾ യൂഷ്വലി ഈ മീറ്റിങ്സ് സാറ്റർഡേ സൺഡേ ആണ്. അപ്പോൾ അത് എൻ്റെ വർക്കിംഗ് ഡേ ആണ് ഗൾഫിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ തേഴ്സ്ഡേ വൈകുന്നേരം വിടുവായിരുന്നു. അപ്പോൾ എൻ്റെ ഹോളിഡേ ആണല്ലോ. തേഴ്സ്ഡേ ഫ്രൈഡേ ഹോളിഡേ. തേഴ്സ്ഡേ ഹാഫ് ഡേ ആയിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോൾ എനിക്കൊന്ന് സാറ്റർഡേ ആണെന്ന്. അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ ഹോളിഡേ. അപ്പോൾ തേഴ്സ്ഡേ ഞാൻ വിടും, നേരെ ചിർത്തി പോകും. ചിർത്തി പോയിട്ട് ഞാൻ ഫ്രൈഡേ വൈകുന്നേരം ബോംബെയിലെത്തും. എന്നിട്ട് സാറ്റർഡേ സൺഡേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു. അന്നും അതേപോലെ പോയി. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു ടാക്സി ഉണ്ട്. അപ്പോൾ അന്നൊരു ഈ ഹാച്ച് ബാക്ക് കാർ ഉണ്ടായിരുന്നു. അപ്പോൾ കിടക്കാൻ പറ്റും, ഒരു ബെഡൊക്കെ വെച്ചിട്ട്. 6 മണിക്കൂർ 7 മണിക്കൂർ അന്നത്തെ സമയത്ത് റോഡ് അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ 6-7 മണിക്കൂർക്കും ഞാൻ പോകും. അപ്പോൾ ഞാൻ ഇയാളോട് അവിടെ എത്തിയപ്പോൾ അന്ന് ഈ ധുനിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റും. ഇപ്പോൾ അവർ ധുനിയൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് എപ്പോഴും താല്പര്യം ദ്വാരകമായിൽ പോയിട്ട് ആ ധുനിയിൽ നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് തൊഴുതിട്ട് വരലാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ഒരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡ്രൈവറെ എനിക്ക് അറിയുന്ന ആളാണ്. അപ്പോൾ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് നല്ല എന്തെങ്കിലും പദാർത്ഥങ്ങൾ മേടിച്ച് തരണം, അത് ധുനിയിൽ ഓഫർ ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തിരിച്ച് ബോംബെയിൽ പോകണം. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. ഇങ്ങനെ നടന്നിട്ട് ധുനിയിൽ ഓഫർ ചെയ്തു. തിരിച്ചു വരുമ്പോൾ എക്രോസ് ഒരാൾ വന്നു, ഒരു കുട്ടിയുണ്ട് കൂടെ. ഒരു പ്രീസ്റ്റിൻ്റെ ലുക്കായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും വലിയ കാര്യമായിട്ട് നോക്കിയില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ എയർപോർട്ടിലേക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഹിമാലയത്തിൽ പോകുന്നതുകൊണ്ട് കുറേ സന്യാസിമാരെ അറിയാം. ചിലർക്കൊക്കെ ഭാവിയൊക്കെ പറയാൻ പറ്റും, അങ്ങനത്തെയൊക്കെ. പക്ഷേ ഞാൻ ഈ ഭാവി പ്രചരണത്തിലൊന്നും എനിക്ക് അത്ര വലിയ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഒരു ഫോർവേഡ് അങ്ങനെ പ്ലാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് അടുത്തെന്ത് സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മാക്സിമം ചെയ്യുകയാണെങ്കിൽ വല്ല പൂജകൾ അവർ പറയുകയാണെങ്കിലൊക്കെ 2 പൂജ അതൊക്കെ ചെയ്യും ചിലപ്പോൾ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു ഓറിയൻറ്റഡ് അല്ല. ഭാവിയിൽ എന്ത് സംഭവിക്കും, അങ്ങനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വേറൊരു കാര്യം പറയാനാണ് ഫോൺ ചെയ്തത് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, യു സീം ടു ബി ട്രാവലിംഗ്, നീ എവിടെ യാത്ര ചെയ്യല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബോംബെയിൽ ശ്രുതിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, വലിയൊരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദുബായ് എയർപോർട്ടിലാണ് അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ, ഇപ്പോൾ ഒരാൾ പറയുകയാണ് വലിയൊരു കാര്യം സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മുഴുവൻ ശ്രുതി ഭാവയല്ല, ഇത് എന്താണ് നടക്കുന്നത്, മനസ്സങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കിപ്പോൾ എന്താ സംഭവിക്കും, വല്ലതും മേത്തേക്ക് വീഴുമോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോയി ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇദ്ദേഹം ഒരു പ്രീസ്റ്റ് പോലൊരാളാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല, ഇത് എക്സിറ്റാണ്, എക്സിറ്റിൽ കൂടെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കില്ല, അങ്ങോട്ട് പോകാനേ പറ്റുള്ളൂ. അവരെല്ലാം ഗാർഡ്സ് ഉണ്ടല്ലോ, അവരൊരിക്കലും ഇതിനെ കയറാൻ സമ്മതിക്കില്ല. ഹൗ ഡിഡ് ഹി കം എന്നുള്ളത് ഞാൻ അപ്പം ആലോചിച്ചില്ല, അതിൽ എങ്ങനെ വന്നു എന്നുള്ളത് ആലോചിച്ചില്ല. അത് എൻ്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു ബാബ ചാരിയിരിക്കുന്ന ഒരു ചെറിയ തൂണ് പോലെ ഒരു കാര്യമുണ്ടല്ലോ ഔട്ട്സൈഡ് ദ്വാരകമായി, അവിടെ ഒരു ഇതുണ്ട്, അവിടെ തല മുട്ടിക്കാൻ പറഞ്ഞു. സർ ഇത് റെക്കോ എന്ന് പറഞ്ഞു. അതൊരു കമാൻഡ് പോലെയാണ്. ഞാനപ്പം മുട്ടുകുത്തി നിന്നിട്ട് തല അവിടെ മുട്ടിച്ചു. അഭിജാവോ പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ആണ് ബാബയുടെ ഇൻഫ്ലുവൻസ് എനിക്ക് ഒരുപാട് വന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് കാറിൽ കയറി ഞാൻ ഈ സ്വാമിയെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങളൊരു മിറാക്കിളൊക്കെ പറഞ്ഞില്ലേ, മിറാക്കിളൊന്നും ഉണ്ടായില്ലല്ലോ, ഞാൻ ഇപ്പോൾ കാറിൽ പോയി തിരിച്ചു പോവാണ് ബോംബെക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാബ കെയിം ആൻഡ് മെറ്റ് യു, വാട്ട് മോർ യു വാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മൈ ഗോഡ്, ദാറ്റ് വാസ് ബാബ. ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടില്ല. ഞാൻ കാലിൽ തൊടാനുള്ളൊരു ചാൻസ് ആയിരുന്നല്ലോ, അത് ചെയ്തില്ല, കാരണം അറിയില്ലല്ലോ. അപ്പോൾ നമുക്കൊരു വലിയ വിഷമമൊക്കെ തോന്നി. എനിവേ അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു, എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. അതിനുശേഷം ഒരുപാട് ബാബയുടെ അനുഗ്രഹം വന്നിട്ടുണ്ട്. ബാബയിൽ എത്തുന്നത് അത് വളരെ അപ്രതീക്ഷ. അത് 2003-4 ടൈമിലാണ്. അന്ന് ഞാൻ ഒരു കമ്പനിയുടെ മാനേജറായിരുന്നു. അപ്പോൾ എന്നോട് അന്ന് ഈ സ്റ്റാർ TV എന്നൊരു TV ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ അറിയില്ല. അവരൊരു വലിയ പ്രിഡോമിനൻറ്റ് ചാനലായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ അതിലൊരാൾ ഒരു ഗുജറാത്തി ഒരാൾ ഈ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സ്പിരിച്വാലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റിന് ഇൻ്റർവ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ മീറ്റ് ചെയ്ത പോലെ അദ്ദേഹം പറഞ്ഞു ഇന്ന സ്ഥലത്ത് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് ഈ ഗുജറാത്തിൽ പോയി. എനിക്ക് എക്സാക്ട്ലി സ്ഥലം ഓർമ്മയില്ല,
ബോംബെയിൽ നിന്ന് അധികം ദൂരമില്ല, ഗുജറാത്താണെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ബീച്ചിലാണ് ഈ ഷൂട്ടിങ് ഫിലിമിങ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കില്ല, ഞാൻ ഇദ്ദേഹം കൂടെ സംസാരിച്ച് നടക്കും, ഈ ക്യാമറ ഇങ്ങനെ നടക്കും കൂടെ. ബീച്ച് ഓപ്പൺ ബീച്ചാണ്, അപ്പോൾ ഇങ്ങനെ നടക്കും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും, അങ്ങനെ ഒരു സ്റ്റൈലായിരുന്നു. അപ്പോൾ ആ കാറ് പാർക്ക് ചെയ്തെടുത്ത് ഒരു ചെറിയൊരു ടെമ്പിൾ ഉണ്ട്, ഒരു വെയിറ്റിംഗ് ഷെഡ് പോലത്തെ, അധികമൊന്നും വലുതല്ല, ചെറിയൊരു നമ്മുടെ ബസ് സ്റ്റോപ്പൊക്കെ ഇല്ലേ അതേപോലത്തെ. അവിടെ ഒരു ബാബയുടെ ഫുൾ വിഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കന്ന് ബാബേനെ ഒന്നും കാര്യമായിട്ട് അറിയില്ല. ഞാനപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് എല്ലാ ഗുരുക്കന്മാരുടെയും ഞാൻ മുമ്പിൽ ഒന്ന് കുമ്പിടും, ഒന്ന് കാല് തൊട്ട് വന്ദിക്കും. അതൊരു ഹാബിറ്റാണ് കുറേ കാലമായിട്ട്. അപ്പോൾ ഞാൻ ബാബയുടെ മുമ്പിൽ കാല് തൊട്ട് വന്ദിച്ചു, അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ബോംബെയിൽ വന്നപ്പോൾ ഞാൻ ഗിരി ട്രേഡേഴ്സിൽ പോയി. അപ്പോൾ എനിക്ക് എന്തോ അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സായി സച്ചരിത തരാൻ പറഞ്ഞു. ആ ബുക്ക് മേടിച്ചു. അത് കഴിഞ്ഞ് അത് വായിച്ച് 50% വായിച്ചപ്പോൾ 14-15 ചാപ്റ്റർ ആയപ്പോഴേക്കും ഞാൻ ഷിർദിയിലെത്തി. ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, പിന്നെ അങ്ങനെ അങ്ങോട്ട് കണക്ഷൻ. അതെ, ഗണേശാനന്ദഗിരി അത് പക്ഷേ 2015-ലാണ്. അന്ന് ഇവിടെ മറ്റേ ഒരു ഫിലിമിങ് നടക്കുകയാണ്, സായി മഹിമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്, പാലക്കാട് ബേസ്. അതെ. അപ്പോൾ അപ്പോൾ ആ സമയത്ത് എന്നോടൊരാൾ ദുബായിൽ നിന്ന് ചോദിച്ചു, ബാബയുടെ കൂടെയുള്ള ആൾക്കാരുടെ ആരെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, ബാബയുടെ കൂടെ ഉണ്ടായിരുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 വയസ്സിന് മേലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ നമ്പർ തന്നു. അപ്പോൾ അതിന് മുന്നേ സായിബാബ ഡെയിലി 6 AM ഇദ്ദേഹം സായിബാബയായിട്ട് സംസാരിക്കും ഫിസിക്കലി. ഇദ്ദേഹം റൂമൊക്കെ അടച്ചിട്ട് ഇദ്ദേഹം സായിബാബയായിട്ട് സംസാരിക്കും. ഗണേശാനന്ദഗിരി ആയിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പവർ ഹൗസ് ആയിരുന്നു അദ്ദേഹം 1911-ലാണ് ജനിച്ചത്. 7 years 8 years ബാബയുടെ കൂടെ ഉണ്ടായി. എന്നിട്ട് പിന്നെ ബാബ സമാധി ബാബ ആ ബുക്ക് അത് കിട്ടിയിട്ടുണ്ടോ? കണ്ട. അതെ. അപ്പോൾ അത് പിന്നെ ആ ബുക്ക് അതിൽ അദ്ദേഹം പിന്നെ ബാബ പറഞ്ഞു മീറ്റ് മോഹൻജി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഹിമാലയത്തിൽ നിന്ന് മറ്റൊരു മോഹൻജി വന്ന് കണ്ടു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഐ മെറ്റ് ഹിം എന്ന് പറഞ്ഞപ്പോൾ ബാബ പറഞ്ഞു അതല്ല, വേറെ ആൾ വരണ്ടേ പറഞ്ഞു, യു ഷുഡ് മീറ്റ് ഹിം. അങ്ങനെ ഇദ്ദേഹം അപ്പോൾ ഞാൻ അവിടെ ഉള്ളപ്പോൾ ഈ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു അസിസ്റ്റൻറ്റിന് കൊടുത്തു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം കുറേ ശിഷ്യഗണങ്ങളൊക്കെ ഉള്ള വലിയൊരു സ്വാമിയായിരിക്കുന്ന. ഇദ്ദേഹം ICUവിൽ കിടക്കായിരുന്നു. അദ്ദേഹം അസുഖമായിട്ട് ഹി വാസ് നോട്ട് ഇൻ ഗുഡ് ഷേപ്പ്, ഹി വാസ് നോട്ട് ഇൻ ഗുഡ് കണ്ടീഷൻ. അപ്പോൾ ഇവർ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം മോഹൻജി എന്ന് കേട്ടപ്പോൾ അവിടുന്ന് തന്നെത്താൻ ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ ഗുരുസ്ഥാനിൽ വന്നു, ബോധം കെട്ട് വീണു. അപ്പോൾ നമ്മൾ അറിയുന്നില്ല ഇത്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന. അപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലാക്കി. ഹോട്ടലുകാരൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ബാബാജി ഇവിടെ ഇരിപ്പുണ്ട്, വേഗം വരാൻ പറഞ്ഞു. ഞാനപ്പോൾ ഈ ഫിലിമൊക്കെ നിർത്തി ഓടിപ്പോയി. അവിടെ പോയപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, ഒരു 5-6 സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് റിസപ്ഷൻ, അതിൻ്റെ സൈഡിൽ ഒരു റൂമുണ്ട്, അവിടെ ഒരു ബെഡുണ്ട്, ബെഡല്ല ഒരു ഇരിക്കാനുള്ളതാണ്, പക്ഷെ അതിൽ കിടക്കും വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ. അപ്പോൾ അവിടെ ബാബാജി തല ഇങ്ങനെ വെച്ച് കിടക്കുന്നുണ്ട്. ഞാൻ കയറി വരുമ്പോൾ പുള്ളി എന്നെ കാണുന്നില്ല. ആവോ മോഹൻജി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നേരെ അപ്പോൾ ഞാൻ ഈ റിസപ്ഷൻ ക്രോസ് ചെയ്താൽ അങ്ങോട്ട് പോയി അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം എനിക്കിരുന്ന് പതുക്കെ സംസാരിക്കാൻ വലിയ വിഷമമായിരുന്നു. വർത്താനൊക്കെ പറഞ്ഞു, ഇങ്ങനെ ബാബ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ആ കണക്ഷൻ അദ്ദേഹം 2016 സമാധിയായി. വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു ഉള്ള സമയത്ത്. അത് അങ്ങനെ ബാബയുടെ പല ലെവലിൽ കണക്ഷൻ വന്നിട്ടുണ്ട്. ഇല്ല, ഇപ്പം അതില്ല, ഇപ്പം ഇല്ല. ഇപ്പം ഐ ഫീൽ ദാറ്റ് ഹി വർക്ക്സ് ത്രൂ മീ. അതെന്താ വെച്ചാൽ നമ്മൾ ഒരു സെപ്പറേറ്റ് അല്ലാത്തൊരവസ്ഥയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. ഞാൻ പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നുള്ള ലെവലിൽ ഞാൻ ചിന്തിക്കാറില്ല. ഐ എം ഡൂയിങ് മൈ വർക്ക്. നമ്മളൊക്കെ നമ്മുടെ പണി ചെയ്യണം. അപ്പോൾ അത് ഈ മാസ്റ്റേഴ്സ് നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്നുണ്ടാവാം, സമയം യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിന് വിട്ടുകൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഞാൻ അത്രേ ഉള്ളൂ. അല്ല, ഓൾ യു ക്യാൻ ഡു ഈസ് ടു ബി അവൈലബിൾ. നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അത്രയും ഭയങ്കര കഴിവുണ്ടെന്നൊക്കെ വിചാരിച്ചാൽ അവർ പറയും ഒക്കെ എന്നാൽ നീ ചെയ്യുമെന്ന് പറയും. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. മറ്റതല്ലെങ്കിൽ നമുക്ക് ലിമിറ്റേഷനും ഇല്ല, അല്ലേ? നമ്മളങ്ങനെ we will continue to do what നമ്മൾ കർമ്മത്തിന് വേണ്ടി തയ്യാറായിരിക്കും. അതെ, ബീങ് അവൈലബിൾ. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. വ്യാധന്റെ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇറച്ചി വിട്ടുകാരനായിട്ട് പോലും അദ്ദേഹത്തിന് ഇത്രയും വലിയ പരമപദം പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതെ, അവൈലബിൾ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന അഹിംസ എന്നുള്ളതാണ് എൻ്റെ മെയിൻ. കാരണം അതാണ് ഇപ്പോൾ ലോകത്തിന്
ഏറ്റവും കൂടുതൽ ഒരു ഹിംസാത്മകമായിട്ടുള്ള അത് ഈ അൺകോൺഷ്യസ് നേച്ചറിൻ്റെ ഒരു സ്വഭാവം. അത് നമ്മൾ എപ്പോഴും ബോധമില്ലാത്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വളരെ ഹിംസാത്മകമായിട്ട് പെരുമാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കൂടുതൽ കോൺഷ്യസ് ആവും തോറും നമ്മൾ ഒരിക്കലും വയലൻസിൽ പോകില്ല. ചട്ടമ്പി സ്വാമികളുടെ ദർശനങ്ങളിലും അദ്ദേഹം അഹിംസയാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ അതിൽ വളരെ രസകരമായൊരു സംഗതിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുകളിലായിട്ട് ഒരു ചിലന്തി ഇങ്ങനെ ഇത് കെട്ടുന്നതുകൊണ്ട് സുഗതകുമാരി ടീച്ചറിന്റെ അച്ഛൻ ഈ ഒരു വീശറി എടുത്ത് തന്നെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരാണ് അതിന് അധികാരം തന്നത്? കാരണം നീ വരുന്നതിന് മുമ്പേ ഇവിടെ ഉള്ള ആൾക്കാരാണ് അവർ എന്തിനാണ് അത്രയും അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞ ഒരുപാട് ആൾക്കാരാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മളന്ന് മനുഷ്യനെ തന്നെ വെറുതെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല ട്രസ്റ്റ് ഇല്ലാണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ നോക്കി എത്രയോ സെക്യൂരിറ്റി എത്രയോ കാര്യങ്ങളല്ലേ നമുക്ക് ആരെ ഇപ്പം ഭീതി എന്നൊക്കെ വരുന്നത് ട്രസ്റ്റിൻ്റെ ഒരു ഇതല്ലേ. നമ്മുടെ ഒരാളെ വിശ്വാസം ഇല്ലാണ്ടായി വിചാരിക്കും. നമ്മളൊരു വ്യക്തിയെ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് സൊസൈറ്റിയിൽ അതല്ല ഇത്രയും കളവ് വഞ്ചന കാര്യങ്ങളൊക്കെ ഇതൊക്കെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ലൈഫിൻ്റെ എക്സ്പ്രഷൻസ് ആണല്ലോ. നമ്മുടെ മഹാഭാരതത്തിൽ തന്നെ ഇപ്പൊ കർണൻ എങ്ങനെ ആയിരിക്കണം, കർണനെ പോലെ ആവുക എന്ന് പറയും. കർണനാണ് ട്രസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ വാക്കായിട്ട്. നമ്മള് മൃഗങ്ങളിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പട്ടി അല്ലെ, അത് തന്നെ ആ ഒരു രൂപം എടുത്ത് യുധിഷ്ഠിരനെ പരീക്ഷിക്കുന്ന ഒരു രംഗം വരെ. അതാണ് അത് മൃഗങ്ങൾക്ക് ഒരിക്കലും അവരുടെ നേച്ചർ വിട്ടിട്ട് പോകുന്നില്ലല്ലോ. അവർക്ക് ഇപ്പോൾ ഒരു സിംഹത്തിൻ്റെ നേച്ചർ തന്നെയാണ് ജന്മം മുതൽ മരണം വരെ. സിംഹം ഒരിക്കലും വിചാരിക്കില്ല ഞാൻ ഒരു ആനയായി കളയാം കുറച്ച് ദിവസം, അത് പറ്റില്ല. അപ്പം നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ നേച്ചർ വിട്ടിട്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും സ്റ്റെബിലിറ്റി ഇല്ലാത്തത്. ഇപ്പോൾ ഒരു നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസ് നോക്കും. അപ്പോൾ നായയാണെങ്കിലൊക്കെ നമ്മൾ ഒരിക്കലും അതിനൊരു ചേഞ്ച് ഇല്ലല്ലോ. അത് ലവ് എന്ന് പറഞ്ഞാൽ ലവ് തന്നെയാണ്. അത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷനാണ്. അത് സ്റ്റേബിളാണ്. അത് നേച്ചറിൽ അധിഷ്ഠിതമായി ചെയ്യുന്നതൊക്കെ സ്റ്റേബിൾ ആയിരിക്കും. അതെ, ഇപ്പൊ നമ്മുടെ ഈ മനുഷ്യ രൂപത്തിൽ ജീവിക്കുന്ന പലരും മനുഷ്യരല്ല. അങ്ങനെയുള്ളൊരു സങ്കല്പമല്ല. റിയാലിറ്റിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. പരമഹംസദേവൻ കുറെ ആളുകൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഓരോന്നിന്റെയും ജീവികളുടെ പേരാണ് പറയുന്നത്. ഒരുപാടുണ്ട്. അതെന്ത് പ്രിഡോമിനന്റ് ഭാവം എന്താണോ പ്രിഡോമിനന്റ് ഫ്രീക്വൻസി ആ ഒരു നമ്മളിപ്പം ഈ അതപ്പതിക്കുക എന്നൊക്കെ പറയുമല്ലോ, അതായത് ഡീജനറസി എന്നൊക്കെ. അതെ, അത് ഈ നമ്മളെ ഫ്രീക്വൻസി ഷിഫ്റ്റാണ് ഈ പറയണത്. അപ്പം നമ്മൾ ഒരു ഹയർ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ കമ്പാഷൻ, കൈൻഡ്നെസ്, സെൽഫ്ലെസ്നെസ് എന്നുള്ള ഫ്രീക്വൻസി ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു അധമമായ ചിന്ത ഉണ്ടാവാൻ പറ്റില്ല. ഒരു അധമമായിട്ടുള്ള ചിന്ത ഉണ്ടാവില്ല. പക്ഷേ അതേസമയത്ത് ഗ്രീഡ്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ആ ലെവലിൽ വരുമ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടാവും, വരുമല്ലോ. ആ ഫ്രീക്വൻസി താണേ വരുള്ളൂ. അത് എസ്പെഷ്യലി മരിക്കുന്നതിന് മുന്നേയുള്ള നമ്മുടെ ഭാവം അത് വല്ലാതെ ബാധിക്കും അടുത്ത ജന്മത്തിനെ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഈ പുരുഷാർത്ഥത്തിൽ സന്യാസം പറയുന്നത്, കണക്ടിങ് ടു കോൺഷ്യസ്നസ് ആൻഡ് ഇൻ എ സ്റ്റേബിൾ വേ, എന്നിട്ട് ഡിസോൾവ് ഇൻ ടു കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. ചട്ടമ്പി സ്വാമികളൊരു സദ്യ കഴിക്കാൻ പോയ ഒരു അനുഭവം പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആൾക്കാർ വരുമെന്ന് പറയുന്നു. പക്ഷെ വന്നതെല്ലാം കുറെ പട്ടികളായിരുന്നു. അപ്പൊ ഈ സദ്യ ഓഫർ ചെയ്ത ആളിന് വളരെ വിഷമമായി. ഇങ്ങനെ ആക്ഷേപിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എടാ, ഇതൊക്കെ കഴിഞ്ഞ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, വലിയ വലിയ പ്രമുഖന്മാരാണ്. പക്ഷെ അവർ ഈ ജന്മത്തിൽ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ അങ്ങയുടെ ഈ എന്താണ് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ അങ്ങയുടെ പവർ ഓഫ് പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം. പരിശുദ്ധി, അത് ഞാൻ പറയുന്നത് പരിശുദ്ധി നമ്മൾ എല്ലാത്തിലും വേണം. ഏറ്റവും കൂടുതൽ വേണ്ടത് പരിശുദ്ധി നമ്മുടെ ഇൻറ്റൻഷനിലാണ്. നമ്മുടെ സങ്കല്പത്തിന് ശുദ്ധി വേണം, നമ്മുടെ പ്രവൃത്തിക്ക് ശുദ്ധി വേണം, കർമ്മത്തിന് ശുദ്ധി വേണം, വാക്കിന് ശുദ്ധി വേണം, എല്ലാം ശുദ്ധി വേണം. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് റിഗ്രറ്റും ഗിൽറ്റും ഉണ്ടാവില്ല. ഈ റിഗ്രറ്റും ഗിൽറ്റുമാണ് നമ്മളെ ഭൂമിയിലേക്ക് വലിച്ചു താത്തണത്. അതായത് ഇനി ജന്മം എടുക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഇതേപോലത്തെ പല പല കാര്യങ്ങളുണ്ട്. ഹെവി ഇമോഷൻസ്, അത് വികാരങ്ങൾ, പല പല വികാരങ്ങൾ. നമുക്ക് എന്ത് വികാരവും അത് സാരമില്ല, കാരണം അതൊക്കെ വരുന്നതിന് വരട്ടെ. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കോഫി വേണം എന്ന് പറഞ്ഞാൽ കോഫി കുടിച്ചുകൊണ്ട് ഒരു വിരോധമില്ല. അങ്ങനെ ഒരു പ്രോമിനൻ്റ് ആയിട്ടൊരു ചിന്തയുണ്ടെങ്കിൽ അത് നടത്തിക്കോളും, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ റെഗുലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ ഒരു വിരോധമില്ല. സപ്രസ് ചെയ്യാൻ ഇരിക്കുക വേണ്ട, സപ്രസ് ചെയ്യരുത്, അമർത്തി വെക്കരുത്. കാരണം അത് അമർത്തി വെക്കുന്നൊക്കെ പോസ്റ്റ്പോൺമെന്റ് ആണ്, പിന്നീട് തിരിച്ചു ചെയ്യേണ്ടി വരും. ശ്രീയമ്മന്റെ ബുക്കിൽ പറയുന്നുണ്ട്, ഒരു ബിരിയാണി കഴിക്കണം തോന്നി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്ത ഒരു ജന്മം ബിരിയാണിക്ക് ജനിക്കേണ്ടി വരും. അല്ല, എല്ലാ കാര്യവും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ഈ ബോൺ അഡിക്ട്സ് എന്നൊക്കെ പറയണതല്ലേ, ജനിച്ചതേ ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം അത്രയും സപ്രസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഒരു ശരീരം എടുക്കുന്ന ഇത് പൂർത്തീകരിക്കാനാണ്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് പോവുകയാണ് നല്ലത്. ഒന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ അജൻഡാസ് ഒന്നും വെക്കാതിരിക്കുക. പിന്നെ കഴിയുന്നതും
നമ്മളൊരു വ്യക്തിയെ താണ് കാണാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരിലും ഈക്വൽ തന്നെയായിട്ട് കാണണം. അതിൽ നമ്മൾ അങ്ങനെ ഒരു ഞാനൊരു വലിയ ആളല്ലേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ നമ്മൾ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പോയിട്ട് വേറെ വേറെ ഫ്രീക്വൻസിയിലേക്ക് പോകും നമ്മൾ. അതെ മോഹൻജി, മാധവ സേവ എന്ന് പറയുന്ന മാനവ സേവ തന്നെയാണ് എന്നുള്ളതാണ് ഒരു ഭാരതീയ ആപ്തദർശനം എന്ന് പറയുന്നത്. അത് എപ്രകാരത്തിലാണ്? അപ്പോൾ അങ്ങ് അമ്മു കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ മൂവ്മെന്റിലൂടെ ഏറ്റവും വലിയൊരു മാനവ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ എക്സ്പീരിയൻസിൽ എന്താണ്? എപ്രകാരത്തിലാണ് അങ്ങ് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ അത് അറിയാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വാക്വം മാറിയിട്ട് പകരം ഒരു വലിയ നിറവ് അവിടെ സംഭവിക്കും. അങ്ങയുടെ എക്സ്പീരിയൻസ് എന്താണ്? അത് അമ്മുക്കർ ഞാൻ ഒരു ഫൗണ്ടേഷനും തുടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. 2000 അമ്മു മരിച്ചുപോയി. പിന്നെ അങ്ങനെ സീരീസ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പോൾ ഒരിക്കലും ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നോ അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ ഹിമാലയത്തിലുള്ള സമയത്ത് ഒരു സ്വാമി എന്നോട് പറഞ്ഞു, ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞു. അതൊരു കാഷ്വൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനപ്പോൾ വിചാരിച്ചു, ഓക്കെ ചിൽഡ്രൻ ഓഫ്, അപ്പോൾ കുട്ടികളെ കുറിച്ചായിരിക്കും പറയണത്, കാരണം അമ്മു കുട്ടിയായിരുന്നല്ലോ, 4.5 വയസ്സുണ്ടായിട്ടു. അപ്പോൾ പിന്നീട് മനസ്സിലായി ചിൽഡ്രൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളൊക്കെ എവരിബഡി ആർ ചിൽഡ്രൻ ഓഫ് എർത്ത്. അപ്പോൾ അങ്ങനെ ആണ് അമ്മു കെയർ എന്നൊരു സംഘടന, ഒരു പ്ലാറ്റ്ഫോം പ്ലാൻ. അതിന് മുന്നേ ഞാൻ പല ഡിഫറെൻറ്റ് ഓർഗനൈസേഷനായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അതിൽ ഞാൻ കണ്ടത് അധികവും ഒരു വലിയ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ടാവും പല ഓർഗനൈസേഷനിലും. അതായത് $100 കിട്ടിയാൽ അതിൽ $60 അവരുടെ അഡ്മിനിസ്ട്രേഷന് ചിലവാകും. ബാക്കി 40 വെച്ചിട്ട് അവർ ചാരിറ്റി വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതമായിട്ടുള്ള ബയാസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ജാതി മതവും ഒരു കാര്യവും ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ മതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴങ്ങൾ അല്ലെങ്കിൽ മരത്തിൻ്റെയൊക്കെ മതമല്ലേ, ഇതേ മതം തന്നെയാണ് എൻ്റെ മതവും. അതായത് നേച്ചറിൻ്റെ, പക്ഷികളുടെ എന്താ മതം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ മതം എന്താണ്, നേച്ചറിൻ്റെ മതം എന്താ, അത് തന്നെയാണ് എൻ്റെ മതം. കാരണം ഒക്കെ നമുക്ക് മരിച്ചു പോണ ഇതല്ലേ നമ്മുടെ ഇത്ര കാലല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബിയോണ്ട് കാസ്റ്റ്, കൺട്രി, കൾച്ചർ, കളർ, റിലിജിയൻ, ലാംഗ്വേജ്, ഇതിൻ്റെ ബിയോണ്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ലതൊരു പ്ലാറ്റ്ഫോമാണ്. ഐ ക്രിയേറ്റഡ് എ പ്ലാറ്റ്ഫോം. അതായത് നമ്മളൊരു പ്രോജക്റ്റ് ആ പ്ലാറ്റ്ഫോമിൽ വയ്ക്കും. അത് നമ്മുടെ ഒരു സുഹൃത്ത് വലയം അത് കാണും. എല്ലാവർക്കും അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഒരാളെയും ഫോൺ ചെയ്യില്ല, വിളിക്കില്ല, ആവശ്യപ്പെടില്ല. അപ്പോൾ അവർക്ക് തോന്നുന്നതൊക്കെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ചാരിറ്റി ചെയ്യുള്ളൂ. ഇപ്പോൾ പ്രോജക്റ്റിന് $50,000 പ്രോജക്റ്റ് കോസ്റ്റ് വിചാരിക്കും. അതിൽ എനിക്ക് കിട്ടിയ പൈസ 35,000 ആണെങ്കിൽ 35,000 ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് ഞാൻ പൈസ തരാമെന്നൊന്നും പറയില്ല. മാത്രമല്ല ഇത് മുഴുവൻ ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കാരണം എനിബഡി ക്യാൻ സീ, എവരിബഡി ഓഡിറ്റഡ് ആണ്, എല്ലാം ആണ്. കാരണം എൻ്റെ മരണശേഷവും ഇതങ്ങനെ നടക്കണമെങ്കിൽ നമ്മളത് ട്രാൻസ്പാരൻ്റ് ആക്കി വെക്കണം. അപ്പോൾ അങ്ങനെ അമ്മു കെയർ ഓരോ പോക്കറ്റ്സിൽ അവരവർക്ക് ചെയ്യാവുന്ന വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ തന്നെ ഫണ്ട് റേസ് ചെയ്യും, അവർ തന്നെ അത്. അപ്പോൾ അങ്ങനെ 31 രാജ്യത്തുണ്ട് ഇപ്പോൾ ആക്ട് ഫൗണ്ടേഷൻ. അമേരിക്കയിലുണ്ട്, പെറുവിലുണ്ട്, എല്ലായിടത്തും നമ്മൾ ഒരുപാട് രാജ്യത്തുണ്ട്. ആമസോൺ ഫോറസ്റ്റിനകത്ത് അടക്കുന്നുണ്ട്. ആമസോൺ ഫോറസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് സൗത്ത് അമേരിക്കയിൽ. അപ്പോൾ ഇതെല്ലാം സ്പ്രെഡായത് ഇതേപോലെ സ്പ്രെഡായതാണ് ബിക്കോസ് ഓഫ് ആക്ടിവിറ്റി. അത് ട്രാൻസ്പാരൻ്റ് ആയി കണ്ടതുകൊണ്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ പെറുവിൽ ഇപ്പോൾ എന്താ നടക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത് അവരുടെ ലോക്കൽ ടീം അവിടെ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇതെല്ലാം 100% വോളണ്ടിയർ ബേസ്ഡാണ്, 100% ഡൊണേഷൻ ബേസ്ഡാണ്. പക്ഷേ അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ ആരും വിളിച്ച് പൈസ മേടിക്കരുത്. അവർ വോളണ്ടറി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ചാരിറ്റി ചെയ്യാവൂ. അപ്പോൾ അത് അവിടെ ക്ലോസ് ആയി. അത് പിന്നെ ഫണ്ട് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോഴൊക്കെയാണ് ഈ മിസ്യൂസ് വരുന്നത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റി വന്നു അതിൻ്റെ ഫണ്ട് അവിടെ പോയി, അത് മുഴുവൻ ട്രാൻസ്പാരൻ്റ് ആണ്, അത് ട്രേസ് ചെയ്യാൻ പറ്റും, ഓഡിറ്റും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞു. 31 രാജ്യത്ത് ഇപ്പോൾ ഉണ്ട്. അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 23 സ്റ്റേറ്റിലുണ്ട്. ഇന്ത്യയിൽ ആക്ടിവിറ്റി കേരളത്തിൽ പാലക്കാട് ബേസ്ഡ് ആണ്. പക്ഷേ പാലക്കാട് ഇതിൻ്റെ ഇത്രയും അതെ. അപ്പോൾ എല്ലായിടത്തും അവരവരുടെ സ്റ്റേറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പാരലായിട്ട് മോഹൻജി കാ ആംഗൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ജമ്മുവിൽ ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയതാണ് അന്ന്. ഇത് കുറേ മുന്നേ, അതായത് ഈ ക്രോസ് ഫയറിലൊക്കെ മരിക്കുന്ന ആൾക്കാരുടെ കുട്ടികൾ, അനാഥരായ കുട്ടികൾ അങ്ങനെ തുടങ്ങിയതാണ്.
അവിടെ ഇപ്പോൾ എല്ലാം കൂടി ഒരു 1000-2000 കുട്ടികളുണ്ട് ഇപ്പോൾ അത് ഡൽഹിയിലുണ്ട്, പൂനെയിലുണ്ട്, ബോംബെയിൽ മറ്റേ പല സ്ഥലത്തുണ്ട്, ഭോപ്പാലിലുണ്ട്. അപ്പോൾ ഈ ആംഗൻ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കും, അങ്ങനെ. അത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൊന്നുമില്ല, വീടൊന്നുമില്ല, അവരവരുടെ വീട്ടിൽ പോകും. പക്ഷേ എന്നാലും നമ്മുടെ അവിടെ വന്നിട്ട് നമ്മൾ അവരെ നോക്കും, അവർക്ക് മറ്റേ ഫുഡ്, മെഡിസിൻ, സപ്പോർട്ട് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് പലതും. ഇപ്പം നമ്മളിപ്പോൾ ഡൽഹിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസാസ്റ്റർ അഡ്മിനിസ്ട്രേഷൻ സ്കൂളുകളിൽ പഠിപ്പിക്കുക. അതായത് ഒരാൾ ബോധം കെട്ട് വീണാൽ മുതൽ ഒരു എർത്ത് വന്നാലോ, പിന്നെ സ്ഫോടനങ്ങൾ വന്നാലോ, അഗതി വന്നാലോ എന്ത് ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ മറ്റേ എയർഫോഴ്സും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പല കാര്യങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. ഫ്രൂട്ട് ട്രീ പ്ലാന്റേഷൻ അതുണ്ട്. അത് കാരണം ഞാൻ ഈ ഒരുപാട് മൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം ഈ കാട്ടിൽ ഭക്ഷണമില്ല അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഐഡിയ വന്നത് ഞാൻ സൗത്ത് ആഫ്രിക്കയിലിരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അവിടെ സുളു ട്രൈബ് ആയിട്ട് അതിൽ പ്രിൻസായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റ്സ് പ്ലാന്റ് ട്രീസ്. അപ്പോൾ ഞാൻ ഭൂമി തരാം, ആ ഭൂമി അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഐലൻഡായിട്ട് ഫ്രൂട്ട് ട്രീസ് വെക്കാനുള്ളത്. അത് പിന്നെ വ്യാപിച്ച് ഇപ്പോൾ അമേരിക്കയിലുണ്ട്, ടർക്കിയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊല്ലം 1000 ചില്ലാനും ചെടി നടുന്നുണ്ട്. അതിപ്പോൾ 3-4 കൊല്ലമായി ചെയ്യുന്നുണ്ട് നമ്മൾ ടർക്കിയിൽ. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു 50,000-60,000 ചെടി നട്ടിട്ടുണ്ടാവണം. അതിപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കേണ്ടത്. അത് നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് മാത്രമേ പ്ലാന്റ് ചെയ്യുള്ളൂ. അത് ഫോറസ്റ്റ് ഏരിയാസിലും സബേബ്സിലൊക്കെയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് റിച്ച് ഫോറസ്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശം. അത് നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള നല്ല ഒരു പിന്നെ വെൽത്തി ഫുഡ് വൈസ് വെൽത്തി ആയിട്ടുള്ള ഫോറസ്റ്റ്. അപ്പം മൃഗങ്ങളൊക്കെ അവിടെ തന്നെ. അപ്പോൾ അത് എല്ലാ ഇക്കോളജിയും നല്ല ലെവലിൽ ഇതാക്കാനാണ്. ഞാനിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രൈബൽ അലയൻസ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ബ്രസീലിലായിരുന്നു, മറ്റേ ഇപ്പം അല്ല, കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ നവംബറിൽ ബ്രസീൽ. അപ്പോൾ അന്ന് ഞാൻ ട്രൈബൽ ആൾക്കാരെ, ആമസോണിയൻ ട്രൈബൽസ്, അങ്ങനെ അവരും സുളു ട്രൈബ്സും പിന്നെ ഓസ്ട്രേലിയയിൽ അബോറിജിനൽ ആ ഒരു ട്രൈബൽ ഗ്രൂപ്പ് കൊടുത്തിട്ട് ടു പ്രൊട്ടക്ട് ദ ഫോറസ്റ്റ്. അത് വെച്ചിട്ട് അവരാണല്ലോ ഗാർഡിയൻസ് ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ അവരുടെ തന്നെ സ്കിൽസ് വെച്ചിട്ട് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ പല ട്രൈബ്സും ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ കൾച്ചർ നശിച്ചു പോകുന്നുണ്ട്, അതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വി ആർ ട്രൈങ് ടു എത്ര റിച്ച് ആണ് അവരുടെ ഒരു സംസ്കാരം. നമ്മൾ ഉബുണ്ടു എന്ന കോൺസെപ്റ്റ് തന്നെ അവരിൽ നിന്നാണ് നമ്മൾ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതെ. അപ്പോൾ ഇത് അങ്ങനെ പല ഡിഫറെന്റ് ലെവൽസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങ് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇതുപോലെ വളരെ പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരാളുണ്ട്, ശരിക്കും ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു അസ്ട്രോളജറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പറമ്പിൽ നിങ്ങളൊരു 10 വാഴ വയ്ക്കുക, വെച്ചിട്ട് അതിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് അതിൽ 5 എണ്ണം നിങ്ങൾ എടുത്തോളൂ, ഈ 5 എണ്ണം അവിടെ തന്നെ നിർത്തി വയ്ക്കണം, ബാക്കിയുള്ള പക്ഷികളും ബാക്കിയുള്ള കഴിക്കാനാണ്. അപ്പോൾ ഇത് കുറേ നാൾ ഇയാൾ സ്ഥിരമായിട്ട് ചെയ്തപ്പോഴും ഇയാളുടെ പല രോഗങ്ങളും മാറിയതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്ര മനോഹരമായ ഒരു സങ്കല്പമാണ്. കുറച്ച് നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ എടുക്കുക, ബാക്കിയുള്ളത് കൊടുക്കുക. നമ്മുടെ ആക്ട് ഫോർ ഹങ്കർ ഉണ്ടല്ലോ, അത് ഇതാണ് കൺസെപ്റ്റ്. അതായത് പിന്നെ ബീയിങ്സ് ഓഫ് വാട്ടർ, ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക ഡെയിലി. പിന്നെ ബീയിങ്സ് ഓഫ് എയർ, മറ്റേ ഇവിടേക്ക് പറവകൾക്ക് ഭക്ഷണം കൊടുക്കുക. പിന്നെ ബീയിങ്സ് ഓഫ് എർത്ത്, സ്ട്രേ ആനിമൽസിനൊക്കെ ഭക്ഷണം കൊടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഈ വേനൽക്കാലത്ത് ഒരു മഗ്ഗില് വെള്ളം നിറച്ച് വയ്ക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യം ഒരുപാടുണ്ട്. അതെ, ചിന്തിക്കണ്ടെങ്കിലും പക്ഷേ അത് എത്ര വലിയ സർവീസാണ്. തീർച്ചയായിട്ടും. അതിപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിൽ, ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്നലെ വന്നത്, എത്രയോ ആയിരക്കണക്കിന് പക്ഷികളാണ് വരിക നമ്മുടെ ആശ്രമത്തിൽ. അവിടെ ആയിരക്കണക്കിന്, അത്രയധികം. അവിടെ നമ്മൾ എപ്പോഴും രാവിലെ 6 മണിക്ക് നമ്മൾ ഫുഡൊക്കെ അവിടെ വിതറും. ഇഷ്ടമാതിരി പക്ഷികൾ അവിടെ. ഇപ്പം ഈവൻ എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ള പക്ഷികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യണം. എപ്പോഴും നമ്മൾ റൈറ്റ്സേ പറയുള്ളൂ, നമ്മൾ നമ്മുടെ അർഹതപ്പെട്ടതെന്നേ പറയുള്ളൂ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് പറയണില്ല. അതാണ് പഠിപ്പിക്കേണ്ടത്. If everybody is responsible, there will be no wars. What we give it to others, not to taking from Absolutely. അത് പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. ബി റെസ്പോൺസിബിൾ ആൻഡ് ഷോ റെസ്പോൺസിബിലിറ്റി. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റാണ്. എത്രയും കൂടുതൽ ഞാൻ എൻ്റെ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ. അതാണ് ചിത്രം വരയ്ക്കുമ്പോൾ അതിന്റെ ചുറ്റാകെ എപ്പോഴും പക്ഷികളും മൃഗങ്ങളും ഇങ്ങനെ നിൽക്കുന്നത്. അത് ഏറ്റവും മഹത്തായ ഒരു സങ്കല്പമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. അല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻ, ദത്താത്രേയ ട്രഡീഷൻ, അവധൂത ട്രഡീഷനിൽ ഇത് അതിൻ്റെ ഭാഗം കൂടിയാണിത്.
അതിപ്പോൾ അങ്ങനെ ആരും ദത്താത്രേയ ട്രഡീഷനാണ് വെച്ചാൽ അവധൂതരുടെ പാത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലും കംപ്ലീറ്റ്ലി എം ടി, പുറത്തുള്ള ഇത് എം ടി, ഫുള്ളി ഡിറ്റാച്ച് ഫ്രോം ദ വേൾഡ് ഔട്ട് സൈഡ് ആൻഡ് ഫുള്ളി ഡിറ്റാച്ച് ഫ്രോം ദ വേൾഡ് ഇൻസൈഡ്. ആ ലെവലിലുള്ള ഒരു എംറ്റിനെസ്സിലാണ്, അതാണ് നമ്മൾ ഞാൻ പഠിപ്പിക്കുന്ന മെയിൻ കാര്യം. അതാണ് ഞാൻ ഡിസൊല്യൂഷൻ പാത്ത് എന്ന് പറയാൻ കാരണം. സമ്പൂർണ്ണമായിട്ടുള്ള, അതായത് മറ്റേ നിർബീജ സമാധി ലെവലിലേക്ക്. അപ്പോൾ അതിൽ എവ്രിബഡി ഈസ് പാർട്ട് ഓഫ് യു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ സാധന ടു ബി അവൈലബിൾ ടു എവ്രിബഡി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ പശുവും കുട്ടിയൊക്കെ ഉണ്ട് മറ്റേ ഇവിടെ. അത് അവിടെ ഒരുപാട് പെർമിഷൻസ് വേണം ഓസ്ട്രേലിയയിൽ. കാരണം ഫാർമേഴ്സ് പെർമിഷൻ അതൊക്കെ വേണം. അതൊക്കെ നമ്മൾ കൊടുത്ത് എത്തിയിട്ടുണ്ട് അവർ. ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ അവരും നമ്മുടെ പോലത്തെ ആൾക്കാരെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണത്. മറ്റേ ഈ ഡയറി ഫാംസിലൊക്കെ ഒരു പശുവും സമാധാനമായിട്ട് നിൽക്കണില്ല. അതിനെ ഫോഴ്സ്ഫുള്ളി ഇംപ്രഗ്നേറ്റ് ചെയ്യും, കുട്ടി അപ്പം തന്നെ എടുത്ത് മാറ്റും. അപ്പോൾ 9 മാസമായിട്ടുള്ള ആ അമ്മയുടെ കണക്ഷൻ ആ കുട്ടിയായിട്ടുള്ളത് ഒരു മണിക്കൂർ പോലും ആ കുട്ടിയെ കിട്ടുന്നില്ല. എന്നിട്ട് ആ അമ്മ എപ്പോഴും കരയാണ്. അതായത് നോക്കിയോ ഡയറി ഇൻഡസ്ട്രി. ഞാൻ എപ്പോഴും എനിക്ക് വളരെ അത്ഭുതമായി തോന്നാറുള്ളത് 8 ബില്യൺ ആൾക്കാരെ പരിപാലിക്കാൻ 80 ബില്യൺ ആനിമൽസിനെയാണ് ഒരു കൊല്ലം കൊല്ലുന്നത്. 8 ബില്യന് വേണ്ടിയിട്ട് 80 ബില്യൺ. ഇതാണ് അൺകോൺഷ്യസ് കലികാലത്തിന്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിൽ ഏത് മുക്കാൻ കോണറിൽ പോയാലും നമുക്ക് ഇത് കിട്ടും. നമ്മൾ അത്രയും ഒരു ദിവസം എത്ര എണ്ണത്തിനാണ് സ്ലോട്ടർ ചെയ്യണമെന്ന് ആലോചിച്ച് നമുക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇവരൊക്കെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരായിരുന്നു. ഈ ഡെഡ് ബോഡി എല്ലാവർക്കും അവരവരുടെ ഫുൾ ലൈഫ് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും 8 ബില്യൺ ആൾക്കാർക്ക് വേണ്ടി 80 ബില്യൺ ഒരു ആനിമൽസിന് ഒരു കൊല്ലം കൊല്ലുന്നുണ്ടെങ്കിൽ ആ 80 ബില്യൺ ആനിമൽസിന് കൊടുക്കാനുള്ള ഭക്ഷണം നമ്മൾ 8 ബില്യന് കൊടുക്കുകയാണെങ്കിൽ എത്രയോ കൊല്ലങ്ങൾ അവർ നിൽക്കും. അവരെ ഗ്രെയിൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ കംപ്ലീറ്റ് ട്വിസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവരെ പിടിച്ചു വാങ്ങിയിട്ട് അവരെ നമ്മൾ കൊന്നുകളയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു യാത്ര ചെയ്തപ്പോൾ ഇപ്പോൾ കേരളത്തിന്റെ മുകളിൽ ഒരു വലിയൊരു ഡാർക്ക് പാൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. കാരണം അത് ഡെയിലി ഇവിടുത്തെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഈ പറഞ്ഞ സ്ലോട്ടറിംഗ് പലപ്പോഴും നടക്കുന്നത്. രാവിലെ 3:30 ഇടയിലാണ് ഈ സ്ലോട്ടറിംഗ് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ പെർ ഡേ എത്ര എണ്ണത്തിന് കൊല്ലുന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ റിയൽസ് ആൻ അലാമിംഗ് സിറ്റുവേഷൻ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണല്ലോ. അത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറ്റിയേ പറ്റുള്ളൂ. അത് നമ്മൾ ഇത് അറിയണം. കാരണം എവ്രിബഡി വാണ്ട് ടു ലിവ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം എന്നുള്ളതാണ്. കാരണം ആ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു വരുന്നതെല്ലാം വികലമായുള്ള കാഴ്ചപ്പാടുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക്. അത് ലീഗലൈസ് ചെയ്തു നമ്മൾ. ഇറ്റ്സ് ഓക്കെ ടു കിൽ എന്ന് പറയുകയാണേ, അതാണ് തെറ്റ്. നോട്ട് ഓക്കെ ടു കിൽ. കാരണം എല്ലാ ജീവജാലങ്ങളും അവരവർക്ക് ഫുൾ ലൈഫ് ജീവിക്കാനുള്ള അർഹതയുണ്ട്. നമുക്ക് മാത്രമല്ല. എന്നിട്ട് നമ്മളെല്ലാ ഡിസീസസും ഏറ്റുകയറ്റുകയാണ്. എന്നിട്ട് മരുന്ന് കുറേ കഴിക്കണോ ഒന്നും പറയണ്ട. സാധാരണ ആൾക്കാർ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാറുണ്ട്, കൊന്ന പാപം തിന്നാ തീരുമെന്ന് പറയും. പക്ഷെ തിന്നാലല്ല തീരുന്നത്, തിന്ന് തീർക്കുന്നതാണ്. നമ്മളെ തന്നെ ഉള്ളിൽ തിന്ന് കാർമിക് ഇതായിട്ട് നമ്മളെ തിന്ന് തീർക്കുന്നതാണ് ഒരു യഥാർത്ഥത്തിൽ ഡേഞ്ചറസ് വേ ഓഫ് എക്സിസ്റ്റിംഗ്. അതെ, ഇപ്പോൾ ഈ സീ ലൈഫും കുറേ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഒരുപാട് ട്രോളിങ് വന്നിട്ടേ എത്രയാ ഡെഡ് ഫിഷസ് എന്നറിയാമോ. എല്ലാം നമ്മൾ ഇക്കോളജി നശിപ്പിച്ചിരിക്കണം. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞു വരുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിന്റെ വികലമായ ചിന്തകളാണ് പലപ്പോഴും ഫോൾട്ടി തോട്ട്സ് ആണ് അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പ്രവൃത്തികളിൽ പോലും നമുക്കറിയാം എവിടെയൊക്കെ നമുക്കൊരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നടക്കുന്ന ഒരു കാര്യം സാധാരണയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിത്തവൃത്തി നിരോധിത്വം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങയുടെ ഒരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു, ഹൗ ടു കൺട്രോൾ ദി തോട്ട്സ് എന്നുള്ളത് അങ്ങയുടെ ചില ടെക്നിക്സ്. അല്ല, അങ്ങനെയല്ല. മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്, മൈൻഡിനെ ആക്സെപ്റ്റ് ചെയ്യണം. മൈൻഡിന് ബാക്കിൽ ചില ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് മൈൻഡ് അജിറ്റേറ്റഡ്. നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും അത് നമ്മുടെ ഉള്ളിൽ സബ്സ്ട്രാറ്റത്തിലുണ്ട്. ഈ ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ ചിത്തം സബ്സ്ട്രാറ്റമാണ്. അത് മൈൻഡ് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചിത്തത്തിലേക്ക് വരാതിരിക്കണമെങ്കിൽ ആ സാധനം ഇല്ലാണ്ടിരിക്കണം. അപ്പോൾ സ്റ്റോറേജ് ഇല്ലാതിരിക്കണം. ആ സ്റ്റോറേജ് ഇല്ലാതിരിക്കണമെങ്കിൽ പ്രസൻറ്റിൽ ജീവിക്കണം. യു ഷുഡ് ബി ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ എക്സിസ്റ്റൻസ് ഇൻ പ്രസൻറ്റ് ആവണം. അതിൻ്റെ ഒപ്പം തന്നെ ലെറ്റിംഗ് ഗോയും വേണം. അതായത് ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു, അതിൻ്റെ ബേർഡൻ ക്യാരി ചെയ്യരുത്. ഫോർഗീവിങ് ആൻഡ് ഫോർഗെറ്റിംഗ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും റിഹേഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റില്ലല്ലേ ജീവിതത്തിൽ ഒരു കാര്യവും റിഹേഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് വരുന്നതനുസരിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് തെറ്റായും തോന്നുകയാണെങ്കിൽ അത് പിന്നീട് കറക്റ്റ് ചെയ്യണം. അല്ലാണ്ട് അതിൻ്റെ ബേർഡൻ ക്യാരി അല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ മൈൻഡ് എപ്പോഴും എംപ്റ്റി ആയിട്ട് വയ്ക്കുക. മൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ലോഡ് ചെയ്യാതിരിക്കുക. ഓരോ കാര്യങ്ങൾ അത് കഴിഞ്ഞ് അത് പോയി, ഓക്കെ അത് തീർന്നു, ദെൻ വി ആർ എംപ്റ്റി.
അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ മൈൻഡ് സ്റ്റേബിളായിട്ട് നിൽക്കുകയുള്ളൂ. കാരണം അതിന് ഒന്നും ഡാറ്റ ഇൻപുട്ടില്ല. അതായത് നമ്മൾ റീല് ഈ പ്രൊജക്ടറിൽ കൊടുത്താലല്ലേ സിനിമയ്ക്ക് വരുള്ളൂ. റീല് കൊടുക്കുന്നില്ല. അപ്പോൾ വെറും ലൈറ്റ് മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സന്യാസിമാരൊക്കെ. ഇപ്പോൾ ഈ അവധൂതരെന്നൊക്കെ പറയുന്നില്ലേ, അവധൂതരൊക്കെ റിഫ്ലക്റ്റാണ് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. അവരവരുടെ പേഴ്സണാലിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ദത്താത്രേയ മഹർഷിയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ ഐ എം എ വർഷിപ്പർ ഓഫ് നേച്ചർ എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പിന്നെ പ്രകൃതിയെ വർഷിപ്പ് ചെയ്യുന്ന പൂജിക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹൗ ക്യാൻ വി മീറ്റ് യു? ലുക്ക് ഇൻ ടു ദ നേച്ചർ, വാട്ട് യു സീ ഇസ് മീ. അത്ര സിമ്പിളായിട്ടാണ് കാര്യം. അതുകൊണ്ടാണ് ദത്താത്രേയനെ അങ്ങനെ കാണാൻ പറ്റാത്തത്. കാരണം യു ഷുഡ് ലേൺ ടു സീ ദത്ത ഇൻ ദ നേച്ചർ, ദെൻ യു ക്യാൻ സീ ഹിം. അതെ അതെ. ബോർഹസ് ഒരിക്കലും ഇങ്ങനെ ഷേക്സ്പിയറിനെ എവിടെ കാണാൻ പറ്റും നോക്കുമ്പോൾ ഷേക്സ്പിയറിന്റെ എല്ലാ കൃതികളിലും ഷേക്സ്പിയർ ഉണ്ട്. പക്ഷെ ഒരെണ്ണത്തിൽ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ഷേക്സ്പിയറിനെ കാണാൻ പറ്റില്ല. എവരിവെയർ യു ആർ ദെയർ എന്ന്. അതെ. അതുപോലെ തന്നെ നമ്മൾ ഈ കർമ്മ എന്ന് പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മയ്ക്ക് ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനം പല ദർശനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഈ പറഞ്ഞ സിദ്ധാന്തമാണെങ്കിൽ യു ഡു യുവർ വർക്ക് ആൻഡ് ജസ്റ്റ് ഫർഗെറ്റ്, അല്ലെ? നിങ്ങൾ അതിനെ ബാധിക്കാതിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനെ ബാധിക്കാതിരിക്കുക, അതിൻ്റെ കാർമിക് ഡെറ്റ് നിങ്ങൾ. അല്ല, നോക്കൂ, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മൾ കർമ്മത്തിൻ്റെ ഒരു ബൗണ്ടറി ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യോ? ഇല്ലല്ലോ. അല്ല, നമുക്കൊരു പർട്ടിക്കുലർ തോട്ട് വരില്ലല്ലോ. ആ കർമ്മം എന്ന് പറഞ്ഞാൽ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, സ്റ്റോർ ചെയ്ത ഡാറ്റ, ഇതൊക്കെയാണല്ലോ. നമ്മൾ ഇപ്പം ശരീരം നിന്ന് ആത്മാവ് വിട്ടു പോകുന്ന സമയത്ത് ക്യാരി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഫുൾഫിൽ ചെയ്യാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മെമ്മറീസ്, സ്റ്റോർഡ് ഡാറ്റ, ഇംപ്രഷൻസ്, എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അത് ചേർത്തിട്ടാണ് കർമ്മത്തിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് അടുത്ത ജന്മത്തിൽ. ആ ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ തോട്ട് വരില്ല. നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്ത് പോവില്ല. ഒരു പർട്ടിക്കുലർ വിചാരം അല്ലെങ്കിൽ വികാരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് സപ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. അത് സർക്കംസ്റ്റാൻഷ്യലായിട്ട് പറയാം, ഈ സർക്കംസ്റ്റാൻസ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിത് സപ്രസ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് സർക്കംസ്റ്റാൻസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എക്സ്പ്രസ്. അത് എക്സ്പ്രസ് എപ്പോൾ വിത്ത് ഇൻട്രസ്റ്റ് ആണ്. അതെ, കുറച്ച് കൂടിയിട്ടാണ് വരിക. അപ്പോൾ അതിലും നല്ലത് എന്താ അറിയോ? റെഗുലേറ്റഡ് എക്സ്പ്രഷനാണ് നല്ലത്. അത് റെഗുലേറ്റ് ചെയ്ത എക്സ്പ്രഷൻ അതങ്ങനെ കഴിഞ്ഞു പോണു. ദെൻ യു ആർ ഔട്ട് ഓഫ് ഇറ്റ്, ദെൻ യു ആർ ഫ്രീ. അപ്പോൾ അങ്ങനെ സെൽഫ് ആക്സെപ്റ്റൻസ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ പോലെ വേറെ വ്യക്തി ഇല്ലാന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കണം. എന്നിട്ട് നമ്മൾ ആ കമ്പാരിസണുകൾ ഇല്ലാണ്ടാക്കണം. കമ്പാരിസണും കോമ്പറ്റീഷനും അങ്ങനത്തെ കാര്യങ്ങളും അത് ഇവരുടെ ആവശ്യമില്ല. പിന്നെ എനിക്ക് വേറൊരു വ്യക്തി ആവണമെന്ന് വെച്ചാൽ പറ്റൂല. നമ്മൾ ഓൾറെഡി ആയല്ലോ. അപ്പോൾ ഇറ്റ്സ് ഫൈൻ, ലെറ്റ് എവറിബഡി ബി ഹാപ്പി. പിന്നെ ചില ആൾക്കാർക്ക് പറയണമൊക്കെ ഈസ് ഹയർ ദാൻ യു, ലെറ്റ് ഇറ്റ് ബി, ഓർ ലോവർ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കാറ്റഗറൈസേഷനാണ്. നമ്മളാരും ഒരാൾ വലുതും ഒരാൾ ചെറുതുമല്ല. അവരവരുടെ പ്രസക്തിയുണ്ട് ഈ ലോകത്ത്. ഇപ്പം ഒരു റാറ്റ് എടുത്താലും ഒരു വെയിലെടുത്താലും തിമിംഗലം, അല്ലെങ്കിൽ രണ്ടും അതിൻ്റെ പ്രസക്തിയുണ്ട്. അത് ഇക്കോളജിയിൽ അതിൻ്റെതായിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാവരും. നമ്മളൊക്കെ മാസ്റ്റർ പ്ലാൻ. അത് പണ്ട് ഈ പ്രജാപതികൾ ഇവിടെ വന്ന് ബ്രഹ്മാവിൻ്റെ പുത്രർ എന്ന് പറയുന്ന ആൾക്കാർ, പ്രജാപതികൾ ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായിട്ടുള്ളൂ, നെവർ ഗോ അഗൻസ്റ്റ് നേച്ചർ. നേച്ചറിനോട് ചേർന്നിട്ട് എന്ത് വേണേൽ ഉണ്ടായിക്കോളും. നേച്ചറിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ഈ എല്ലാ കാർണിവോറസ് ആനിമൽസും, അതായത് ഈ മീറ്റ് ഈറ്റേഴ്സൊക്കെ വെള്ളം നക്കിയേ കുടിക്കുകയുള്ളൂ. അതേസമയത്ത് പശു മുതലായ എല്ലാ ഹെർബിവോറസും വെള്ളം ഗൾപ്പ് ചെയ്യും. നമ്മളും വെള്ളം കുടിക്കുന്നത് നക്കിയല്ല കുടിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രോമിനൻ്റ് നമ്മൾ ഹെർബിവോറസ് ആണ് നമ്മൾ. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, കാരണം നമ്മുടെ ടേസ്റ്റ് മാറിപ്പോയി. അത് സിറ്റുവേഷൻസും ഞാൻ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങൾ ലീഗലി കറക്റ്റ് ആണെങ്കിലും എത്തിക്കലി റോങ് ആണ്. കറക്റ്റ്. അപ്പോൾ നമ്മൾ എത്തിക്കലി റോങ് ആയിട്ടുള്ള ഒന്നും ചെയ്യരുത്. അതിലൊരു എത്തിക്കലി റോങ് എന്നുള്ളത് ഒരു പശുക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു പന്നിയുടെ കുട്ടിയെ അതിൻ്റെ അമ്മേൻ്റെ അടുത്തെടുത്ത് മാറ്റുന്നത് എത്തിക്കലി റോങ് ആണ്. ഏത് മൃഗത്തിനും അവനവൻ്റെ കുട്ടിക്കായിട്ട് ഫുൾ കണക്ഷൻ ഉണ്ടാവാനുള്ള സമയം കൊടുക്കണം, അല്ലേ? നമ്മളെല്ലാം അബ്നോർമലായി ചെയ്യണം. അതാണ് ഈ മിൽക്ക് ഈസ് ബ്ലഡ് ആക്ച്വലി. കാരണം ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ കുട്ടി നഷ്ടപ്പെട്ടിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കുമോ, നമ്മളിപ്പോൾ ഞാൻ പറയാം, എനിക്ക് അറിയാം ഹൗ ഇറ്റ് ഫീൽസ് വെൻ യു ലൂസ് യുവർ ചൈൽഡ്. വളരെ വളരെ പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷനാണ്. അതിപ്പോൾ നോക്കൂ, 20 കുട്ടിയുണ്ട്, 12 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി ഇല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് ആ ഒരു പെയിന് വളരെ ഡീപ്പ് പെയിനാണത്. അപ്പോൾ നമ്മൾ തന്നെ അതിന് വളം വെച്ച് കൊടുക്കല്ലേ.
because you want to eat the meat. You are sponsoring the death of somebody. അതുപോലെ നമ്മളിപ്പോൾ എടുക്കുന്ന പാല് പോലും വളരെ വിഷലിപ്തമാണെന്ന് മിൽക്ക് ഈസ് ബ്ലഡ്. അതിപ്പോൾ കേരളത്തിലെ മെഷീൻ വെച്ചിട്ടാണ് പാല് ഇറക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചിക്കന്റെ വേസ്റ്റ് ചേർന്ന ചിക്കൻ പെല്ലറ്റുകൾ പശുവിന് കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാഡ് കൗ സിൻഡ്രോം എന്ന് പറഞ്ഞ രോഗം വരുന്നു. ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് വളരെ ഭീകരമായിട്ട് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ പല ആളുകളും ഈ പശുക്കളെയും ഇതിനൊന്നും കൊല്ലാതെ പിന്നെ ആളുകൾക്ക് ദാനം ചെയ്യും. അപ്പോൾ ഞാൻ വായിച്ചത് ഏതൊക്കെ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ഇതിനെ കൊണ്ടുപോയിട്ട് മാവിൻ്റെ ഇല ധാരാളമായിട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം കൊടുക്കില്ല. അവസാനം ഇതിങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് പെട്ടെന്ന് മരിക്കുമ്പോൾ വളരെ കുറച്ച് യൂറിൻ വരും. അത് ഭയങ്കര തിക്ക് പിഗ്മെന്റ് ആയിട്ട് വരുന്നതാണ്. അതെടുത്താണ് പെയിന്റ് നിർമ്മാണ കമ്പനികൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം മനുഷ്യനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ലാബറട്ടറീസിൽ എക്സ്പെരിമെന്റ് ഓൺ പ്രൈമേറ്റ്സ് ഒരുപാടുണ്ട്. നമ്മുടെ ലാബ്സിൽ എത്ര ആനിമൽസിന്, ഇവിടെ മാത്രമല്ല ഓൾ ദ കൺട്രീസ് എല്ലാം ആനിമൽ ടെസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആനിമൽസിനെ ടോർച്ചർ. ഹ്യൂമൻ ബീങ്സിൽ അങ്ങനെ എന്തൊക്കെ ചെയ്യാനുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ഇപ്പം കോടതി കൊടുത്തിട്ടുണ്ട്. എന്തോ ചില കാര്യങ്ങൾ മരുന്ന് പരീക്ഷണത്തിന് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കൊടുക്കില്ല. നമ്മൾ സർപ്രൈസ്ഡ് ആയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ. കാരണം ഇഫ് യു ക്യാൻ സ്ലോട്ടർ എൻ ആനിമൽ യു ക്യാൻ സ്ലോട്ടർ എ മാൻ. അതെ, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. കാനിബാലിസം പല സ്ഥലങ്ങളിലും ഇപ്പോൾ നോവലായിട്ട് തന്നെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നതിനെ കുറിച്ച് ഫ്രാൻസിസ് സിട്ടിക്കോര എന്ന് പറഞ്ഞ നോവലിൽ ടി.ഡി. രാമകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്കൊരു ഉൾക്കടലത്തോടുകൂടി മാത്രമേ നമുക്ക് വായിക്കാൻ സാധിക്കുള്ളൂ. അതെ. അപ്പൊ ഇങ്ങനെയുള്ള മുറിവേറ്റ മനുഷ്യന് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള ഹീലിംഗ് ആവശ്യമാണ്. അപ്പൊ അങ്ങയുടെ ഒരു ടെക്നിക്ക് ഞാൻ അതിൽ കണ്ടായിരുന്നു, സ്റ്റെപ്സ് ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഹീലിംഗ് ഉണ്ടല്ലോ. ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഹീൽ ആവുന്നുണ്ട്. ഹീലിംഗ് നമ്മുടെ അത് റീഅലൈൻമെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കം നമുക്ക് അത്യാവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ആ റീഅലൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീലിംഗ് നമ്മുടെ ഒരു പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു മെത്തേഡായിട്ട് വരാൻ കാരണം ചില ആൾക്കാർ, അത് യൂറോപ്പിലാണ്, അവർ ഞാനായിട്ട് കണക്ട് ചെയ്തിട്ട് ആൾക്കാർ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു കൊടുത്തതല്ലത്. അത് പിന്നീട് അതൊരു സിസ്റ്റമായി മാറി. ഇപ്പം അത് കുറേ പേർക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ബേസിക്കലി കണക്റ്റിംഗ് ടു കോൺഷ്യസ്നെസ് ആണ് അതിൻ്റെ മെത്തേഡ്. അതായത് നമ്മൾ കോൺഷ്യസ്നെസ് കണക്ട് ചെയ്തിട്ട്, പക്ഷെ അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഈ ഹീലർ, പിന്നെ ഇപ്പം നമ്മുടെ സംവിധാനം ഉണ്ടല്ലോ, നമ്മുടെ ഫൗണ്ടേഷൻ, അതിന് ഇൻവോൾവ് ആവില്ല. അത് അവർ ചെയ്യുന്ന കാര്യമാണ്. അതിൽ അവർ മേടിക്കുന്ന പൈസ 50% അന്നദാനത്തിന് കൊടുത്തോളണം നിർബന്ധമാണ്. 50% അവർക്ക് എടുക്കാം. പക്ഷെ നമ്മുടെ ഫൗണ്ടേഷൻ അതിൽ ഒരു പോക്ക് വരവില്ല, ഒരു ഇൻകം ഒന്നുമില്ല. നമ്മുടെ ഫൗണ്ടേഷൻ ഒന്നും ചെയ്യില്ല. അത് ഹീലേഴ്സിന് അവരെ ഹീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടീഷണേഴ്സ്. അത് ഹീലിംഗ് എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. അത് ഒരു ലെവലിൽ നമ്മൾ ഇപ്പം ഹീലിംഗ് നമ്മുടെ തന്നെ ഡിറ്റർമിനേഷനാണ്. ഇപ്പം നമ്മൾ ഉറപ്പിച്ച് തീരുമാനിച്ചു ഹീലാവുമെന്ന് വെച്ചാൽ ഹീലാവും, അല്ലെങ്കിൽ ഹീലാവില്ല അത്. അപ്പോൾ ഈ ഹീലിംഗ് എന്നുള്ളൊരു കാര്യം അത് ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട്. ദെൻ ഇറ്റ് ഹാപ്പൻസ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അത് പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം എന്താ വെച്ചാൽ വാട്ട് എവർ മണി യു ഗെറ്റ് 50% ഷുഡ് ഗോ ഫോർ അന്നദാൻ. അത് അവർ തന്നെ ചെയ്താൽ മതി. നമ്മുടെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധമൊന്നുമില്ല. അവർ തന്നെ ഫീഡ് ചെയ്യും. അത് ഇതാണ്. പിന്നെ വെള്ളത്തിലുള്ള ജീവികൾക്ക്, ആകാശത്തുള്ള ജീവികൾക്ക്, ഭൂമിയിലുള്ള ആനിമൽസ് മുതലുള്ളത്, പിന്നെ അനാഥരായ കുട്ടികൾക്ക്, അസുഖം ബാധിച്ചവർക്ക്, വയസ്സായിട്ടുള്ള അസുഖം ബാധിച്ചവർ, പിന്നെ വൃദ്ധർ, അപ്പോൾ സിക്ക് ആൻഡ് ദ ഓൾഡ് ആൻഡ് ചിൽഡ്രൻ. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പറഞ്ഞിട്ട് അത് ചെയ്യേണ്ട ആൾക്കാർ അത് ലോകം മുഴുവൻ ചെയ്യണം. അതെ. അപ്പോൾ അതൊരു സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അങ്ങയുടെ ഹനുമാൻ ചാലിസ അങ്ങ് ആലപിക്കുന്ന കേട്ടോ, വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട്. എന്തായാലും ഇപ്പൊ നമുക്ക് അതിനുള്ളൊരു സമയം പ്രശ്നം ആയതുകൊണ്ടാണ് ഹനുമാൻ ചാലിസയെ കുറിച്ച് ഒന്ന് പറയാമോ? അല്ല, ഹനുമാൻ ചാലിസ എനിക്ക് ഇഷ്ടമുള്ള ഒരു, അത് മാത്രമല്ല ഹനുമാൻജിയുടെ ആ ഒരു ഡെഡിക്കേഷനും പവറും സ്ട്രെങ്ത്തും, അതല്ല അദ്ദേഹത്തിന്റെ സാധന എനിക്കിഷ്ടമാണ്. ഓൾ ഹി ഡിഡ് വാസ് പാർക്ക് ഹിസ് മൈൻഡ് അറ്റ് റാംസ് ഫീറ്റ്. അദ്ദേഹത്തിന്റെ സാധന പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ രാമന്റെ പാദങ്ങളിൽ, ശ്രീരാമന്റെ പാദങ്ങളിൽ, അതോടുകൂടെ അദ്ദേഹത്തിന് എല്ലാ അഷ്ടസിദ്ധി നവനിധി ഒക്കെ വന്നു. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ പിന്നെ ആ ഒരു ഐ ലൈക്ക് ദാറ്റ് ഓൾ കൺസെപ്റ്റ്. അതിൻ്റെ എനിക്ക് വളരെ തൃപ്തി. ഞാൻ അന്നത് ഇവർ വെറുതെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചൊല്ലി. അതൊരു അങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഒന്നുമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു റിവർബറേഷൻ, നേരത്തെ പറഞ്ഞ പോലെ സോഡ ഇങ്ങനെ പതഞ്ഞു പോകുന്ന ഒരു ഫീല്. അതെ, അത് ഇവർ പറഞ്ഞു എന്നോട്. അത് ചെല്ലാൻ പറയുമ്പോൾ ഞാൻ ഇരുന്നിങ്ങനെ വെറുതെ അതും ആ ഗായത്രിയും ശരിക്കും പറഞ്ഞാൽ ഉള്ളില് ശരിക്കും അതിങ്ങനെ റിസൗണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അത് ഗായത്രി ഒന്ന് ചൊല്ലാവോ നോക്കിയിട്ട്? ഓം ഭൂർഭുവസ്വഃ. ഓം ഭൂർഭുവസ്വഃ
തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ആ ഒരു അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതല്ല സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അത് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പം ഇതിപ്പോൾ പുറത്തേക്കാണ് കൂടുതൽ ശബ്ദം. ഇത് 10% പുറത്ത് വരാവും, 90% ഉള്ളിൽ വേണം. ഇതിപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഫീലിംഗ് ആ വൈബ്രേഷൻ ഉള്ളിൽ വരണം. അതെ, ഇത് ഈ ഗായത്രിക്ക് എസ്പെഷ്യലി ഉള്ള പവർ എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെയാണോ സൂര്യൻ അതേ തേജസ് നമ്മൾ ഉള്ളിൽ പ്രകടിപ്പിക്കാൻ. അപ്പോൾ നമ്മുടെ എല്ലാ സെൽസും വൈബ്രേറ്റ് ചെയ്യും. അതെ, 3 ട്രില്യനോ അതെ, ആ ട്രില്യൺ സെൽസ് വൈബ്രേറ്റ് ചെയ്യും. നമുക്ക് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഗായത്രി ചൊല്ലാനാണ് എല്ലാവരും പ്രോപ്പറായ രീതിയിൽ അത്. അതെ, അത് പിന്നെ ഈ സമയത്തല്ല, അത് ബിറ്റ്വീൻ സൺറൈസ് ആൻഡ് സൺസെറ്റ് ആണ്. ബാബാജിയായിട്ട് മറ്റെന്തെങ്കിലും എക്സ്പീരിയൻസ് അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടാകാറുണ്ടോ? ബാബാജിയായിട്ട് അടുത്ത കാലത്തല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മളെപ്പോഴും പബ്ലിക് ലൈഫിൽ വരുമ്പോൾ ഒരുപാട് അറ്റാക്സ് ഉണ്ടാവും. അത് നമ്മളോട് ജലസിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അത് അറ്റാക്സിൻ്റെ ഒക്കെ ബേസ് ജലസിയാണ്, അസൂയാണ്. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാറില്ല. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ദേവിയമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയമ്മ എന്നോട് പറഞ്ഞു, കുറേ അസൂയാലുക്കളുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അല്ല, യു ഷുഡ് പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് നോട്ട് മൈ ജോബ്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണത് എൻ്റെ ജോലിയൊന്നുമില്ല, ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ നോക്കാറില്ല, ഞാൻ ആരും ഉപദ്രവിക്കാറുമില്ല. ഞാൻ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്ന് അങ്ങനെയൊന്നും വാശി പിടിക്കാറില്ല. അതേപോലെ നമ്മൾ എല്ലാവരും നമ്മളെ വെറുക്കുന്നു വിചാരിക്കാറുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഐ എം ജനറലി പീസ്ഫുൾ. അപ്പോൾ പറഞ്ഞല്ല, യു ഷുഡ് പ്രൊട്ടക്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ബാബാജി അവിടെ വന്നു. അപ്പോൾ ഈ അമ്മയുടെ റൂമിൽ കുറച്ചപ്പുറത്ത് അവിടെ മുരുകൻ്റെ ഒരു പടമുണ്ട്, ഇമേജ് ഉണ്ട്. അതിൻ്റെ താഴത്തൊരു ബോൾ വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ പിന്നെ കുങ്കുമം മറ്റേ വിഭൂതിയൊക്കെ വെക്കണതാണ്. പക്ഷെ അത് എം ടി ബോളായിരുന്നു, അതിലൊന്നുമില്ല. ബാബാജി അതിലേക്ക് കൈ ചൂണ്ടി, അപ്പോൾ അത് ഫില്ലായി വന്നു വിഭൂതി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് മോഹൻജി, അത് മോഹൻജിക്കാണ്, മോഹൻജിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് അപ്പോൾ ഒരു പേപ്പറിലത് പേപ്പറിലിട്ട് കഴിഞ്ഞപ്പോൾ അത് കുറച്ചുള്ളൂ. അപ്പോൾ അമ്മ കുറച്ചെടുത്തു, ദേവിയമ്മ കുറച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു ബാക്കി. അപ്പോൾ ഇത് എത്ര ദിവസം ഉപയോഗിക്കണം? അല്ല, 10 മാസം ഉപയോഗിക്കണം. ഞാൻ 10 മാസത്തേക്കൊന്നും ഇത് നിൽക്കില്ല. അപ്പോൾ ബാബാജിയുടെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബാബാജി പിന്നെയും കൈ കാണിച്ചു, അത് പിന്നെയും ഫില്ലായി. അത് 10 മാസം അത് കണ്ടിന്യൂ ചെയ്തു. എല്ലാ ദിവസവും തൊടുമായിരുന്നു. ആ സമയത്ത് എനിക്ക് കുറേ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, ആൾക്കാരുടെ വക പേര് നാശാക്കാനും ഒക്കെ. അതെന്താ വെച്ചാൽ അതിപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഈ ക്രൂസിഫിക്ഷൻ എന്നുള്ളത് ഫേസ്ബുക്കൊക്കെ മതിയേ, അപവാദം പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ കുറച്ച് പേരത് കാത്തിരിക്കുകയാണ്. എനിക്ക് അറിയാമായിരുന്നു ഇവർക്കൊക്കെ ബാക്കിൽ എന്തോ വരുന്നത്. എന്തെങ്കിലും വരും. അപ്പം ഞാൻ പക്ഷെ എൻ്റെ പണികൾ ചെയ്തുകൊണ്ട് പോവാണ്, നമ്മളത് നോക്കി ഇരുന്നേ പറ്റില്ല. എക്സാമ്പിളാണല്ലോ ഭഗവാൻ കൃഷ്ണൻ തന്നെ കാണിച്ചു തന്നത്. അതെ, ഞാനല്ല യഥാർത്ഥ കൃഷ്ണൻ, വേറെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നിട്ട് അദ്ദേഹത്തിനോട് വെല്ലുവിളിക്കുന്ന ഒരു സ്റ്റേജ് വരെ വന്നു. അത്രയും ഭയങ്കര അറ്റാക്ക് ഒന്നും വന്നിട്ടുണ്ടോ? ഒരുപാട് വന്നിട്ടുണ്ട്. എൻ്റെ പിന്നെ കംപ്ലീറ്റ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അഗൻസ്റ്റൊക്കെ പ്രവർത്തിച്ചിട്ട് അതൊക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ നമ്മൾ ഇതൊക്കെ നടക്കും ലൈഫിൽ. ഡിവൈൻ ഈസ് പ്രൊട്ടക്റ്റിംഗ്, ബാബ ഈസ് പ്രൊട്ടക്റ്റിംഗ്. പിന്നെ ഇപ്പം നമ്മളൊക്കെ കണ്ടുമുട്ടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അതിൻ്റെ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ ബാബാജിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു മിറാക്കിൾ ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവായൂർ ടെമ്പിള് നമ്മുടെ എല്ലാവരും വലിയൊരു വികാരമാണ്. അത് കുറച്ച് അതിന്റെ ഒരു അതേപോലൊരു സംഭവം റെപ്ലിക്ക നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് 6 ഏക്കർ സ്ഥലം മേടിച്ചു. അത് വൃന്ദാവനിൽ 6 ഏക്കർ മേടിച്ചു. പക്ഷേ ഇനി കുറച്ചുകൂടെ സ്ഥലം മേടിക്കണം. അതിൻ്റെ ഡിലേ ആണ് ഈ ഡിലേ വന്നിട്ടുള്ളത്. അതായത് ഇത് ക്രൗഡ് ഫണ്ടിങ് ആണ്. അപ്പോൾ ആ സ്ഥലം കൂടെ മേടിച്ചാലേ നമുക്കൊരു 9 ഏക്കർ 10 ഏക്കർ ഉണ്ടാവണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം എന്നാൽ പിന്നെ എല്ലാം കാർ പാർക്കും മറ്റുള്ള പിന്നെ ഒരു 1000 സ്ത്രീകൾക്കെങ്കിലും, സ്ത്രീകളെന്ന് വെച്ചാൽ അവിടെ ഈ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വൃന്ദാവനിൽ വരുന്ന ഒരുപാട് ഒരു രീതിയുണ്ട്. അത് ബംഗാൾ അങ്ങനത്തെ ഒക്കെ സ്ഥലത്തു നിന്നാണ്. ഹസ്ബൻഡ് മരിച്ചിട്ട് അപ്പോൾ ഒക്കെ വയസ്സായവരാ, ഒരു 70 വയസ്സ് ഒക്കെ കഴിഞ്ഞവരൊക്കെയാണ്. അപ്പോൾ ഇത്രയും അവർ വരുമ്പോൾ അവരൊക്കെ കൃഷ്ണൻ്റെ ഗോപികുമാരാണല്ലോ. അപ്പോൾ അവരെ നോക്കാനില്ല, ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല അവർക്ക്, ചിലപ്പോൾ മെഡിസിൻ ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു 100 പേർക്കെങ്കിലും അവിടെ ഈ വൃദ്ധർക്ക് ഒരു
ഒരു ഇത് അമ്പലത്തിനോട് ചേർന്ന് ഒരു സ്ഥലം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ സ്പേസ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡിലേ ആയത്. ഇതേപോലെ ഒന്ന് ലണ്ടനിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി ലണ്ടനും മോഹൻജി ഫൗണ്ടേഷനും ചേർന്നിട്ട് അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനും ഇതേപോലത്തെ ഡിലേകളൊക്കെ ഉണ്ട് കുറച്ചായിട്ട്. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഗുരുവായൂരപ്പൻ നടത്തുന്നത് എന്നുള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞ പോലെ ഐ മേക്ക് മൈസെൽഫ് അവൈലബിൾ, അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ എനിക്ക് എൻ്റെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ലെവലിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ ആദ്യം ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ്, ഐ വിൽ നെവർ സെൽ ഗോഡ് ഫോർ എ ലിവിങ്. അത് ഞാൻ ജോലി വിട്ടപ്പോൾ എടുത്ത തീരുമാനമാണ്. ഐ വിൽ നെവർ സെൽ ഗോഡ് ഫോർ എ ലിവിങ്. ഇതിനിപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഞാൻ എല്ലാ ആക്ടിവിറ്റി എല്ലാം വോളണ്ടറി കോൺട്രിബ്യൂഷൻസും വോളണ്ടിയേഴ്സുമാണ്. അത് നമ്മൾ വിളിച്ചു വരുത്തല്ല, അവർ ഓരോരുത്തർ വന്ന് ചേരുകയാണ്. അതെ, അപ്പോൾ അവർ വന്ന് ചേരും. അപ്പോൾ അങ്ങനെ അവർ ഇപ്പോൾ പിരിഞ്ഞു പോണവരുണ്ട്. ചിലർ പറയല്ലേ ഇത് മതി ഞാൻ പോവാണ് പറഞ്ഞാൽ വി ബ്ലസ് ദം ആൻഡ് സെൻഡ് ദം, സം ഓഫ് ദം കം ബാക്ക്. ഇതൊക്കെ നടക്കുന്നുണ്ട് ലോകത്ത് പല സ്ഥലത്തും. ഞാൻ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഒരാളോട് ചോദിച്ച ചോദ്യം, അവിടെ ഗുരുവും വായും ചേർന്ന് നടത്തിയ പ്രതിഷ്ഠയാണ്. അപ്പൊ അതേപോലെ പ്രതിഷ്ഠ അവിടെ ഉണ്ടാകുമോ? അത് പറ്റില്ലല്ലോ. അതെ, അപ്പൊ അതിന്റെ സങ്കല്പം എന്തായിരിക്കും? എസൻസ് അതാണ്. പക്ഷെ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ അവിടെ ഗുരുവായൂരപ്പൻ അവിടുത്തെ ഒരു രാജാവ് എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ആ ഏരിയയിൽ മുഴുവൻ അതിനുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളും എന്നുള്ള, അപ്പോൾ അവിടെ കിട്ടുന്ന ഇൻകം അവിടെ തന്നെ റീസൈക്കിൾ ചെയ്തിട്ടും അത് മുഴുവൻ ട്രാൻസ്പാരൻ്റ് ആക്കിയിട്ട്, അതായത് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കാണാൻ പറ്റും. അതെ, ഇപ്പോൾ ഇവിടെ ഗുരുവായു പ്രതിഷ്ഠ ഈ പർട്ടിക്കുലർ വിഗ്രഹത്തിന് വലിയ ശക്തിയുണ്ട്. കാരണം അത് വൈകുണ്ഠത്തു നിന്ന് വന്നതല്ലേ. ബ്രഹ്മാവിന് കിട്ടി, ബ്രഹ്മാവ് പ്രജാപതികൾക്ക് കൊടുത്തു, പ്രജാപതിക്ക് അത് കഴിഞ്ഞ് ഫൈനലി വസുദേവർ കിട്ടി, വസുദേവന് കൃഷ്ണനും വർഷിപ്പ് ചെയ്തതാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ ശക്തിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അതെ, മധുരയിലെ കൃഷ്ണൻ ഇവിടെ വന്നിട്ട് ക്രൂരമ്മയ്ക്ക് ദർശനം കൊടുത്തു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ടൈം സ്പേസ് ഒന്നും വിഷമില്ല. അങ്ങനെ മറുപടിയാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. അതെ, ഞാൻ അത് ഒന്നും എല്ലാം അത് എൻ്റെ അഭിപ്രായത്തിൽ അവിടുത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം വെച്ചാൽ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടാവും, എൻ്റെ ഉറപ്പായിട്ടും. തീർച്ചയായും. അതെ, ഇപ്പൊ എവിടെ ആണെങ്കിലും ഉച്ച സമയത്ത് ഇവിടെ വരുമെന്ന് പറയാറുണ്ട്. നമ്മുടെ പാൽപ്പായസം ഉണ്ടാക്കുന്ന സ്ഥലം കൃത്യമായിട്ട് ഭഗവാന്റെ അമ്പലപ്പുഴ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഉച്ചശീവേലി സമയത്ത് ഒരിക്കലും അവിടെ നിൽക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ നമുക്ക് അറിയാൻ പറ്റും. നല്ല ചൂടായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു തണുത്ത കാറ്റ് ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്കത് ഫീൽ ചെയ്യും. ഭഗവാൻ വരും, ഇതെല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, ലെറ്റ് ഹിം ഡു ഇറ്റ്. അതെ. അപ്പൊ അങ്ങയുടെ ഇനി അടുത്ത അപ്കമിങ് പ്രോജക്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ കൊല്ലം ഇപ്പം ഞാൻ ഏപ്രിൽ 1-ാം തീയതി ഞാൻ പോകും, 1-2 തീയതി ഇവിടുന്ന് പോകും അമേരിക്കയിൽ. അപ്പോൾ അവിടെ ശിർദി ബാബയുടെ പ്രാണപ്രതിഷ്ഠയാണ് ഏപ്രിൽ 21-ന്. അതാണ് മേജർ പ്രോജക്റ്റ്. കഴിഞ്ഞ കൊല്ലം ഞാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു ഹാളിൽ സംസാരിച്ചു. ഈ കൊല്ലം അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജൂൺ ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ. പിന്നെ അതുപോലെ ഈ കൊല്ലം എനിക്ക് പസഫിക് യൂണിവേഴ്സിറ്റി ഒരു ഡോക്ടറേറ്റ് തന്നു ഫോർ ദ വർക്ക് ഐ ഡു ഇൻ ദ വേൾഡ്. അതേപോലെ ബ്രിക്സില്ലേ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, അവരുടെ അവാർഡും കിട്ടി ഈ കൊല്ലം. അപ്പോൾ അത് രണ്ടും ഈ കൊല്ലമായിരുന്നു. അപ്പോൾ ഇവർ മറ്റേ ഒരു ഗ്രൂപ്പുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ, അതും ഈ ബിസിനസ്സുകാരുടെ ഗ്രൂപ്പാണ്. അവർ കമ്പാഷനേറ്റ്, അതായത് എത്തിക്കൽ ബിസിനസ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു അവാർഡും എനിക്ക് ഒരു ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സെപ്റ്റംബറിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടർക്കിയിൽ ഒരു 1000 ചെടികൾ നടുന്ന ഒരു ഫ്രൂട്ട് സാപ്ലിങ്സ്, അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ ഇതൊക്കെ ഉണ്ട്. കൈലാസ് ട്രിപ്പ് ഉണ്ട്. കൈലാസ് ട്രിപ്പ് അതിപ്പോൾ ഇന്ത്യൻ വിസ ഹോൾഡേഴ്സിന് അവർ കൊടുക്കുന്നില്ല, ഇപ്പോഴും ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഫോറിനേഴ്സ് പോകുന്നുണ്ട്, കഴിഞ്ഞ കൊല്ലം പോയി. അപ്പോൾ ഞാൻ അവർ കഠ്മണ്ഡുവിൽ പോയി സീ ഓഫ് ചെയ്യും, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇത്തവണ അവർ പറഞ്ഞു നിങ്ങൾ പിന്നെ നേപ്പാളിലൊരു കോണറിൽ നിന്ന് കൈലാസ് നന്നായിട്ട് കാണുന്ന ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് ചൈനയിലേക്ക് കയറണ്ട. അപ്പോൾ ചിലപ്പോൾ അവിടെ വരെ പോകാമെന്നുള്ളൊരു ചിന്തയുണ്ട് ഇപ്പോൾ. കാരണം കുറേ പേര് കൈലാസ് കാണണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലാനുണ്ട്. അങ്ങനെ മുക്തിനാഥ് പ്ലാനുണ്ട് അവിടെ, അതും നേപ്പാളിൽ തന്നെ. അത് 126 തീർത്ഥങ്ങളുള്ള മറ്റേ മുക്തിനാഥ് അവിടെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ മഹാവിഷ്ണുവാണ് അല്ല, പക്ഷെ അത് മുക്തിയുടെ, അതായത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വൈകുണ്ഠത്തിലേക്ക് ക്ലോസ് ആയി അടുത്ത വൈകുണ്ഠത്തിനോട് ചേർന്ന് അടുത്തെത്തിയെന്നാണ് പറയാം. അപ്പോൾ അതൊരു പ്ലാനുണ്ട്. അത് ഞാൻ മുമ്പ് പോയിട്ടുള്ളതാണത്. അപ്പോൾ അതങ്ങനെ പ്ലാനുണ്ട്. പിന്നെ യൂഷ്വൽ അതിപ്പോൾ ഇനിയിപ്പം യാത്ര തുടങ്ങുകയായി. ഇപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ ഇന്നലെ വന്നു. ഏപ്രിൽ 2-ാം തീയതി അമേരിക്ക പോകും. പിന്നെ യൂറോപ്പ്, പിന്നെ ലണ്ടൻ, സ്കോട്ട്ലൻഡിലൊരു ആശ്രമമുണ്ട്, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ കഠ്മണ്ഡുവിലും പോയി പിന്നെയും എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ. അതെ, അപ്പോൾ അങ്ങനെയൊക്കെ യാത്രകളുണ്ട്.
അപ്പോൾ എന്നാലും അങ്ങയുടെ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പല രൂപങ്ങളാണ് തെളിഞ്ഞു വരുന്നത് മുഖത്ത്. പല ആളുകളുടെ ചില കാര്യം ഇങ്ങനെ എന്താ പറയുക, ചില പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ അങ്ങയുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകത തോന്നുന്നത്, കണ്ണ് രണ്ടിൻ്റെയും കൃഷ്ണമണി രണ്ടും എന്താ പറയുക, ഒരു സാധാരണ രീതിയിലല്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോ ശ്രദ്ധിച്ചു കാണാൻ തീർച്ചയായിട്ടും ചോദിച്ചതാണ്. പല ആൾക്കാരും പലതും പറയും അത് അലൈൻമെന്റിന്റെ ലക്ഷണമാണ്. അതെ അതെ, അതാണ് ചോദിച്ചത്. സൂര്യനും ചന്ദ്രനും വിസിബിൾ ആണത്, കൃത്യമായിട്ട് വിസിബിൾ ആണ്. കറക്റ്റ് സെന്ററിലേക്ക് വരിക എന്ന് പറയുന്ന സംഗതി വിസിബിൾ ആണത്. സൂര്യചന്ദ്രന്മാർ ചേരുമ്പോൾ അത് വരുന്നതാണ് പറയുന്നത്. അത് ഓരോ അവസ്ഥകളുടെ എക്സ്പ്രഷൻ അത്രേ ഉള്ളൂ. കാരണം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്തായാലും വളരെയേറെ ഇതായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് അങ്ങോട്ട് ചോദിച്ചത്. മനസ്സിലെങ്ങനെ ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് പറ്റിയത് തന്നെ വളരെ വലിയൊരു അനുഭവം. നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്ലാൻ ചെയ്ത് നടന്നില്ലല്ലോ. അതെ അതെ അതെ, എന്തായാലും നന്നായി. അത് എനിക്ക് തീരെ സുഖമില്ല, കാരണം ഒരു ഉജ്ജയിൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് അമ്മ ഇസ് നോട്ട് വെൽ. അപ്പം ഞാനും പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയി. പക്ഷേ ഓൾറെഡി സഡൻ ഇങ്ങനെ ഒരു വരുന്നു എന്ന് പറയും. പിന്നെ ഞാൻ എന്തായാലും നെവർ വാണ്ട് ടു മിസ്. വലിയ സന്തോഷം. ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷേ എനിഹൗ ഐ തിങ്ക് ഐ കുഡ് മാനേജ്. നന്നായി. അത് അല്ലേ, നമ്മളിപ്പം ഇതെന്താ ചെയ്തിലിപ്പം ഒന്നും പ്രൂവ് ചെയ്യാനല്ലല്ലോ. അത് ഒരു സത്സംഗല്ലേ. അപ്പം നമ്മളതൊന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അത് ആര് കേൾക്കും എന്നറിയില്ല, കേൾക്കണവർക്ക് എന്ത് എഫക്റ്റ് ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡെലിവറി ചെയ്യുക, അതായത് ഭക്ഷണം ഉണ്ടാക്കി ടേബിളിൽ വെക്കുക. ആർക്കൊക്കെ വിശപ്പുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ആരൊക്കെ കഴിച്ച് നന്നായി ഡൈജസ്റ്റ് ചെയ്യുന്ന അറിയില്ല അല്ലേ, ഒന്നും അറിയില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള വഴി തെളിച്ചു തന്നത് വൈത്തീശ്വരം ആയുർവേദ അതിലെ അനിലേട്ടനാണ്. അദ്ദേഹമാണ് ഇതിനുള്ള എല്ലാ വഴികളും തീർച്ചയായും. അനിൽ എന്നോട് പലപ്പോഴും പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം, പക്ഷെ ആ സമയം ഒന്ന് ശരിയാക്കണം. എനിക്ക് ആദ്യം ഒരു ഭയമായിരുന്നു, കാരണം ഇത്രയും വലിയൊരു ആള്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല, ഒരു വലിയൊരു പ്രൊഫൈൽ. അപ്പം പുള്ളി പറഞ്ഞു അല്ല, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആണ്, സംസാരിക്കാൻ മനസ്സിലാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ നമ്മളാരും വലുതൊന്നുമല്ല. അത് നമ്മുടെ ഒരു പൊതുവെ അത് ആൾക്കാർക്ക് ഒരു നമ്മുടെ എല്ലാ ലൈഫ് മുഴുവൻ പെർസെപ്ഷനാണല്ലോ, എല്ലാം പെർസെപ്ഷനാണ്. അതിൻ്റെ പ്രൂഫാണ് ബാബാജി പിന്നെ ലഹരി മഹാശയക്ക് ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ അതൊരു കൊട്ടാരാക്കി. ഒരു ഗുഹയാണത്, പക്ഷെ അത് കൊട്ടാരത്തിൻ്റെ അത് പെർസെപ്ഷനാണത്. നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യണം, അപ്പം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യണം. അത് കൈലാസത്തിനെ കുറിച്ച് പറയലുണ്ട്. നമ്മൾ കൈലാസത്തിനെ എങ്ങനെ കാണുന്നു അതേപോലെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പെർസീവ് ചെയ്യുന്നത്, അതേപോലെയാണ് ഓരോ വ്യക്തികളും. നമ്മൾ മുൻവിധി വെച്ച് കാണുന്നതാണ് എപ്പോഴും നമുക്ക് ഹാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, ആ കണക്ഷൻ അവിടെ വിട്ടുപോവാണ്. അപ്പോൾ നമ്മൾ മുൻവിധി വെച്ച് കാണുന്നു. അപ്പോൾ അതിൽ ഞാനിപ്പോൾ അന്ന് ഒരു ഇതിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ ആൾദൈവങ്ങൾ ഉണ്ടല്ലോ. എങ്ങനെയാണ് ആൾദൈവമാവുന്നത്? സ്ഥൂലത്തുനിന്ന് സൂക്ഷ്മത്തിലേക്ക് യാത്ര ചെയ്ത് സൂക്ഷ്മമായി മാറിക്കഴിഞ്ഞാൽ അത് ദൈവതുല്യമായി ആ വ്യക്തി. സ്ഥൂലത്തിലിരിക്കുമ്പോഴാണ് മനസ്സും വികാരവും ബുദ്ധിയും ഇതൊക്കെ. അതിൽ നിന്ന് മാറി സൂക്ഷ്മത്തിൽ വരുമ്പോൾ മനസ്സും ലയിച്ചു പോയി, ബുദ്ധിയും എല്ലാം പോയി. ആ വ്യക്തി സൂക്ഷ്മത്തിൽ നിൽക്കുന്ന വ്യക്തി ഒരു ദൈവതുല്യനാണല്ലോ. കാരണം അദ്ദേഹം ആണല്ലോ, അവതാരങ്ങളല്ലേ. അതെ. അപ്പോൾ ബാബാജിയും ഇവരൊക്കെ വലിയ വലിയ മാസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉണ്ട്, എല്ലാ ഡയമെൻഷൻസും ഉണ്ട്. നമുക്കും മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ എത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരൊറ്റ ഡയമെൻഷനെ മാത്രം പരിപോഷിപ്പിച്ച് നിർത്തുക. ഇതിന് മുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഐഡൻറ്റിറ്റിക്ക്. ആ ഐഡൻറ്റിറ്റിയിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ബ്ലോക്കേജ്. അതുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എത്രയും ഡയമെൻഷൻസ് ഉള്ള ആളല്ലേ. 30 മുക്കോടി ഡയമെൻഷൻസ് ഉണ്ട് നമുക്ക്. ആ ഡയമെൻഷൻസിൽ നമുക്ക് എല്ലാം ഒന്നും ഫീൽ ചെയ്യണം, പെർസീവ് ചെയ്യണം എന്നല്ല, പക്ഷെ നമ്മുടെ പോസിബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അത് അനുഭവിച്ച് അറിയാൻ പറ്റും. കളിയാക്കിയാണ് പറഞ്ഞത് ഹിന്ദു മതത്തിൽ ഇത്രയും 30 മുക്കോടി ദേവതകളുണ്ട് എന്ന് പറയുന്ന, പക്ഷേ അങ്ങ് പറയുന്ന ഒരു രീതിയിലല്ല അവർ കാണുന്നത്. അല്ലല്ല, 30 മുക്കോടി ഡയമെൻഷൻസ് ഉണ്ട് നമ്മുടെ ഇതിൽ. ബോഡിയിൽ 33 ട്രില്യനോ അങ്ങനെയല്ലേ പറയണത്. അത് എക്സാക്ട്. അപ്പോൾ നാളെ എന്നോട് 600 ട്രില്യനാണ്. ഞാൻ എന്തെങ്കിലും ആവട്ടെ, അതിപ്പോൾ 33 ട്രില്യനാണ്. 600 വിരോധമില്ല. പക്ഷെ അത്രയും ട്രില്യൺ സെൽസ് ഉള്ളത് ഓരോന്നിനും ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ. കാരണം അതിൽ നിന്ന് ഒരു സെല്ലിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ, ക്ലോണിങ് പറ്റുമല്ലോ. അപ്പോൾ ഒരു സെല്ലും നമുക്ക് ഇത് തല്ലിപ്പൊളി സെല്ലെന്ന് പറയാൻ പറ്റില്ല. ഡെഡ് സെല്ലാണെങ്കിൽ ഓക്കെ. ലൈവ് സെൽസ് ഒക്കെ പൊട്ടൻഷ്യലി ഇറ്റ് ഹാസ് എ പവർ ടു ക്രിയേറ്റ് അനദർ യു. അപ്പോൾ ഈ 30 മുക്കോടി ഡയമെൻഷൻസ് ഉണ്ട് ഉറപ്പായിട്ടും. അതിൻ്റെ കോഡിഫിക്കേഷനാണ് നമ്മുടെ ഈ പല ദേവതകൾ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പല ടൈപ്പ് ആൾക്കാരിലുണ്ടാണ്. കാരണം ഒരു വ്യക്തിക്ക് പ്രിഡോമിനൻ്റ്ലി രജസിക്കായിട്ടൊരു വ്യക്തിക്ക് അതേപോലത്തെ ഒരു ദൈവത്തിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ കാളി ശക്തിയൊക്കെ ആയിട്ടുള്ളത്. ഭയങ്കര അങ്ങനത്തെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ഫോമേജ് ഒരു ഹൈലി രജസിക് ആൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഓരോന്നിനും അതിൻ്റെ വ്യക്തതയുണ്ട്, അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, അത് ഡിഫൈൻ ചെയ്തിട്ടുമുണ്ട്, ഫോമുണ്ട്. ആ ഫോം തന്നെ ആ പെർസെപ്ഷൻ്റെ മൂർത്തീകരണമാണ്. ഇങ്ങനെയായിരിക്കണം. അത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? പ്യുവർ കോൺഷ്യസ്നെസ് എന്ന്, അതായത് സമ്പൂർണ്ണമായിട്ടുള്ള പരബ്രഹ്മത്തിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു ഫോമിലേക്ക് ആക്കി അതിന് ഒരു യന്ത്രം കൊടുത്തു, അതായത് സർക്യൂട്ട്, നമ്മുടെ സർക്യൂട്ട്. പിന്നെ മന്ത്രം കൊടുത്തു, ബീജമന്ത്രം പോലത്തെ മന്ത്രങ്ങൾ, അതായത് അതിൻ്റെ ഫ്രീക്വൻസി, ബീജമന്ത്രം ഫ്രീക്വൻസി, സർക്യൂട്ട് യന്ത്രം, പിന്നെ അതിൻ്റെ പൂജാവിധികൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയും വെൽ ഡിഫൈൻഡ് ആണ്. ഇതേപോലെയാണല്ലേ പ്രജാപതികൾ ക്രിയേഷൻ നടത്തിയത്. അതായത് ഈ ഇവിടുത്തെ ഭൂമിയിൽ നിന്നുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ട് എർത്ത്, വാട്ടർ, എയർ, ഫയർ ഒക്കെ വെച്ച് അതിന് എനർജി ഇൻഡ്യൂസ് ചെയ്യാണ്. സോൾ ഫാക്ടർ, അതായത് പരബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗം, ഒരു അംശം, അതായത് ഗോഡ് പാർട്ടിക്കിൾ, അത് വന്നു കഴിഞ്ഞിട്ട് അത് ലൈഫ് ആവുകയാണ്. ആ ലൈഫിന് അതിൻ്റെതായിട്ടുള്ള കണ്ടിന്യൂറ്റി ഉണ്ട്. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. സച്ച് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം, ഹൈലി സയൻറ്റിഫിക്. മാത്രമല്ല അത് ഭാരതത്തിൻ്റെ ഒരു എന്താ പറയുക, ഇത് ലോകത്ത് എവിടെയും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു പൈതൃകം നമുക്ക് അൺഇമാജിനബിളായത്. അപ്പോൾ ആൾക്കാർക്ക് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭാരതത്തിൻ്റെ പൈതൃകം ഇൻകമ്പയറബിളാണ്. അത് കമ്പയർ ചെയ്യാൻ തുനിയാണെങ്കിൽ അത് ഫൂളിഷ്നെസ്സാണ്. ഒന്നുമില്ല. അതെ. പിന്നെ നമുക്കതല്ലേ ഈ പിന്നെ ഒറ്റ ഗോഡിൻ്റെ ഡയമെൻഷൻസ് ഇത് ഒരു ഡയമെൻഷൻ. പിന്നെ ദിവ്യസൂര്യ സഹസ്രസ്യ എന്ന് പറയുന്നത് ഒരു ദൈവത്തിനേ ഉള്ളൂ. അത് ദാറ്റ് ഹാസ് നോ ഫോം. അതിനെ ഒരു ഹി ഓർ ഷീ പറയാൻ പറ്റില്ല, ഇറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അത് ഹീ ഈസ്ന്നോ ഷീ ഈസ്ന്നോ പറയുമ്പോൾ അത് പറ്റില്ല. അതെ, എന്തായാലും പെട്ടെന്നൊരു ശൂന്യത പോലെ ഇടയ്ക്കിടയ്ക്ക് അത് സംഭവിക്കുന്നുണ്ടായിരുന്നു. കാരണം സംസാരിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക്, ഒരു ട്രാൻസിലേക്ക് പോകുന്നൊരു ഫീൽ എനിക്കുണ്ടായി. ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ഒരു മെഡിറ്റേഷൻ സംഭവിക്കുന്ന പോലെ അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും കാണാം, ഇതേപോലെ എപ്പോഴെങ്കിലും കാണാം. യാത്ര TDS ആയിട്ടുള്ള യാത്ര കഴിഞ്ഞ് വന്നതാണ്. ഇനി അടുത്ത പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സമയം അനുവദിച്ചതിൽ വളരെ 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 സന്തോഷം. വി ആർ റിയലി ബ്ലസ്ഡ്, ഞങ്ങളുടെ ചാനലും പ്രേക്ഷകരും എല്ലാവരും. അല്ല, താങ്ക് യു ഫോർ ഹാവിങ് മീ. മാത്രമല്ല, നിങ്ങൾ ഇത്രയും യാത്ര കഴിഞ്ഞിട്ടും നമ്മളിത് ഇത്രയും ഒരു സമയം കൊണ്ട് ഓർഗനൈസ് ചെയ്തല്ലോ. അല്ല, ഒരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യം സങ്കല്പിച്ചു, അത് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ അതൊരു പെൻഡിങ് നിൽക്കും. അതിപ്പോൾ നമ്മളത് ചെയ്തല്ലോ. ഇന്നത്തെ കാലത്തിൽ തരത്തിൽ നമ്മുടെ ഹോമോസാപ്പിയൻ ആണോ അതോ ഹ്യൂമൻ ബീയിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, അറിയോ ഹോമോസാപ്പിയൻ ഓർ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ പലരും അപ്പോഴാണ് ഒരു കൺഫ്യൂസ്ഡ് ആവുന്നത്. ബേസിക്കലി നമ്മളെല്ലാവരും ഹോമോസാപ്പിയൻസ് ആണ്, പക്ഷേ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആവണമെങ്കിൽ ദർ ഷുഡ് ബി ഹ്യൂമനിസം സൈഡ്സ്. അപ്പോൾ ഗ്ലോബലി ആ ഒരു മെസ്സേജ് മാത്രം നമ്മൾ ഒരുപാട് ഹ്യൂമാനിറ്റി അത് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഹ്യൂമാനിസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ബാക്കി നമ്മുടെ ചുറ്റാകുകളെല്ലാം നമ്മുടെ പാർട്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാ ജീവികളെയും നമുക്ക് ഒന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് യഥാർത്ഥ ഈശ്വര സങ്കല്പം. അങ്ങനെ കാണുമ്പോൾ ഈ ഉള്ള എല്ലാത്തിലും ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ ആധാരഭൂതമായിട്ടുള്ള ദൈവത്തിനെ, പരമ്പൊരുളിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ദർശനം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന അങ്ങ് യഥാർത്ഥത്തിൽ യു ആർ ദ ഗ്രേറ്റ് ബ്ലെസ്ഡ് സോൾ വിത്ത് എ പർപ്പസ്. So we are really lucky to have you now. So thank you so much. Thank you. പക്ഷേ അങ്ങനെ once again ഞാനത് പറഞ്ഞു തരാം. കാരണം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണും. അല്ല, അങ്ങനെ ഗ്രേറ്റ്നെസ് ഒന്നുമില്ല. ആക്ച്വലി നമ്മളൊക്കെ നമ്മുടെ പണി ചെയ്ത് പോകണം, അത്രേ ഉള്ളൂ. ഐ ബിലീവ് ദറ്റ് ഓൾ ആർ ഗ്രേറ്റ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഗ്രേറ്റ്നെസ്സിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാവർക്കും ഉണ്ട്. സോ വി ആർ ഓൾ വൺ, വി ആർ ഓൾ സെയിം. വളരെ സന്തോഷം. എന്നെ ഇവിടെ ഈ ഇൻ്റർവ്യൂവിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു. കേൾക്കുന്ന എല്ലാവർക്കും നന്മ മാത്രം സംഭവിക്കട്ടെ. താങ്ക് യു.